മക്കബായുടെ 2-ാം പുസ്തകം 12-ാം അധ്യായം 38 മുതലുള്ള തിരുവചനം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. യൂദാസ് തൻ്റെ സൈന്യത്തെ വിളിച്ചുകൂട്ടി അദുല്ലാം നഗരത്തിലേക്ക് പോയി. 7-ാം ദിവസം സമീപിച്ചിരുന്നതിനാൽ അവർ മുറപ്രകാരം തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് സാബത്ത് ആചരിച്ചു. യുദ്ധത്തിൽ മൃതിയടഞ്ഞവരെ പിതൃകുടീരങ്ങളിൽ അടക്കം ചെയ്യുക ആവശ്യമായിരുന്നതിനാൽ യൂദാസും അനുയായികളും പിറ്റേന്ന് തന്നെ ജഡങ്ങൾ എടുത്തുകൊണ്ടുവരാൻ പുറപ്പെട്ടു. അവർ മൃതദേഹങ്ങളുടെ കുപ്പായങ്ങൾക്കിടയിൽ യാമിനിയായിലെ വിഗ്രഹങ്ങളുടെ ചിഹ്നം ആലേഖനം ചെയ്ത തകിടുകൾ കണ്ടു. യഹൂദർക്ക് അത് ധരിക്കുക നിഷിദ്ധമായിരുന്നു. ഇവർ മരിക്കാൻ കാരണം അതാണെന്ന് ഏവർക്കും വ്യക്തമായി. നീതിമാനായ വിധിയാളനും നിഗൂഢമായവയെ വെളിപ്പെടുത്തുന്നവനുമായ കർത്താവിൻ്റെ മാർഗങ്ങളെ അവർ വാഴ്ത്തി. ഇവരുടെ ഈ പാപം തുടച്ചു മാറ്റണമെന്ന് യാചിച്ചുകൊണ്ട് അവർ പ്രാർത്ഥനയിൽ മുഴുകി. പാപം നിമിത്തം മരണത്തിനിരയായവർക്ക് സംഭവിച്ചതെന്തെന്ന് ഒരിക്കൽ കണ്ട ജനത്തോട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വീരപുരുഷനായ യൂദാസ് ഉപദേശിച്ചു. അനന്തരം അവൻ അവരിൽ നിന്ന് 2000 ദ്രാഗ്മ വെള്ളി പിരിച്ചെടുത്ത് പാപപരിഹാര ബലിക്കായി ജെറുസലേമിലേക്ക് അയച്ചു കൊടുത്തു. പുനരുത്ഥാനം ഉണ്ടാകുമെന്ന് ഉറച്ച് യൂദാസ് ചെയ്ത ഈ പ്രവൃത്തി ശ്രേഷ്ഠവും ഉചിതവും തന്നെ. മരിച്ചവ ഉയർക്കുമെന്ന പ്രതീക്ഷയില്ലായിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ഭോഷത്വവും ആകുമായിരുന്നു. എന്നാൽ ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെക്കുറിച്ച് അവൻ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പാവനവും ഭക്തിപൂർണവുമായൊരു ചിന്തയാണ്. അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അവൻ അവർക്ക് വേണ്ടി പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവർ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ചിന്തിക്കാനായിട്ട് പോവുക. നമുക്കറിയാവുന്നതുപോലെ നവംബർ മാസം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി സഭ പ്രത്യേകമായി മാറ്റിവെച്ച ഒരു മാസമാണ്. നവംബർ മാത്രമല്ല എല്ലാ മാസവും എല്ലാ ദിവസവും നമ്മൾ മരിക്കണ വരെ പ്രാർത്ഥിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയിട്ട് നമ്മളെപ്പോഴും നമ്മുടെ ഇവിടുത്തെ താമസമുള്ള അതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയും ഇവിടുത്തെ താമസമുള്ള ധ്യാനത്തിനും ഈ ഏകദിന ബൈബിൾ കൺവെൻഷന് വരുമ്പോഴും പല കൺവെൻഷനുകൾക്കൊക്കെ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വികാരിച്ചന്മാർ, നിങ്ങളുടെ അച്ഛന്മാർ, നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും കുറച്ച് പേരെങ്കിലും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ പറ്റി. ഇന്ന് അച്ഛൻ പ്രത്യേകമായിട്ട് നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതിലുപരിയായിട്ട് ഈ നാളുകളിൽ നമ്മുടെ എൽ റുഹ ധ്യാന സെൻറ്ററിലൂടെ നടക്കുന്ന മഹാ അത്ഭുതങ്ങൾ, അത് പറഞ്ഞാൽ വിശ്വസിക്കാത്ത അത്ഭുതങ്ങൾ, കേട്ടാൽ സമ്മതിക്കാത്ത അത്ഭുതങ്ങൾ, കേട്ടുകേൾവി മാത്രമെന്ന് ജനം പറയുന്ന അതിശയകരമായ അത്ഭുതങ്ങൾ ഒരാൾക്കും ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്ന് പോലും ബുദ്ധി കൊണ്ട്, റീസണിങ് കൊണ്ട് മനസ്സിലാക്കാനോ പറ്റാത്ത അത്ഭുതങ്ങൾ. അതിനെപ്പറ്റി ഈ നാളുകളിലൊക്കെ പല കമൻറ്റുകളും പല സംശയങ്ങളും പല വ്യക്തികൾ ഉന്നയിക്കുകയും ചിലരൊക്കെ യൂട്യൂബിലൂടെയൊക്കെ ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ കേട്ടിട്ടായിരിക്കാം പല കമൻറ്റുകളോ പല ടോക്കുകൾ ഇറക്കുകയോ അല്ലെങ്കിൽ പല ആശയങ്ങൾ പങ്കുവയ്ക്കുകയോ ചെയ്യുന്നതായിട്ട് കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് തോന്നി ഇതിനെപ്പറ്റി പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ സെൻറ്ററാണ് ഇത്തരം തരത്തിലുള്ളൊരു പുത്തൻ അഭിഷേകത്തോടെ ഇങ്ങനൊരു വെളിപ്പെടുത്തൽ മരിച്ചവരുടെ വസ്തുക്കളിലൂടെ വരുന്ന, മരിച്ചവരുടെ ഉപയോഗിച്ച വസ്തുക്കൾ, അത് ചിലതൊക്കെ സൂക്ഷിച്ചു വയ്ക്കുമ്പോൾ വരുന്ന ചില അപകടങ്ങൾ നമ്മൾ സന്ദേശത്തിലൂടെ അച്ഛൻ പല പ്രാവശ്യം ഇവിടെ പറയാറുണ്ട്. ഒരുപാട് സാക്ഷ്യങ്ങൾ ഇവിടെ വരാറുണ്ട്. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ശനിയാഴ്ച തന്നെ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, എങ്കിലും സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടപ്പോൾ 2 വലിയ സാക്ഷ്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ശുശ്രൂഷ കണ്ടവർക്കറിയാം. അപ്പോൾ നമ്മുടെ സാക്ഷ്യത്തിൻ്റെ ഒരു സാധാരണ ഒരു രീതിയായി അത് മാറിയിരിക്കുകയാണ്. എന്ത്, ആളുകൾ ഇങ്ങനെയുള്ള ചില നിഷിദ്ധ വസ്തുക്കളോ അശുദ്ധ വസ്തുക്കളോ ദുഷ്ട സ്വാധീനമുള്ള നെഗറ്റീവ് എനർജിയുള്ള വസ്തുക്കളോ മാറ്റുമ്പോൾ
അവരുടെ ജീവിതത്തിൽ വർഷങ്ങളായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ മാറിപ്പോകുന്നു എന്ന വലിയ ദൈവാനുഭവം ഒരാളല്ല, രണ്ടാളല്ല, ഒരുപാട് ആളുകൾ ഈ ആൾത്താര് കയറി ഇതിനകം സാക്ഷ്യപ്പെടുത്തുന്നു. അത് ഈ സെൻറ്ററിൽ മാത്രം നടക്കുന്നൊരു മഹാ അത്ഭുതമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. വിളിച്ചു പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവർ, ഇതിനെപ്പറ്റിയുള്ള കൺഫ്യൂഷൻ, ഇതിനെപ്പറ്റി പലരും പലതും പറയുന്നു. ചിലർ പറയുന്നു, അച്ഛൻ പറഞ്ഞു മരിച്ചവരുടെ എല്ലാ വസ്തുക്കളും കളയണമെന്ന്, അച്ഛൻ പറഞ്ഞു കട്ടിൽ കത്തിച്ച് കളയാൻ, അച്ഛൻ പറഞ്ഞു കസേര കത്തിച്ച് കളയാൻ, മേശ കത്തിച്ച് കളയാൻ. സ്നേഹമുള്ളവരെ, അങ്ങനെ എന്തെങ്കിലും ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തിയോട് മാത്രമാണ് അത് പറയുക. മാത്രമല്ല, ആ വസ്തുവിൽ എന്തെങ്കിലും തിന്മയുള്ളത് കൊണ്ട് മാത്രമായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടായിരിക്കുക. അല്ലാതെ കോമണായിട്ട് ഒരിക്കലും, നിങ്ങളൊക്കെ എത്രയോ പ്രാവശ്യം പലരോട് വന്നവരുണ്ടായിരിക്കാം, പലരും യൂട്യൂബിലൂടെ കേട്ടിട്ടുണ്ടായിരിക്കാം, ഒരിക്കലും കോമണായിട്ട് മരിച്ചവരുടെ എല്ലാ വസ്തുക്കളും എടുത്ത് കളയാനൊന്നും ഇവിടുന്ന് ഒരിക്കലും ഈ അച്ഛനോ ഇവിടുത്തെ ആരും ശുശ്രൂഷകരോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ എനിക്കിതിനെപ്പറ്റി ആധികാരികമായി ഒന്ന് പഠിച്ച് പറയണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തെങ്കിലും എൻ്റെ അഭിപ്രായം പറയുക എന്നതിലുപരിയായി, എന്തെങ്കിലും അവിടെ നിന്നൊക്കെ കേട്ടതനുസരിച്ച് പറയുക എന്നതിലുപരിയായിട്ട് പരിശുദ്ധ കത്തോലിക്ക സഭ ഇതിനെപ്പറ്റി എന്താണ് പഠിപ്പിക്കുന്നത്, സഭയുടെ സ്റ്റാൻഡ് എന്താണ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ സഭാ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ, ഇത് ആധികാരികമായി പഠിച്ച് ആധികാരികമായി അവതരിപ്പിക്കണമെന്ന വലിയൊരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് അല്പം ഇതിനെപ്പറ്റിയുള്ള ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ അല്പം ഞാൻ നീണ്ടുപോയത്. ഈ ദിവസങ്ങളിലൊക്കെ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച് ഇതിനെപ്പറ്റി സെർച്ച് ചെയ്ത് അന്വേഷിച്ച് നമ്മൾ ഇതിൻ്റേതായ പഠനങ്ങളൊക്കെ നടത്തി ആധികാരികമായി അച്ഛൻ ഒരുങ്ങിയാണ് വന്നിരിക്കുക ഇതിനെപ്പറ്റി കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരാനായിട്ട്. ഇതാണ് സഭയുടെ പഠനം എന്ന കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ക്ലാസ് നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. അനേകരെ ഈ ബോധ്യത്തിലേക്ക് നയിക്കുക. ഈ ദൈവിക സത്യം നിങ്ങൾ അറിയുമ്പോൾ യോഹന്നാൻ 8:32 വചനത്തിൻ്റെ അഭിഷേകം നമുക്കുണ്ടാവും. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ ശ്രദ്ധിക്കുക. ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അയാൾ നിത്യം ഉപയോഗിച്ചിരുന്ന കുറേ വസ്തുക്കൾ ഉപേക്ഷിക്കപ്പെടുകയാണ്. ഒരാൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ മരണം സംഭവിച്ചിട്ടുണ്ടായിരിക്കും, അല്ലേ? എല്ലാ വീടുകളിലും മരണം വരും എന്ന കാര്യം ഉറപ്പാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഒരു മരണം നമ്മുടെ വീട്ടിലുണ്ടാവും. ഒരാൾ മരിക്കുമ്പോൾ ആ വ്യക്തിയുടെ കുറേ വസ്തുക്കൾ, ആ വ്യക്തി മാത്രം ഉപയോഗിച്ചിരുന്ന നിത്യോപയോഗ വസ്തുക്കൾ ഉപേക്ഷിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അനാഥമാക്കപ്പെടുകയാണ്. ഇങ്ങനെയുള്ള വസ്തുക്കൾ, ഇപ്പോൾ ആ വ്യക്തിയുടെ വസ്ത്രം, അതായിരിക്കും ഒന്നാമത്. അയാൾ സ്ഥിരം ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ വാച്ച്, കണ്ണട, ചെരുപ്പ്, ചീർപ്പ് അല്ലെങ്കിൽ ചീപ്പ്, ഷേവിങ് സെറ്റ്, ബ്രഷ്, അങ്ങനെ അദ്ദേഹം മാത്രം ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെതായ കുറേ സാധനങ്ങളുണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ ടോർച്ച്, അദ്ദേഹം മാത്രം ഉപയോഗിച്ചിരുന്നതിൻ്റെ പേന, അദ്ദേഹം മാത്രം ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെതായ ചിലപ്പോൾ പുസ്തകങ്ങളായിരിക്കാം. അദ്ദേഹത്തോട് ചേർത്ത് നിർത്തിയിരുന്ന കുറേ വസ്തുക്കൾ അതെല്ലാം അനാഥമായി തീരുകയാണ്. അദ്ദേഹത്തിൻ്റെ പേഴ്സ്. അപ്പോൾ ഇത്തരം വസ്തുക്കൾ സൂക്ഷിക്കണമോ വേണ്ടയോ, അതെങ്ങനെ തിരിച്ചറിയാം? ഇത്തരം വസ്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, മനസ്സിലായോ? ഇത് സൂക്ഷിച്ചതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടോ ഇല്ലയോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് കത്തോലിക്ക സഭയുടെ പഠനമനുസരിച്ചുള്ള മറുപടിയാണ് അച്ഛൻ നിങ്ങളോട് പറയാനായിട്ട് പോകുക. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. ഇതാണ് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താലും എവിടെ പോയി സെർച്ച് ചെയ്താലും ഇത് തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് എന്തെങ്കിലും എൻ്റെ ആശയമല്ല പറയുന്നത്, സഭയുടെ പഠനം അച്ഛൻ വായിച്ച് കേൾപ്പിക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. കത്തോലിക്ക സഭ എന്ത് പഠിപ്പിക്കുന്നു? പരിശുദ്ധ കത്തോലിക്ക സഭയുടെയും കത്തോലിക്ക ഭൂതോച്ചാടകരുടെയും പഠിപ്പിക്കൽ അനുസരിച്ച് മരിച്ചുപോയ വ്യക്തിയുടെ അല്ലെങ്കിൽ മരിച്ചവരുടെ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് പൊതുവെ ഒരു പ്രശ്നമല്ല. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലുറപ്പിക്കുക. ഇനി ഒരിക്കലും അച്ഛൻ ഇത് കളയാൻ പറഞ്ഞു എന്നൊന്നും പറയരുത്. സഭയുടെ പഠനം ശ്രദ്ധിക്കുക. കത്തോലിക്ക സഭയുടെയും കത്തോലിക്ക ഭൂതോച്ചാടകരുടെയും പഠിപ്പിക്കൽ അനുസരിച്ച് മരിച്ചുപോയൊരു വ്യക്തിയുടെ വസ്തുക്കൾ ഉപയോഗിക്കുന്നത്
പൊതുവെ, ആ വാക്ക് വളരെ ശ്രദ്ധിക്കണം, പൊതുവെ ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അല്ലേ ഇത് പറഞ്ഞേ? ഹല്ലേലൂയ. അത് ഉപയോഗിക്കാം, ഉപയോഗിക്കാതിരിക്കാം, അതൊക്കെ നിൻ്റെ ഇഷ്ടം, ഇതാണ് പറയുക. അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നാണ് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പഠനം. ഉറപ്പായില്ലേ? അടുത്തത് ശ്രദ്ധിക്കുക. എന്നിരുന്നാലും, വീണ്ടും സഭ കൂട്ടിച്ചേർക്കുക. എന്നിരുന്നാലും ശ്രദ്ധിക്കുക, ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനമായി കരുതപ്പെടുന്നതിനാൽ മരിച്ചവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള എല്ലാ തരം പ്രവൃത്തികളെയും സഭ ശക്തമായി വിലക്കുകയാണ്. ഇക്കാര്യത്തിൽ തിരുസഭ നൽകുന്ന മുന്നറിയിപ്പുകൾ താഴെ കൊടുക്കുകയാണ്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനമായി കരുതപ്പെടുന്നതിനാൽ മരിച്ചവരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള എല്ലാ പ്രവൃത്തികളെയും, അതിൽപ്പെട്ടതാണ് എന്ത്? ഓജോ ബോർഡ്. അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ? ഓജോ ബോർഡ്, അങ്ങനെ വേറെ പലതൊക്കെ ഉണ്ട്. അച്ഛൻ അതിനെ പറ്റി കൂടുതൽ സെർച്ച് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള പൈശാചികമായ കാര്യങ്ങൾ, മരിച്ചവരുമായുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താൻ ചില സെക്റ്റുകളൊക്കെ ഉണ്ട്. മരിച്ചവരോട് സുവിശേഷം പ്രസംഗിക്കുക, മരിച്ചവരെ വിളിച്ചു വരുത്തുക, അവരോട് സംസാരിക്കുക, ഇങ്ങനെയുള്ള കുറേ പ്രവൃത്തികൾ. അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ഇതിനെയാണ് സഭ ഇവിടെ പറയുക. എന്നിരുന്നാലും മരിച്ചവരുടെ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് തെറ്റില്ല, പക്ഷെ എന്നിരുന്നാലും ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനമായി കരുതപ്പെടുന്നതിനാൽ മരിച്ചവരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള എല്ലാ പ്രവൃത്തികളെയും സഭ ശക്തമായി വിലക്കുന്നു. ഇക്കാര്യത്തിൽ തിരുസഭ നൽകുന്ന മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ മുന്നറിയിപ്പ്, 6 മുന്നറിയിപ്പാണ് തരിക. 6 മുന്നറിയിപ്പ്. ഒന്നാമത്തെ മുന്നറിയിപ്പ് ശ്രദ്ധിച്ച് കേട്ടോ. മരിച്ചവരുമായി ബന്ധപ്പെടാനുള്ള എല്ലാ ശ്രമങ്ങളെയും സഭ വിലക്കുന്നു. ഇത് അപകടകരമാണ്. വലത്ത് പറഞ്ഞേ ഹല്ലേലൂയ. മരിച്ചവരുമായി ബന്ധപ്പെടാനുള്ള എല്ലാ ശ്രമങ്ങളെയും സഭ വിലക്കുന്നു. അത് അപകടകരമായൊരു കാര്യമാണ്, ഈ മരിച്ചവരുമായി ബന്ധപ്പെടാനുള്ള പരിശ്രമം. 1. 2, ശ്രദ്ധിച്ചു കേട്ടോ. മരിച്ചവരുമായി ആശയവിനിമയം നടത്തുന്നതിനുള്ള മാർഗമായി ഓജോ ബോർഡുകൾ പോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നത് സഭ നിരോധിച്ചിരിക്കുന്നു. വലത് പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടല്ലേ? മരിച്ചവരുമായി ആശയവിനിമയം നടത്തുന്ന രീതിയിലുള്ള അതിന് മാർഗമായി ഓജോ ബോർഡുകൾ, അതിൻ്റെ പല സിനിമകളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? ഓജോ ബോർഡുകൾ പോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നത് സഭ കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. വലത് പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് കുറേ യൂത്ത് മക്കളൊക്കെ അങ്ങനെയുണ്ട് കേട്ടോ. അച്ഛന് പല ഉദാഹരണങ്ങൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ചില സിസ്റ്റേഴ്സിന് പോലും ഉണ്ടായ സംഭവങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. പല ധ്യാനങ്ങൾക്കും, പ്രത്യേകിച്ച് യൂത്ത് ധ്യാനങ്ങൾക്കൊക്കെ ഈശോ ഈ മേഖല കാണിക്കാറുണ്ട്. എന്ത്? ഓജോ ബോർഡ് കളിച്ചത്. തമാശയ്ക്ക് പോലെ ഓജോ ബോർഡ് കളിക്കരുത്, തമാശയ്ക്ക് പോലും. അതിലേക്ക് വേണ്ടി സെർച്ച് ചെയ്യാൻ പോവേ വേണ്ട. അത്രയും വലിയൊരു പൈശാചിക തിന്മയാണ് ഓജോ ബോർഡ് എന്ന കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക. അതിൻ്റെ ഒരു തമാശയ്ക്ക് പോലും അതെന്താന്ന് പോലും നോക്കാൻ അന്വേഷിക്കാൻ പോണ്ട നീ. അത് അത്രയും വലിയൊരു പൈശാചികത്വം കൊണ്ടുവരുന്നൊരു മേഖലയാണ് ഓജോ ബോർഡ്. കുറേ മക്കൾ അങ്ങനെ അറിഞ്ഞോ അറിയാതെ ഇതിൽ പെട്ടുപോയിട്ടുണ്ട്. അപ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 3-ാമത് എന്താണ് സഭ പറയുക മരിച്ചവരുടെ വസ്തുക്കളെ പറ്റി? ഒരു വ്യക്തി ഒരിക്കലും മരിച്ചയാളുടെ ചാരമോ അസ്ഥികളോ ശരീരഭാഗങ്ങളോ ഓർമ്മയ്ക്കായി കൊണ്ടുപോകാൻ അല്ലെങ്കിൽ എടുത്തു സൂക്ഷിക്കാൻ പാടില്ല. ശ്രദ്ധിക്കുക. ഒരു വ്യക്തി ഒരിക്കലും മരിച്ചയാളുടെ ചാരമോ അസ്ഥികളോ ശരീരഭാഗങ്ങളോ മണ്ണോ ഓർമ്മയ്ക്കായി കൊണ്ടുപോകാൻ അല്ലെങ്കിൽ എടുത്തു വയ്ക്കാൻ, എടുത്തു സൂക്ഷിക്കാൻ പാടില്ല. ചിലർ ചെറിയ അസ്ഥികൾ, ചിലരെന്താ ചെയ്യണേ? ചെറിയ അസ്ഥികൾ, പല്ലുകൾ എന്നിവ ഓർമ്മയ്ക്കായി സൂക്ഷിക്കുന്നു. അവയ്ക്ക് സംരക്ഷണ ശക്തിയോ ആത്മീയ ശക്തിയോ ഉണ്ടെന്ന് പോലും വിശ്വസിക്കും. കണ്ടോ? ചിലർ അങ്ങനെയാണ്. അതെടുത്ത് വെച്ചിട്ട് അതിലെന്തോ സംരക്ഷണ ശക്തിയോ ആത്മീയ ശക്തിയോ ആ അസ്ഥിക്ക്, ചാരത്തിന്, മണ്ണിന് ഉള്ളതായിട്ട് വിശ്വസിക്കുന്നു. ഈ പ്രവൃത്തികൾ സ്നേഹപരമോ വൈകാരികമോ ആയി തോന്നിയേക്കാം. പക്ഷേ കത്തോലിക്ക സഭയുടെ വീക്ഷണത്തിൽ അവ വളരെ പ്രശ്നകരമാണ്. മാത്രമല്ല അത് പൈശാചിക സ്വാധീനത്തിന് വാതിൽ തുറക്കുകയും ചെയ്യും. വലത് പറഞ്ഞേ ഹല്ലേലൂയ. എത്രയോ പ്രാവശ്യം നമ്മുടെ ഈ ഏൽറുഹ ശുശ്രൂഷകളിൽ വന്നിട്ടുള്ളൊരു കേസാണെന്നറിയ കേസ്. ഇന്നലെ ഇവിടെ താമസമുള്ള ധ്യാനങ്ങൾ,
അച്ഛൻ ഈ ക്ലാസ് എടുത്തതിന് ശേഷം ഒരു യൂത്ത് സഹോദരൻ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അവൻ പറഞ്ഞു, അച്ഛൻ്റെ പെങ്ങൾ മരിച്ചുപോയി, ഭയങ്കര സങ്കടമാണ് പെങ്ങൾ മരിച്ചതിൽ. മരിച്ച പെങ്ങളെ കുഴിച്ചിട്ടു, അല്ലെങ്കിൽ സംസ്കരിച്ചു. ആ മകളുടെ കുഴിമാടത്തു നിന്ന് ഞാൻ ഒരു പിടി മണ്ണ് എടുത്തുകൊണ്ടുവന്ന് വീട്ടിൽ വന്ന് സൂക്ഷിക്കുകയാണ്. കണ്ടോ, എല്ലാ ധ്യാനത്തിലും ഉണ്ടാവും ഇങ്ങനത്തെ 1, 2, 3 പേര്. മരിച്ചുപോയ ആളുടെ ഓർമ്മയ്ക്കായിട്ട് മരിച്ചുപോയ ആൾ കുഴിച്ചിട്ട സ്ഥലത്തു നിന്ന് കുഴിമാടത്തു നിന്ന് ഒരു പിടി മണ്ണ് കൊണ്ടുവന്ന് പെങ്ങളുടെ ഓർമ്മയ്ക്കായിട്ടോ ഇതായിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കുകയാണ്. മനസ്സിലായോ? ഒരിക്കലും ഒരു ധ്യാനം കഴിഞ്ഞു, ഇതുപോലെ താമസമുള്ള ധ്യാനം കഴിഞ്ഞു. വ്യാഴാഴ്ച രാത്രി ഞാൻ സംഗീതത്തിലേക്ക് വന്നപ്പോൾ ഒരു യൂത്ത് പയ്യൻ ഓടി വന്നിരിക്കും. യൂത്ത് എന്ന് വെച്ചാൽ 40 വയസ്സുണ്ടാവും. അവൻ ഓടി വന്നു. അവൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാനിവിടെ കൗൺസിലിംഗ് ചെന്നപ്പോൾ ഒരു ബ്രദർ എന്നോട് പറഞ്ഞു, ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഈ മരിച്ചവരുടെ എന്തെങ്കിലും ഇങ്ങനെ ഈ അസ്ഥികൾ എന്തെങ്കിലും സൂക്ഷിക്കുന്നുണ്ടോ? അപ്പോൾ ഈ ബ്രദർ പറഞ്ഞു, ഈ സഹോദരൻ പറഞ്ഞു, എൻ്റെ അമ്മയുടെ അസ്ഥി കൊണ്ടൊന്നും ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഒരു യൂത്ത് സഹോദരൻ, അവൻ്റെ അമ്മ മരിച്ചുപോയി. അപ്പൻ നേരത്തെ മരിച്ചു പോയതാണ്. അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് അമ്മയായിട്ട് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അമ്മേനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അമ്മ എന്തോ കാലുമ കാര്യമായ രോഗപീഠം മൂലം പിന്നീട് മരിച്ചു. അമ്മയെ കൊണ്ടൊന്ന് കുഴിച്ചിട്ടു. അമ്മയോടുള്ള സ്നേഹം നിമിത്തം അവൻ എല്ലാ ദിവസവും ഈശോയോട് പറയുമത്രേ, ഈശോയെ, എൻ്റെ അമ്മയെ എനിക്കൊന്ന് കാണിച്ചു തരുമോ, എൻ്റെ അമ്മേനെ എനിക്കൊന്ന് കാണിച്ചു തരുമോ, ഒരു പ്രാവശ്യം കാണിച്ചു തന്നാൽ മതി പ്ലീസ്, എനിക്ക് അമ്മേനെ എനിക്ക് കാണണം. ഇവൻ പറയാണ്, ഇവന് മാനസിക രോഗമുള്ള വ്യക്തിയൊന്നുമല്ല കേട്ടോ. ഇവൻ പറയാണ്, ദേ വരുന്ന എൻ്റെ അമ്മ എൻ്റെ അടുത്തേക്ക്. അമ്മ എൻ്റെ അടുത്ത് വന്ന് കുറേ നേരം വർത്താനം പറഞ്ഞിരുന്ന് അമ്മ തിരിച്ചു പോയി എന്നാണ് ഈ പയ്യൻ പറയുക. വീണ്ടും അവൻ പറയുകയാണ്, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് അമ്മേനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ വീണ്ടും ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഒരു പ്രാവശ്യം കൂടി എൻ്റെ അമ്മേനെ എനിക്ക് കാണിച്ചു തരും. ഇനി ഞാൻ ഒരിക്കലും ചോദിക്കില്ല അമ്മേനെ കാണിച്ചു തരാൻ, ഒരു പ്രാവശ്യം കൂടി പ്ലീസ്. ദേ വീണ്ടും വരുന്നതേ അമ്മ എൻ്റെ അടുത്തേക്ക് വന്നു. അമ്മ കുറേ നേരം വർത്താനം പറഞ്ഞു തിരിച്ചു പോയി. ഞാൻ പറയാം. അതിനുശേഷം പറഞ്ഞു, പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോയോട് ഞാൻ ചോദിക്കില്ല എന്ന്. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചു, ഇനി എന്താ ചെയ്യുക, എൻ്റെ അമ്മയുടെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നി, അമ്മയുടെ കല്ലറ തുറക്കുമ്പോൾ, കുഴിമാടം തുറക്കുമ്പോൾ അതിൽ അസ്ഥികളുണ്ടാവുമല്ലോ, ഈ അസ്ഥികൾ പറക്കിക്കൊണ്ടുവന്ന് വീട്ടിൽ സൂക്ഷിക്കാം എന്നൊരാശയം എനിക്ക് വന്നു. അങ്ങനെ ഞാൻ ഈ അസ്ഥിക്കുഴി തുറക്കുന്നത് കാത്തിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അസ്ഥിയുടെ കുഴി തുറന്നപ്പോൾ, ഈ കുഴിച്ചിട്ട സ്ഥലം തുറന്നപ്പോൾ അതിൽ നിന്ന് 2 അസ്ഥി ഞാൻ പറക്കിയെടുത്തു. ഒന്ന് അമ്മയുടെ കൈത്തണ്ടയുടെ അസ്ഥി, 2 അമ്മയുടെ ചൂണ്ടുവിരലിൻ്റെ അസ്ഥി. ഇവൻ പറയാം, ഇത് കൊണ്ടുവന്ന് തോമാസ് ലീഹായുടെ അസ്ഥി സൂക്ഷിക്കുന്ന പോലെ ഇവൻ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രത്യേക ഇതിൽ ചെപ്പിലോ മറ്റോ ഭദ്രമായി സൂക്ഷിക്കുകയാണ്. ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ, നിനക്ക് വല്ല തടസ്സങ്ങളുണ്ടോ? അവൻ പറഞ്ഞു, അച്ഛാ, എൻ്റെ വിവാഹം ഇതുവരെ നടന്നിട്ടില്ല, എനിക്ക് ജോലി ഇതുവരെ ശരിയായിട്ടില്ല. അപ്പം ഞാൻ ഇത്രയും പറയുമ്പോഴേക്കും ഞാൻ അവനോട് ഇങ്ങനെ പറയുകയാണ്, എൻ്റെ മോനെ, നീ അത് കൊണ്ടുപോയി അസ്ഥിക്കുഴിയിൽ കൊണ്ടുപോയി കളയി. ഇത്രയും പറഞ്ഞപ്പോൾ അപ്പം അവൻ മറുപടി പറയുന്നത് ഇങ്ങനെയാണ്, അച്ഛാ, എനിക്കും തോന്നി അത് കളയാമെന്ന്. കാരണം വേറൊന്നുമല്ല, ഞാൻ ഈ അമ്മയുടെ അസ്ഥി കൊണ്ടുവന്ന് സൂക്ഷിക്കാൻ തുടങ്ങിയ അതേ ആഴ്ചയിൽ തന്നെ അമ്മയുടെ കാലുമുണ്ടായിരുന്ന അതേ രോഗം എനിക്ക് പിടിപെട്ടു. പുള്ളി പറഞ്ഞു, ഹല്ലേലൂയ. ഉണ്ടോ? ഇവൻ പറയാണ്, ഇവൻ കൗൺസിലിംഗ് പോയൊക്കെ കൗൺസിലർ പറഞ്ഞു അത് കളയാൻ. കൗൺസിലർ അത് കളയാൻ പറഞ്ഞപ്പോൾ ഇവൻ കൗൺസിലറുടെ അടുത്ത് തട്ടിക്കയറുകയാണ്. എന്തിനാണത് കളയുന്നത്? നമ്മൾ വിശുദ്ധരുടെ അസ്ഥികൾ സൂക്ഷിക്കുന്നില്ലേ? വിശുദ്ധരുടെ വസ്തുക്കളൊക്കെ സൂക്ഷിക്കുന്നില്ലേ? അതുകൊണ്ട് എനിക്കെന്തുകൊണ്ട് എൻ്റെ അമ്മയുടെ അസ്ഥി സൂക്ഷിച്ചാൽ എന്തൊരു തെറ്റ്? ഇവൻ ഈ കൗൺസിലറുടെ അടുത്ത് തട്ടിക്കയറുകയാണ്. കൗൺസിലർ പറഞ്ഞു, എനിക്ക് തോന്നുന്നത് കളയുന്നതായിരിക്കും നല്ലതെന്നാണ്, നീ അച്ഛനോട് ചോദിച്ചിട്ട് ചെയ്തോളാൻ പറഞ്ഞു. കണ്ടോ മനസ്സിലായോ? അങ്ങനെയാണ് പയ്യൻ എന്നോട് ചോദിക്കാനായിട്ട് വരിക, കാത്തു നിൽക്കുക. അപ്പോഴാണ് ഈ സംഭവം പറയുക. ഇവൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നുണ്ട്, ഈ അസ്ഥി കൊണ്ടൊന്ന് സൂക്ഷിക്കുമ്പോൾ അത് വേണ്ട. വിശുദ്ധരുടെ അസ്ഥി സൂക്ഷിക്കുന്നതും ഒരു സാധാരണക്കാരൻ മരിച്ചുപോയ ആ വ്യക്തിയുടെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അസ്ഥികൾ സൂക്ഷിക്കുന്നതും, സഭ വിശുദ്ധരെന്ന് പ്രഖ്യാപിക്കാത്തവരുടെ അസ്ഥികൾ, മറ്റു വസ്തുക്കൾ സൂക്ഷിക്കുന്നതും വ്യത്യാസമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് തന്നെ അവൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും അവനത് സൂക്ഷിക്കുകയാണ്. അപ്പോഴാണ് അവൻ പറയുക, അമ്മയുടെ കാലുമേ മാരകമായൊരു രോഗമായിരുന്നു, അമ്മയുടെ കാലും ഉണ്ടായിരുന്ന അതേ മാരക രോഗം ആ അസ്ഥി സൂക്ഷിക്കാൻ തുടങ്ങി.
ആദ്യത്തെ ആഴ്ചയിൽ തന്നെ എനിക്ക് പിടിപ്പെട്ടു എന്ന് പറയുകയാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഈ രോഗം പിടിച്ചിട്ടാവും നടക്കണം. എന്താ രോഗം എന്നുള്ളത് ഞാൻ ചോദിക്കാൻ വിട്ടുപോകാന്ന് വെച്ചാൽ ധ്യാനം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ആരും കാണില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവൻ വന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ സംസാരിക്കാൻ നിന്നില്ല, കൊണ്ട് കളയടാന്ന് പറഞ്ഞിട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് വിടുകയാണ് ചെയ്തത്. അതാണ് പറയുക, മരിച്ച ആളുടെ ചാരമോ അസ്ഥികളോ ശരീരഭാഗങ്ങളോ ഓർമ്മയ്ക്കായി കൊണ്ടുപോകാൻ എടുത്ത് സൂക്ഷിക്കാൻ പാടില്ല. അവർക്കാണ് ഒരു സാക്ഷി ഇവിടെ വന്നത്. ഒരു പരിയാരം കൺവെൻഷൻ നടക്കുകയാണ്, ചാലക്കുടി പരിയാരം. അവിടുന്ന് വന്നൊരു സാക്ഷ്യത്തിൽപ്പെട്ടതാണ്. ആ സഹോദരി വേറൊരാൾക്കാണ് സാക്ഷ്യം പറയുക. ആ സാക്ഷ്യത്തിൽ പറയുന്നൊരു കാര്യം ചിലരെങ്കിലും കേട്ടിരിക്കും. ആ സഹോദരി പറയുകയാണ്, ആ ഒരു വീട്ടിൽ ആ വീട്ടിലെ മകൻ അവൻ വിദേശത്ത് വെച്ച് മരിക്കുകയാണ്. വിദേശത്ത് വെച്ച് മരിച്ചപ്പോൾ അവർ ആ ബോഡി അതിൻ്റേതായ ഒരു ശവമഞ്ചത്തിലാക്കി പാക്ക് ചെയ്ത് നാട്ടിലേക്ക് കയറ്റി അയക്കുകയാണ്. ഇവിടെ വന്ന് വീട്ടുകാർ ആ ബോഡി വാങ്ങി ഇവിടെ വീട്ടിലെത്തിച്ചപ്പോൾ എന്തുണ്ടാവും, ആ ശവമഞ്ചത്തിൽ നിന്ന് ഈ ബോഡി എടുത്ത് നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിയ ശവമഞ്ചത്തിലേക്ക് അത് മാറ്റി വയ്ക്കുകയാണ്. അങ്ങനെ സംസ്കാര ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞു. എന്ത് ചെയ്തു, ഈ വീട്ടുകാർ വിദേശത്ത് നിന്ന് തൻ്റെ മകൻ മരിച്ച് അവർ പാക്ക് ചെയ്ത് അയച്ച ആ ശവപ്പെട്ടി അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അത് അവരൊരു പൂജ്യ വസ്തുവായി ഒരു തിരുശേഷിപ്പ് പോലെ വീടിൻ്റെ ഉള്ളിൽ ഈ ശവമഞ്ചം എടുത്തു വച്ചിരിക്കുകയാണ്. കണ്ടോ, ശവമഞ്ചം ഒരു പൂജ്യ വസ്തുവായിട്ട് തിരുശേഷിപ്പായിട്ട് വീട്ടിൽ അവരെടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ വീട്ടിലെ ഈ മരിച്ച ആളുടെ അമ്മയ്ക്കാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരുപാട് രോഗപീഠകൾ, വലിയൊരു ഹോസ്പിറ്റൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു മാറ്റമില്ല, രോഗം കൂടുതൽ വഷളായി. അങ്ങനെ ഇരിക്കുകയാണ്. പരിയാന കൺവെൻഷൻ നടക്കുക. അവിടെ അച്ഛൻ ഈ കാര്യം പറയുക. ഇത് പറഞ്ഞപ്പോൾ അവിടുത്തെ മകള് ആ ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ആ മകൾക്ക് അപ്പോഴാണ് ബോധോദയം വരുന്നത്. ദൈവം, എൻ്റെ വീട്ടിൽ എൻ്റെ സഹോദരൻ മരിച്ചതിൻ്റെ വലിയൊരു ശവപ്പെട്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ, വെറുതെ അല്ലല്ലോ എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ അസുഖം വരുന്നത്. ഓടിച്ചെന്ന് അതുകൊണ്ടുപോയി കത്തിച്ച് കളയുകയാണ്. അതിനുശേഷം ആ രോഗം പരിപൂർണമായിട്ട് സൗഖ്യമാണ്. വിളിച്ചു പറഞ്ഞേ ഹല്ലേലൂയ. ഇതൊക്കെ ഈ അൾത്താരയിൽ നടന്ന സാക്ഷ്യങ്ങളും യൂട്യൂബിലൂടെ പോയിട്ടുള്ള സാക്ഷ്യങ്ങളാണ്. ഒന്നും അച്ഛൻ രഹസ്യമായി പഠിപ്പിക്കുന്നില്ല, എല്ലാം പരസ്യമായാണ് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അടുത്തത് കേട്ടോ. ഇനി 4ാമത്തെ പോയിന്റിലേക്ക് കടക്കുകയാണ്. സഭയുടെ പേത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ തിരുസഭ നൽകുന്ന മുന്നറിയിപ്പുകൾ. മരിച്ചവരുടെ വസ്തുക്കൾ സൂക്ഷിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, മുന്നറിയിപ്പുകൾ, നിർദ്ദേശങ്ങൾ സഭ നൽകുന്നുണ്ട്. അതാണ് അച്ഛൻ പോയിന്റ് സഹിതം വായിക്കുക. 3 പോയിന്റ് വായിച്ചു കഴിഞ്ഞു. 4ാമത്തെ പോയിന്റിലേക്ക് കടക്കുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോ. സഭയുടെ അംഗീകാരത്തിന് പുറത്ത് വീട്ടിൽ സൂക്ഷിക്കുന്ന, സഭയുടെ അംഗീകാരമില്ലാതെ വീട്ടിൽ നീ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മരിച്ചുപോയ വ്യക്തിയുടെ ചാരം ചിലപ്പോൾ ദഹിപ്പിക്കും. ചില സ്ഥലങ്ങളിലൊക്കെ ദഹിപ്പിക്കലുണ്ടല്ലോ. ആ ദഹിപ്പിച്ചിട്ടുള്ള ചാരം, അതാണ് പറയുന്നത്, മരിച്ച വ്യക്തിയുടെ ശരീരത്തിൻ്റെ ചാരം. അസ്ഥികൾ, കുഴിച്ചിടാണെങ്കിൽ അസ്ഥികൾ, അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ എന്നിവ പിശാചിന് പ്രവേശിക്കാനുള്ള ഒരു വാതിലായി പ്രവർത്തിക്കും. ശ്രദ്ധിക്കാട്ടോ, ഓരോന്നും ശ്രദ്ധിച്ചോട്ടോ. ഈ ടോക്ക് വീണ്ടും പോയി കേട്ടോളോ വീട്ടിലിരുന്ന്. ശരീരഭാഗങ്ങൾ, പല്ലുകൾ, മുടി, ചാരം, മണ്ണ് എന്നിവ സൂക്ഷിക്കുന്നത് പലവിധ ബന്ധനങ്ങൾ കടന്നു വരാനും മരിച്ചയാളെ ദൈവത്തിന് സമർപ്പിക്കുന്നതിൽ നിന്ന് തടയാനും കാരണമായി തീരും. കണ്ടോ, ഓരോന്നും ശ്രദ്ധിക്കുക. അതിനാൽ അനാരോഗ്യകരമായ പറ്റിപ്പിടിക്കൽ, അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ക്ലിങ്ങിങ് എന്നൊരു വാക്കാണ് പറയുക. അനാരോഗ്യകരമായ അറ്റാച്ച്മെൻറ്റ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്നത് എന്താ, ക്ലിങ്ങിങ് എന്ന വാക്കാണ്. പറ്റിപ്പിടിക്കൽ, അള്ളിപ്പിടുത്തം. എവിടെ? മരിച്ച ആളുടെ വസ്തുക്കളിലുള്ള അള്ളിപ്പിടുത്തം, അറ്റാച്ച്മെൻറ്റ് ഒഴിവാക്കുക. പറ്റിപ്പിടിക്കൽ നമ്മുടെ ആത്മീയ ഭൗതിക വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. ഏതെങ്കിലും വ്യക്തികളോടോ ഭൗതിക വസ്തുക്കളോടോ, അത് മരിച്ചവരുടെ വസ്തുക്കളാകാം, മറ്റു വസ്തുക്കളാകാം, ഏതെങ്കിലും വ്യക്തികളോടോ ഭൗതിക വസ്തുക്കളോടോ ഉള്ള അനാരോഗ്യകരമായ അള്ളിപ്പിടുത്തം അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ക്ലിങ്ങിങ് ഭൂമിയിലോ ശുദ്ധീകരണ സ്ഥലത്തോ വെച്ച് ശുദ്ധീകരിക്കണമെന്ന് കത്തോലിക്ക സഭയുടെ പഠിപ്പിക്കൽ ഊന്നി പറയുന്നു. വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാൻ പറയുന്നു, ദൈവത്തിന് വേണ്ടി മാത്രമുള്ളതല്ലാത്ത ഏതൊരു ബന്ധവും ഒരു ചങ്ങലയാണ്, അത് സ്വർണം കൊണ്ട് ആണെങ്കിൽ പോലും. കണ്ടോ, ഹല്ലേലൂയ.
യോഹന്നാൻ ക്രൂസ് എന്താ പറഞ്ഞത്? വിശുദ്ധ യോഹന്നാൻ ക്രൂസ്, അതായത് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ വലിയ വേദപാരംഗതനാണ്. അദ്ദേഹം പറയാണ്, ദൈവത്തിന് വേണ്ടി മാത്രമുള്ളതല്ലാത്ത ഏതൊരു ബന്ധവും ഒരു ചങ്ങലയാണ്. അത് സ്വർണം കൊണ്ടാണെങ്കിൽ പോലും മനസ്സിലായോ? ഇപ്പോൾ അമിതമായ അറ്റാച്ച്മെൻറ്റ്, ചിലപ്പോൾ മരിച്ചവരോടുള്ള പൊസസീവ്നെസ്, വിട്ടുകൊടുക്കുന്നില്ല. മനസ്സിലായോ? വിട്ടുകൊടുക്കാതെ ആ വ്യക്തിയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. ഈ മരിച്ച ആളുകൊണ്ട് സമർപ്പിക്കേണ്ടേ, തടഞ്ഞു നിർത്തുകയാണ് ആ വ്യക്തിയെ. മനസ്സിലായോ? ഈ വായിച്ചു തീർത്തിട്ട് അച്ഛൻ കൂടുതൽ ഉദാഹരണം പറയാം. അതായത് നമ്മുടെ ആത്മീയ ഭൗതിക ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ മരിച്ചവരോട് പറ്റിപ്പിടിക്കരുത്. കണ്ടോ, നമ്മുടെ ആത്മീയ ഭൗതിക ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ ഒരിക്കലും മരിച്ചവരോട് പറ്റിപ്പിടിക്കരുത്. അവൻ്റെ വചനം ഏതാണ്? അതാണ് ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 59-60 തിരുവചനം. അവൻ വേറൊരുവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും. അവൻ പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. കണ്ടോ, പറഞ്ഞേ ഹല്ലേലൂയ. യേശു പറഞ്ഞ് വചനം ശ്രദ്ധിക്കാട്ടോ. യേശു പറഞ്ഞേ ഒരാളോട് എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ പിതാവ് മരിച്ചിട്ടുണ്ട്, പിതാവിനെ സംസ്കരിക്കാൻ പോകാമെന്ന് പറഞ്ഞു. യേശു പറഞ്ഞ മറുപടി കണ്ട, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. അതാണ് നമ്മുടെ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ ട്രെയിനിലായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് അറിയിപ്പ് കിട്ടുക, അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചുവെന്ന്. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ, പല മക്കളുണ്ടായിരുന്നു ഗാന്ധിജിക്ക്. നമ്മുടെ മഹാത്മാഗാന്ധിയുടെ കാര്യം പറയണേ, അദ്ദേഹത്തിൻ്റെ ഒരു മകൻ മരിക്കുകയാണ്. അതിൻ്റെ അറിയിപ്പ് ഗാന്ധിജിക്ക് കിട്ടുന്നത് ഗാന്ധിജി സമരവുമായി നടക്കുന്ന സമയം ട്രെയിനിലായിരിക്കുമ്പോഴാണ് ഈ അറിയിപ്പ് കിട്ടുക. അപ്പോൾ ഗാന്ധിജി പറഞ്ഞ മറുപടി എന്നെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്വാധീനിച്ചിട്ടുള്ളൊരു മറുപടിയാണ്. ആ ഗാന്ധിജി പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: മരിച്ചവരെ ഓർത്ത് ദുഃഖിക്കല്ല വേണ്ടത്, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പോരാടുകയാണ് വേണ്ടത്. അല്ലെ പറഞ്ഞു ഹല്ലേലൂയ. മരിച്ചവരെ ഓർത്ത് ദുഃഖിക്കല്ല വേണ്ടത്, മറിച്ച് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പോരാടുകയാണ് വേണ്ടത്. ഉദാഹരണങ്ങൾ നമുക്കിപ്പോൾ കാണാം കേട്ടോ. അല്ലെ പറഞ്ഞേ ഹല്ലേലൂയ. അതിനാൽ സഭയുടെ അംഗീകാരമില്ലാതെ മനുഷ്യൻ്റെ അവശിഷ്ടങ്ങൾ, മനുഷ്യാവശിഷ്ടങ്ങൾ വ്യക്തിപരമായ വസ്തുക്കളായി കൊണ്ടുപോവുകയോ പ്രദർശിപ്പിക്കുകയോ ചെയ്യരുത്. മനുഷ്യാവശിഷ്ടങ്ങൾ അനുചിതമായി കൈകാര്യം ചെയ്യുന്നത് പൈശാചിക പീഡനത്തിന് കാരണമാകുമെന്ന് കത്തോലിക്ക ഭൂതോച്ചാടകർ മുന്നറിയിപ്പ് നൽകുന്നു. കണ്ടോ, വലിയത് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി നമുക്ക് സാക്ഷ്യങ്ങൾ കേൾക്കാം. നമ്മൾ ആദ്യമായിട്ട് കഴിഞ്ഞ ശനിയാഴ്ച ഇവിടെ വന്ന ഒരു സഹോദരി ബാംഗ്ലൂരിൽ നിന്നാണ് വരിക. ഒരു ഉദ്യോഗസ്ഥയാണ്. ബാംഗ്ലൂരിൽ നിന്ന് വന്നൊരു മകള്. ആ മകളുടെ ഗംഭീര സാക്ഷ്യം നമുക്കൊന്ന് കേൾക്കാം. ആ മകൾ എന്ത് ചെയ്തു? ആ മകളുടെ വീട്ടിൽ ആ മകളുടെ അമ്മ താമസിക്കാൻ നാട്ടിൽ നിന്ന് വരികയാണ്. മകള് ആ അമ്മ നാട്ടിൽ ബാംഗ്ലൂർ രാവിലെ എത്തി. ഉച്ചയാകുമ്പോഴേക്കും അമ്മ പെട്ടെന്ന് മരിക്കുകയാണ്. എന്തോ ഇങ്ങനെയോ മരിച്ചു. അപ്പോൾ ഈ അമ്മയുടെ ഓർമ്മയ്ക്ക് ഇത് സംഭവിച്ചപ്പോൾ 2000-ലാണ് സംഭവിക്കുക. 2000-ലാണ് സംഭവിക്കുക. ഈ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് അമ്മയുടെ പല്ല് ഈ സഹോദരി, ഈ ഉദ്യോഗസ്ഥയായ സഹോദരി ഷോക്കേസിലെടുത്ത് വെച്ചിരിക്കുകയാണ്. കാണലേ എടുത്ത് വയ്ക്കുക. എല്ലാവരും കാണുന്ന വിധത്തിൽ, കാണാതെ എങ്ങനെയോ ഇതിലിപ്പോൾ പറയുന്നത് പെട്ടെന്ന് കാണുന്ന രീതിയിൽ ഞാൻ എടുത്തു വെച്ചു എന്നാണ് പറയുക. കാരണം അങ്ങോട്ട് എടുക്കുമ്പോഴൊക്കെ ഈ അമ്മയുടെ പല്ല് കാണുമ്പോൾ അമ്മയുടെ ചിരി എനിക്ക് ഓർമ്മ വരും എന്നാണ് ഈ ഉദ്യോഗസ്ഥയായ സഹോദരി പറയുക. അതുമൂലം 25 വർഷത്തോളം പല്ല് ശ്രദ്ധിക്കുക. അപ്പം എന്താ സംസാരം? ബഹളമായാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വാക്കേറ്റം. ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥ. ഇത് ഇവിടുത്തെ ഏൽറുഹ ശുശ്രൂഷ കണ്ടപ്പോൾ ഇങ്ങനെയുള്ള വസ്തുവിൽ ഒരു തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. സഭയുടെ അംഗീകാരമില്ലാതെ മരിച്ചുപോയ അമ്മയുടെ പല്ല് വീട്ടിൽ എടുത്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. കണ്ടോ, മനസ്സിലായോ? അതിലൂടെയാണ് ഈ തിന്മ വരുന്നതെന്ന് ഈ ചേച്ചിക്ക്, ഉദ്യോഗസ്ഥയ്ക്ക് മനസ്സിലായി. ആ ചേച്ചി നല്ല ബോധമുള്ള ചേച്ചി, അത് സംസാരിക്കുമ്പോൾ അറിയാം. അതിൻ്റെ വീഡിയോ കാണുമ്പോൾ കാണാം. ആ സഹോദരി അതെടുത്തുകൊണ്ട് നശിപ്പിച്ച് കളഞ്ഞോടുകൂടി പിന്നെയും വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കളഞ്ഞോടുകൂടി ആ ഒരു പ്രശ്നം, ഇവർ 25 വർഷമായിട്ടുള്ള കലഹം വീട്ടിൽ നിന്ന് അപ്രത്യക്ഷമായി. പുള്ളിത് പറഞ്ഞേ ഹല്ലേലൂയ. ഇതാണ് എത്രയോ വലിയ സാക്ഷ്യം, എത്രയോ വലിയ പൈശാചിക ബന്ധനാണ് വിട്ടുപോയത്. മനസ്സിലായോ? അങ്ങനെ ഒരു മഹാസാക്ഷി നമുക്കിപ്പോൾ കേൾക്കാം. എൻ്റെ പേര് ഗ്രേസി എബ്രാഹിം. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. എൻ്റെ അമ്മച്ചി
നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിൽ വന്നാണ് മരിക്കാനിടയായത് 2000 ആണ്ടിൽ. പിന്നെ മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മച്ചിയുടെ പല സാധനങ്ങളും വീട്ടിലുണ്ടായിരുന്നു. ബോഡി ഇവിടെ നിന്ന് നാട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി. പക്ഷെങ്കിൽ അപ്പോഴത്തെ വെപ്രാളവും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ആ വെപ്രാളത്തിൻ്റെ എല്ലാം സമയത്ത് അമ്മച്ചിയുടെ പല്ല്, കൊന്ത, വെന്തിങ്ങ, പിന്നെ കണ്ണാടി, പിന്നെ മറ്റു പല വസ്ത്രങ്ങളും എല്ലാം വീട്ടിൽ തന്നെ ഇരുന്നു. അപ്പോൾ ഈ പല്ല് വീട്ടിലുള്ളത് മ്യൂസിയത്തിലൊക്കെ സൂക്ഷിക്കുന്ന പോലെ സോപ്പ് ഡിഷിലിട്ടിട്ട് അമ്മച്ചിയുടെ ചിരിക്കുന്നത് എപ്പോഴും കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഷെൽഫിൽ തന്നെ വെച്ചു. ഇങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഒരു സമാധാനവും സന്തോഷവും ഇല്ലാത്ത ജീവിതമാണ് നയിച്ചു വന്നത്. പിന്നെ അമ്മച്ചി മരിച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ എനിക്ക് പെട്ടെന്നൊരു ആക്സിഡൻ്റ് ഉണ്ടായി. പിന്നെ ഹസ്ബൻഡിന് സുഖമില്ലായിരുന്നു. ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയായിരുന്നു. പിന്നെ രണ്ടാമതും എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. ഇങ്ങനെ പല പല കാരണങ്ങളാൽ ഞങ്ങൾ തമ്മിൽ ഭയങ്കരമായ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും വഴക്കും. വഴക്കെന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ടുള്ള വഴക്കേ ഉള്ളൂ. ഞാനും ഒന്നും വിട്ടുകൊടുക്കുകയില്ലായിരുന്നു. ചുമ്മാ എന്തിനാ ഇങ്ങനെയെല്ലാം പറയുന്നത് എന്ന് വിചാരിച്ച് ഞങ്ങൾ തമ്മിൽ പലപ്പോഴും വഴക്ക് കൂടും. പക്ഷെങ്കിൽ ഇങ്ങനെ വഴക്ക് കൂടി പിന്നെ ഒരു സമാധാനവും സന്തോഷവും ഇല്ലാത്ത ഒരു ജീവിതത്തിലൂടെ ഇങ്ങനെ കടന്നുപോയി. എന്നാൽ ഇപ്പോൾ ഈ 2025 റുഹയിലെ യൂട്യൂബ് ചാനലിൽ പലരും സാക്ഷ്യം പറഞ്ഞത് കേട്ട് എനിക്ക് ബോധ്യം വന്നു. ഇപ്പം മരിച്ചവരുടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് നന്നല്ല. പ്രത്യേകിച്ച് അവരൊക്കെ റെഗുലറായിട്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ സൂക്ഷിക്കുന്നത് നന്നല്ല. പിന്നെ ഒരാൾ ചാരുകസേര കത്തിച്ചിട്ട് വീട്ടിൽ വന്ന സമാധാനത്തെപ്പറ്റി സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ പല സാക്ഷ്യങ്ങളും എൽറൂഹയിലൂടെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധ്യം വന്നത് ഇങ്ങനെ മരിച്ചവരുടെ സാധനങ്ങൾ സൂക്ഷിക്കുന്നത് നന്നല്ല എന്ന്. അതുകൊണ്ട് ഞാൻ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന പല്ലാണ് മെയിനായിട്ട്. പിന്നെ എനിക്ക് പല്ല് കാണാൻ ഇഷ്ടമായിരുന്നു. അപ്പം മറ്റുള്ള സാധനങ്ങളും എല്ലാം കൊന്തയും വെന്തിങ്ങായും തുണികളും, പ്രത്യേകിച്ച് നേരിയത് വളരെ നന്നായിരുന്നു. ഒരു നേരിയത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതും എല്ലാം കരിച്ച് കളഞ്ഞു. നേരിയത് കളയാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. ഞാനും അത് ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാം കരിച്ച് കളഞ്ഞു. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ട്. അതുതന്നെയല്ല, എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം ശരിക്കും മനസ്സിലാക്കാൻ കൂടെ സാധിച്ചു. അതിനു മുമ്പേ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ 25 വർഷം മുമ്പുള്ള സംഭവമാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം നേരത്തെ മനസ്സിലാക്കാൻ ശരിക്കും സാധിച്ചിരുന്നില്ല. ഇപ്പോൾ ഇതിന് ശേഷം കൂടുതൽ മനസ്സിലാക്കിയതിന് ശേഷം അതിനൊത്ത് പ്രവർത്തിക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട്. 25 വർഷമായിട്ടുള്ള ഞങ്ങളുടെ വഴക്ക് മാറി ഇപ്പോൾ കുടുംബത്തിൽ കൂടുതൽ സമാധാനവും സന്തോഷമായിട്ട് കഴിയാൻ സാധിക്കുന്നു. കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം. നമ്മളൊരേ കണ്ടില്ലേ, ഇതാണ് ഒരു വലിയ സാക്ഷിയാണ്. ഇനി മറ്റൊരു സാക്ഷ്യം കേൾക്കാം. ആ കൊച്ച് മരിച്ചുപോയ കുട്ടിയുടെ വസ്തുക്കൾ എടുത്ത് സൂക്ഷിച്ച ഒരു സാക്ഷ്യം. 3-4 സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ആ സാക്ഷ്യത്തിലൂടെ തന്നെ അച്ഛൻ ഇവിടെ സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കണ്ടില്ലേ, ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാൻ നമുക്ക്. സഭയുടെ അംഗീകാരത്തിന് പുറത്ത് വീട്ടിൽ സൂക്ഷിക്കുന്ന ചാരം, അസ്ഥികൾ അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ എന്നിവ പിശാചിന് പ്രവേശിക്കാനുള്ളൊരു വാതിലായി പ്രവർത്തിക്കും. ശരീരഭാഗങ്ങൾ, പല്ലുകൾ, മുടി, ചാരം, മണ്ണ് എന്നിവ സൂക്ഷിക്കുന്നത് പലവിധ ബന്ധനങ്ങൾ കടന്നു വരാനും, അടുത്ത വാക്ക് ശ്രദ്ധിക്കുക, മരിച്ചയാളെ ദൈവത്തിന് സമർപ്പിക്കുന്നതിൽ നിന്ന് തടയാനും കാരണമായി തീരും. അതുകൊണ്ട് അനാരോഗ്യപരമായ അള്ളിപ്പിടുത്തം, അറ്റാച്ച്മെൻറ്റ് ഉണ്ടോ, ഇത് ആത്മീയ ഭൗതിക വളർച്ചയെ തടസ്സപ്പെടുത്തും. അതുകൊണ്ട് അത് ഒഴിവാക്കണം എന്നാണ് സഭ പഠിപ്പിക്കുക. വീണ്ടും അങ്ങനെ ഒരു അള്ളിപ്പിടുത്തം നമുക്ക് അടുത്ത് കാണാം. അങ്ങനെയുള്ള അറ്റാച്ച്മെൻറ്റ്, അള്ളിപ്പിടുത്തം. എൻ്റെ പേര് ഷിന്നി സിജോ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പുത്തഞ്ചിറ ഈസ്റ്റ് ഇടവകാംഗമാണ്. എനിക്ക് 3 മക്കളായിരുന്നു. കഴിഞ്ഞ ഡിസംബർ 20 എൻ്റെ മൂത്ത മകൻ 13 വയസ്സുള്ള അവനെ ഈശോയുടെ അരികിലേക്ക് തിരിച്ചു വിളിച്ചു. ഞാൻ വളരെയധികം നിരാശയോടുകൂടിയാണ് ഇവിടെ വന്നത്. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുമെങ്കിലും ഒരക്ഷരം ഞാൻ കുർബാനയിൽ പ്രാർത്ഥനകൾ ചൊല്ലുകയോ കുടുംബ പ്രാർത്ഥന ഒരു കടത്ത് കഴിക്കുന്ന പോലെയൊക്കെയാണ് ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നത്. കുർബാന സങ്കടം കാരണം കരഞ്ഞുകൊണ്ടും തൊണ്ടയിൽ നിന്ന് ഒരു ശബ്ദം പോലും പുറത്തു വരാത്ത രീതിയിലുമാണ് ഞാൻ സംബന്ധിച്ചുകൊണ്ടിരുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരം റാഫേലച്ചൻ ഇവിടെ ജീനയ്ക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ജീന മരിച്ച അപ്പൻ്റെ കസേര എടുത്തു വെച്ചിരുന്നു വീട്ടിൽ. അതെടുത്ത് മാറ്റിയപ്പോൾ അവൾക്കുണ്ടായിരുന്ന ദുഃഖം മാറിപ്പോയതായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിലാലോചിച്ചു, എന്ത് ഒരു ലോജിക്കും ഇല്ലാത്തൊരു കാര്യമാണല്ലോ പറയുന്നത്. മരിച്ച ഒരാളുടെ സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് എന്ത്
എന്തിനാണ് ഉണ്ടാവാമെന്ന് ഞാൻ ഇങ്ങനെ മനസ്സിലാലോചിച്ചു. ഇതിലെന്തെങ്കിലും ഒരു അടിസ്ഥാനം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനൊരു തെളിവ് തരണമെന്ന് പറഞ്ഞു. അന്നത്തെ കുർബാനയിലാണെങ്കിലും ഞാൻ വളരെയധികം കരഞ്ഞിട്ട് തന്നെയാണ് സംബന്ധിച്ചത്. ഒരക്ഷരം പോലും ഞാൻ ചൊല്ലിയില്ല. പിറ്റേ ദിവസം ചൊവ്വാഴ്ച വൈകുന്നേരം ആരാധനയുടെ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു, മകൻ മരിച്ചിട്ട് അവൻ്റെ ടോയ്സും ഡ്രസ്സുകളും എടുത്തു വെച്ചിരിക്കുന്ന ഒരു മോളെ കാണിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അച്ഛനെ വന്ന് കാണാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ മാത്രം അറിയുന്ന ഒരു കാര്യം, ഇവിടെ ഇരുന്ന് അച്ഛൻ എങ്ങനെ അറിഞ്ഞു എന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം ഈശോ തന്നെയാണ്. ഞാനത് കഴിഞ്ഞപ്പോൾ സങ്കീർത്തിയിൽ പോയി അച്ഛനെ കണ്ടു. വളരെയധികം സങ്കടത്തോടു കൂടി തന്നെ കരഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് നിന്നത്. അച്ഛൻ എന്നോട് പറഞ്ഞു എല്ലാ സാധനങ്ങളും കത്തിച്ച് കളയുക, ടോയ്സ് എല്ലാം കളയാൻ പറഞ്ഞു കൊടുത്ത്. അച്ഛൻ എന്നെ ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാനതെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായി. അത് കഴിഞ്ഞ് ആരാധനയുടെ സമയത്ത് എല്ലാം വിട്ടുകൊടുത്ത് ഞാൻ ഈശോയുടെ ഹിതം എങ്ങനെയാണോ അതുപോലെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിക്ക് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ ഒരു സ്വസ്ഥതയും അവൻ്റെ മരണത്തിന് ശേഷം ഉണ്ടായിരുന്നില്ല. മകളെ കൊണ്ട് ഏത് നേരം ഹോസ്പിറ്റലിൽ കൊണ്ട് നടക്കാനായിരുന്നു എനിക്ക് ഇതുണ്ടായിരുന്നു. കഴിഞ്ഞ ധ്യാനത്തിന് വരണേൻ്റെ തലേ വ്യാഴാഴ്ച വരെ ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. പിന്നെ അത് ധ്യാനത്തിന് വരുന്നതിനുള്ള തടസ്സമായിരുന്നു അത്. പക്ഷേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ധ്യാനത്തിന് വരാൻ പറ്റുമെന്ന്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ആരാധനയുടെ സമയത്ത് ഞാൻ എൻ്റെ കൺമുമ്പിൽ ഈശോയുടെ കൂടെ എൻ്റെ മകൻ ഇരിക്കുന്നതായിട്ടാണ് കണ്ടത്. ഈശോ ആണ് അവനെ കൊണ്ടുപോയത്, നീ ദുഃഖിക്കൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ദുഃഖങ്ങളും സങ്കടങ്ങളും ഈശോ എടുത്തു മാറ്റി. 61 ദിവസത്തിന് ശേഷം ഞാൻ കുർബാനയിൽ സജീവമായിട്ട് കരയാതെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ പങ്കെടുത്തത്. ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ ഈശോയ്ക്ക് നന്ദി പറയുന്നു. കരങ്ങളടിച്ച് നന്ദി പറയാം. കണ്ടില്ലേ ആ മകള്, ഞാനിപ്പോൾ ഓർക്കാണ് ആ സംഭവം ഓർക്കാണ്. ആ മകള് ഇവിടെ താമസമുള്ള ധ്യാനത്തിന് വന്ന് അച്ഛൻ വിളിച്ച് പറഞ്ഞത്, കുഞ്ഞ് മരിച്ചുപോയി, കുഞ്ഞിൻ്റെ ഓർമ്മയ്ക്കായി ടോയ്സും മറ്റ് സാധനങ്ങളൊക്കെ ഒരു സൂട്ട് കേസിലാക്കി ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന ഒരാളെ കാണിക്കുന്നു. ആ വ്യക്തി അച്ഛനെ വന്ന് കാണാനായിട്ട് പറയുക. അപ്പോഴാണ് ഈ സഹോദരി ഓടി വരിക. ഈ സഹോദരിക്ക് 3 മക്കളാണെന്ന് പറഞ്ഞ് കേട്ടോ. ഈ സഹോദരി, ഈ കൊച്ച് മരിച്ചു പോയില്ലേ, കൊച്ച് 13 വയസ്സുള്ള കൊച്ചാന്ന് തോന്നുന്നു, മരിച്ചുപോയി. ആ കൊച്ചിൻ്റെ ഓർത്ത് കരഞ്ഞ് 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 ഇങ്ങനെ എപ്പോഴും കരയിൽ തന്നെ കരയിൽ ഇങ്ങനെ ബെഡുമ്മ കിടക്കുക. വേറെ 2 ജീവിച്ചിരിക്കുന്നുണ്ട് കേട്ടോ, വേറെ 2 കുട്ടികൾ ജീവിച്ചിരിക്കുന്നുണ്ട്, അവറ്റികളെ നോക്കണില്ല. മരിച്ചതിനും ഓർത്ത് ഇങ്ങനെ കരഞ്ഞ് 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 ജീവിതം കൂടി. അതുകൊണ്ട് ആ ചേച്ചി പറഞ്ഞു കേട്ടില്ലേ, എന്നും കുട്ടികൾക്ക് രോഗങ്ങളാണ്. ഒരാളെ കഴിഞ്ഞ് ഒരാളെ എപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകില്ല, ഒരാൾ കഴിഞ്ഞ് ഒരാളെ എപ്പോഴും ഹോസ്പിറ്റലിൽ പോക്ക്. കണ്ടോ, ജീവിച്ചിരിക്കുന്നവരെ ശ്രദ്ധിക്കുന്നില്ല കേട്ടാ. മരിച്ച ആളെ ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ മരിച്ച ആൾ തിരിച്ചു വരും. മരിച്ചവർ വിശ്രമിക്കുന്നതോടൊപ്പം തന്നെ അവരെ പറ്റിയുള്ള ഓർമ്മകൾ വിശ്രമിക്കട്ടെ എന്നല്ലേ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക. മരിച്ചവർ വിശ്രമിക്കുന്നതോടൊപ്പം തന്നെ അവരെ പറ്റിയുള്ള ഓർമ്മകൾ വിശ്രമിക്കട്ടെ. മരിച്ച ആൾ ഒരിക്കലും തിരിച്ചു വരില്ല, മനസ്സിലായോ? ഇത് മരിച്ച ആളെ പോലത്തെ കരഞ്ഞ് 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 ജീവിച്ചിരിക്കുന്നവർ 2 വേറെ കുറ്റങ്ങളുണ്ട്, അവറ്റികളെ ശ്രദ്ധിക്കണേ ഇല്ല. അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത്, മരിച്ചവരെ പോലത്തെ ദുഃഖിക്കല്ല, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പോരാട്. എന്നല്ലെങ്കിൽ നാളെ നമ്മളൊരു ദിവസം മരിക്കും. ക്ലിങ്ങിങ് കണ്ടോ, മരിച്ച ആളോടുള്ള വിട്ടുകൊടുക്കുന്നില്ല. അവസാനം ആ സഹോദരി പറഞ്ഞ സമയത്ത് അങ്ങോട്ട് വിട്ടുകൊടുത്തപ്പോൾ അവൾക്ക് ദർശനം വരാണ്. ഈ കുഞ്ഞ് ഈശോയുടെ കൂടി ഇരിക്കുന്നതായ ഒരു ദർശനം കണ്ടു. അതോടുകൂടി ആ മനസ്സിൻ്റെ ഭാരമൊക്കെ വിട്ടുപോയി എന്ന് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. വലിയത് പറഞ്ഞേ ഹല്ലേലൂയ. ചിലയോ അതാണ് പറയുക, വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക. ഒരുപാട് ഉദാഹരണം നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. അതിലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം, യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 11 മുതലുള്ള തിരുവചനം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോട്ടെ. ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. യേശു ആദ്യമായി മരിച്ചതിന് ശേഷം യേശു ഉത്ഥാനം ചെയ്തിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് ആർക്കാണ് പറയാമായിരിക്കെങ്കിലും? മഗ്ദലേന മറിയത്തിനാണ് ഈശോ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുക. യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് കണ്ടോ, യേശു മഗ്ദലേന മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നു. യോഹന്നാൻ 20:11. മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞ് കല്ലറയിലേക്ക് നോക്കി. വെള്ള വസ്ത്രം ധരിച്ച 2 ദൂതന്മാർ യേശുവിൻ്റെ ശരീരം വെച്ചിരുന്നിടത്ത് ഒരുവൻ തലയ്ക്കിലും ഇതനൻ കാൽക്കലുമായി ഇരിക്കുന്നത് അവൾ കണ്ടു. അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? കണ്ടോ, അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. അവർ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. എന്നാൽ അത് യേശു ആണെന്ന് അവൾക്ക് മനസ്സിലായില്ല. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു, പ്രഭോ, അങ്ങ് അവനെ എടുത്തു കൊണ്ടുപോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക.
ഞാൻ അവനെ എടുത്തു കൊണ്ടുപോയിക്കൊള്ളാം. യേശു അവളെ വിളിച്ചു മറിയം. അവൾ തിരിഞ്ഞ് റബ്ബോനി എന്ന് ഹെബ്രായ ഭാഷയിൽ വിളിച്ചു, ഗുരു എന്നർത്ഥം. യേശു പറഞ്ഞു, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക, എന്തെന്നാൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് ഇനി ഇതുവരെയും കയറിയിട്ടില്ല. കേട്ടോ, പറഞ്ഞേ ഹല്ലേലൂയ. ഉണ്ടോ? നിങ്ങൾക്ക് വലുത് മനസ്സിലായോ? മരിച്ചുപോയ കർത്താവ് ഉത്ഥാനം ചെയ്ത് മഗ്ദലേന മറിയത്തിന് പ്രത്യക്ഷപ്പെടുകയാണ്. മഗ്ദലേന മറിയത്തിന് അത് യേശുവാണെന്ന് മനസ്സിലായില്ല, തോട്ടക്കാരനാണെന്നാണ് കരുതിയത്. ഓടിച്ചെന്ന് യേശുവിനെ കണ്ടിട്ട് തോട്ടക്കാരനാണെന്ന് കരുതി പറയാണ്, ഈ യേശുവിനെ ഇന്നലെ മിഞ്ഞാന്ന് ഇവിടെ കുഴിച്ചിട്ടത് കാണാനില്ല. ഈ യേശുവിൻ്റെ ശരീരം നീ എടുത്തു കൊണ്ടുപോയ, ഈശോയുടെ ശരീരം എടുത്തു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് തരിക, ഞാനത് കൊണ്ടുപോയിക്കോളാം. ശ്രദ്ധിക്കാം, മരിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞു. ശരീരം ശരിക്കും തീർച്ചയായിട്ടും സാധാരണ രീതിയിൽ ചീഞ്ഞളിഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ ചീഞ്ഞളിഞ്ഞ ശരീരം മഗ്ദലേന മറിയം പറയുകയാണ്, എനിക്ക് തരിക, ആ ചീഞ്ഞളിഞ്ഞ ശരീരം ഞാൻ എടുത്തു കൊണ്ടുപോയിക്കൊള്ളാം. ഉണ്ടോ? മഗ്ദലേന മറിയത്തിന് യേശുവിനോട് അത്രമാത്രം ഒരു ക്ലിങ്ങിങ് ആണ്, ക്ലിങ്ങിങ്, അത്രയ്ക്ക് അറ്റാച്ച്മെൻറ്റ്, ക്ലിങ്ങിങ്, അള്ളിപ്പിടുത്തം. കണ്ടില്ലേ വചനം? യോഹന്നാൻ 20:1, ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലേന മറിയം ശവകുടീരത്തിലേക്ക് വന്നു. ശ്രദ്ധിക്കണം, ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധ കന്യാമറിയം യേശുവിൻ്റെ കല്ലറയിലേക്ക് വന്നു. അങ്ങനെ എഴുതിയിട്ടില്ല. പത്രോസും ശിഷ്യന്മാരും യേശുവിൻ്റെ കല്ലറയിലേക്ക് അതിരാവിലെ തന്നെ വന്നു, അതല്ല എഴുതിയിരിക്കണേ. ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ ആരാണ് ആദ്യമായിട്ട് ശവകുടീരത്തിൻ്റെ അവിടേക്ക് വന്നത്? മഗ്ദലേന മറിയം. അതായത് മഗ്ദലേന മറിയത്തിന് യേശു എന്ന് വെച്ചാൽ ഭയങ്കര ക്ലിങ്ങിങ് ആണ്, അറ്റാച്ച്മെൻ്റ് ആണ്, ഭയങ്കര പൊസസീവ്നെസ് ആണ്, വിട്ടുകൊടുക്കുന്നില്ല. ഈ മരിച്ച ആളെ അങ്ങോട്ട് ദൈവത്തിന് സമർപ്പിക്കുന്നില്ല. അതുകൊണ്ട് യേശു ദൈവം പ്രത്യക്ഷപ്പെട്ട് വന്നു കേട്ടില്ലേ? യേശു അവളെ വിളിച്ചു മറിയം. അവൾ തിരിഞ്ഞ് റബ്ബോനി എന്ന് ഹെബ്രായ ഭാഷയിൽ വിളിച്ചു, ഗുരു എന്നർത്ഥം. യേശു പറഞ്ഞു, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക, എന്തെന്നാൽ ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. അവളെ പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? മഗ്ദലേന മറിയത്തിന് യേശുവിനോടുള്ള ഈ ക്ലിങ്ങിങ്, ഈ ഒരു അറ്റാച്ച്മെൻറ്റ്, ഈ ഒരു അള്ളിപ്പിടുത്തം, ഈ പൊസസീവ്നെസ് യേശുവിന് പിതാവിൻ്റെ അടുത്തേക്ക് പ്രവേശിക്കാൻ ഒരു തടസ്സമായി നിൽക്കുകയാണ്. ഇപ്പം നമ്മുടെയൊക്കെ ചില ക്ലിങ്ങിങ്, അള്ളിപ്പിടുത്തം, പൊസസീവ്നെസ് നമുക്ക് ചില മക്കൾക്ക് ദൈവവിളി സ്വീകരിക്കാൻ തടസ്സം നിൽക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തി, മകനോ മകളോ ഇവിടെ വന്നിട്ടുണ്ട്. ആ വ്യക്തി വീട്ടിൽ വേറെ ആൾക്കാരുണ്ടായിരിക്കാം, പക്ഷെ ഇവിടെ വന്നവരിൽ ഒരാൾ അതിശക്തമായ ദൈവവിളിയുള്ള ഒരാളുണ്ട്, മകനോ മകളോ. എന്തുകൊണ്ട് നീ ദൈവവിളിക്ക് പോകുന്നില്ല? ഒരു പക്ഷേ ക്ലിങ്ങിങ് ആയിരിക്കാം. എന്തുകൊണ്ടാണ് മക്കൾ ദൈവം വിളിക്കുന്നുണ്ട്, പക്ഷേ കുറേ പേര് ദൈവവിളി സ്വീകരിക്കുന്നില്ല, അച്ഛനാവനോ സിസ്റ്ററാവനോ പോകുന്നില്ല? എന്തുകൊണ്ടായിരിക്കും? അതിന് 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഈ ലോക ജഡസുഖമോഹങ്ങളോടുള്ള താല്പര്യം. ഓക്കെ, വിവാഹം, ഭാര്യ, ഭർത്താവ്, കുടുംബജീവിതം, സെക്സ്, സമ്പത്ത്, ഈ ലോക ജഡസുഖമോഹങ്ങൾ. രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാരണം മക്കൾക്ക് മാതാപിതാക്കളോടുള്ള ഈ ക്ലിങ്ങിങ് ആണ്, അറ്റാച്ച്മെൻ്റ് ആണ്, ഈ അള്ളിപ്പിടുത്താണ്. അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ക്ലിങ്ങിങ് ആണ്, അറ്റാച്ച്മെൻ്റ് ആണ്, അള്ളിപ്പിടുത്താണ്. എൻ്റെയാണ്, ദൈവത്തിൻ്റെ അല്ല, എൻ്റെ കുഞ്ഞ്, എൻ്റെ മോൻ, എൻ്റെ ഉണ്ടോ? ക്ലിങ്ങിങ്, വിട്ടുകൊടുക്കില്ല. അവരെപ്പോഴും ഉണ്ടാവണം, മനസ്സിലായോ? ദൈവത്തിന് സമർപ്പിക്കില്ല. എന്നാൽ പരിശുദ്ധ അമ്മ അങ്ങനെയല്ല. പരിശുദ്ധ അമ്മയെ ഈശോയെ കൊണ്ടുവന്ന് സമർപ്പിക്കുകയാണ്, പിതാവിൻ്റെ കയ്യിൽ സമർപ്പിക്കുകയാണ്. കണ്ടോ? പരിശുദ്ധ അമ്മ അതിരാവിലെ തന്നെ കല്ലറയിലേക്ക് വന്നതായിട്ട് അവിടെ എഴുതി വെച്ചിട്ടില്ല, ശിഷ്യന്മാരായിട്ട് വന്നതായിട്ട് എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് മഗ്ദലേന മറിയമാണ് മഗ്ദലേന മറിയം പറയുക, ആ ബോഡി എനിക്ക് ഞാൻ ആ ശവം കൊണ്ടുപോയിക്കോളാമെന്ന്. ശവം ഞാൻ എടുത്ത് കൊണ്ടുപോക്കാം. കണ്ടോ? ആ ഒരു രീതിയിൽ പെട്ടതാണ് മരിച്ചാളുടെ പല്ല്, മരിച്ചാളുടെ മുടി, മരിച്ചാളുടെ അസ്ഥി, മരിച്ചാളുടെ ശരീരഭാഗങ്ങൾ ഓരോന്ന് സഭയുടെ അനുവാദമില്ലാതെ വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നവർ ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇവർക്ക് ക്ലിങ്ങിങ് ആണ് ആ വ്യക്തിയുടെ. ഇപ്പോൾ ഈ കൊച്ചുണ്ടല്ലോ, ഈ സാക്ഷ്യം വന്ന സഹോദരി, ആ മരിച്ചുപോയ കൊച്ചിൻ്റെ മാസ്ക് അടക്കെടുത്ത് വെച്ചിരിക്കുകയാണ്. മരിച്ചുപോയ കുഞ്ഞിൻ്റെ മാസ്ക് അതുപോലും ഈ ചേച്ചി പെട്ടിയിൽ അടച്ച് ഭദ്രായി വെച്ച് കരച്ചിൽ. വേറെ 2 പേര് ജീവിച്ചിരിക്കുന്ന ആ ഭാഗത്ത് ശ്രദ്ധിക്കുന്നേ ഇല്ല. ഉണ്ടോ? മനസ്സിലായോ? ഇത് സഭ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അതാണ് ഈശോ പറയാണ്, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക, ഞാൻ ഇനിയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല,
സ്നേഹം ഒരു തടസ്സമായി തീരരുത്. ദൈവത്തെ അന്വേഷിക്കാനും ദൈവത്തെ കണ്ടെത്താനും ദൈവവിളി തിരഞ്ഞെടുക്കാനും പ്രാർത്ഥിക്കാനും സുവിശേഷ വേല ചെയ്യാനും നമ്മുടെ സ്നേഹം, ഒരാളോടുള്ള നമ്മുടെ അമിതമായ സ്നേഹം ഒരിക്കലും തടസ്സമായി നിൽക്കരുത്. അത് യഥാർത്ഥ സ്നേഹമല്ലത്. അതാണ് വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാൻ പറഞ്ഞു കണ്ടില്ലേ, ദൈവത്തിന് വേണ്ടി മാത്രമുള്ളതല്ലാത്ത ഏതൊരു ബന്ധം ചങ്ങലയാണത്, ബന്ധനാണത്. അത് സ്വർണം കൊണ്ടാണെങ്കിൽ പോലും ചിലർ ചോദിക്കുന്ന ചോദ്യം, അച്ഛപ്പോൾ ഈ മരിച്ച ആളുടെ സ്വർണ്ണം എന്ത് ചെയ്യണം? മരിച്ച ആളുടെ സ്വർണ്ണം മാറ്റിയെടുക്കണം. മനസ്സിലായോ? അത് നെഗറ്റീവ് ദുഷ്ട സ്വാധീനം ഉണ്ടെന്ന് തോന്നാണെങ്കിൽ അത് മാറ്റിയെടുക്കുക. മനസ്സിലായോ? അനാരോഗ്യകരമായ അള്ളിപ്പിടുത്തം ഭൂമിയിലോ ശുദ്ധീകരണ സ്ഥലത്തോ വെച്ച് ശുദ്ധീകരിക്കണമെന്ന് കത്തോലിക്ക സഭയുടെ പഠിപ്പിക്കൽ ഊന്നിപ്പറയുക. ഏതെങ്കിലും വ്യക്തികളോടോ ആലോചിച്ച് നോക്കുക. ചിലപ്പോൾ ഭർത്താവിനോടാണ് അള്ളിപ്പിടുത്തം, ഭാര്യയോടാണ് അള്ളിപ്പിടുത്തം, അല്ലെങ്കിൽ മക്കളോടാണ്, മാതാപിതാക്കളോടാണ്, ഏതെങ്കിലും ചില വസ്തുക്കളോടാണ് അള്ളിപ്പിടുത്തം. ഇത് അനാരോഗ്യകരമായ അള്ളിപ്പിടുത്തം. ഭൂമിയിൽ നീ അത് ശുദ്ധീകരിക്കുന്നില്ലെങ്കിൽ മരിച്ചു പോയിട്ട് ശുദ്ധീകരണ സ്ഥലത്ത് പോയി ശുദ്ധീകരിക്കേണ്ടതായിട്ട് വരും. എവിടെയെങ്കിലും ശുദ്ധീകരിക്കണം, അല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല എന്നാണ് കത്തോലിക്ക സഭയുടെ പഠിപ്പിക്കൽ നമ്മെ ഊന്നി പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. വലിയ പറഞ്ഞ് ഹല്ലേലൂയ. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ വായിച്ച് കേൾപ്പിക്കാം. വീണ്ടും ശരീരഭാഗങ്ങൾ, പല്ലുകൾ, മുടി, ചാരം, മണ്ണ് എന്നിവ സൂക്ഷിക്കുന്നത് പലവിധ ബന്ധനങ്ങൾ കടന്നു വരാനും, അടുത്ത വാക്ക് ശ്രദ്ധിക്കുക, മരിച്ചയാളെ ദൈവത്തിന് സമർപ്പിക്കുന്നതിൽ നിന്ന് തടയാനും കാരണമായിട്ട്. യേശു പറഞ്ഞില്ലേ, മഗ്ദലേന മറിയം നീ എന്നെ തടയരുത്. മഗ്ദലേന മറിയൻ്റെ ഓവർ അറ്റാച്ച്മെൻ്റാണ്. യേശുവിന് വിട്ടുകൊടുക്കുന്നില്ല, മരിച്ച ആളാണ് വിട്ടുകൊടുക്കേണ്ടത്. പിടിച്ചു വച്ചിരിക്കുകയാണ്. എന്ത് ചെയ്താൽ വിട്ടുകൊടുക്കില്ല ആത്മാവിനെ. അത് നമുക്ക് പല ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ കൊണ്ടുവരുമെന്ന് സഭ പഠിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വലിയ പറഞ്ഞ് ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കാണുന്ന മറ്റൊരു മേഖലയാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സാമുവേലിൻ്റെ പുസ്തകത്തിന് മറ്റുണ്ട്. നോക്കട്ടെ, സാമുവേലിൻ്റെ പുസ്തകം 2-ാം പുസ്തകം 2 സാമുവേൽ 12-ാം അധ്യായം. അവിടെ നമ്മുടെ ദാവീദ് രാജാവിന് ഒരു സംഭവം ഉണ്ടാവുകയാണ്. ദാവീദ് രാജാവിന് ബേത്ശബയിലുണ്ടായ കൊച്ചു മരിക്കുകയാണ്. മരിക്കുന്നതിന് മുമ്പ് രോഗിയായി കിടക്കുകയാണ്. അച്ഛൻ വായിച്ചെന്ന് കേൾപ്പിക്കുക തരാം, ശ്രദ്ധിച്ചു കേട്ടോ. നാഥാൻ വീട്ടിലേക്ക് മടങ്ങി. ഊറിയായുടെ ഭാര്യ പ്രസവിച്ച ദാവീദിൻ്റെ കുഞ്ഞിന് കർത്താവിൻ്റെ പ്രഹരമേറ്റു. കണ്ടോ, കുഞ്ഞിന് കർത്താവിൻ്റെ പ്രഹരമേറ്റു. ആ കുഞ്ഞിന് രോഗം പിടിപെട്ടു. കുഞ്ഞിന് വേണ്ടി ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതായത് ശ്രദ്ധിക്കുക, കുഞ്ഞിന് രോഗമാണ്. ആ കുഞ്ഞിന് സൗഖ്യം കിട്ടാൻ വേണ്ടി ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൻ ഉപവസിച്ചു. രാത്രി മുഴുവൻ മുറിയിൽ നിലത്ത് കിടന്നു. കൊട്ടാരത്തിലെ ശ്രേഷ്ഠന്മാർ അവനെ നിലത്ത് നിന്ന് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. അവൻ അത് കൂട്ടാക്കിയില്ല. അവരോടൊത്ത് ഭക്ഷണം കഴിച്ചില്ല. 7-ാം ദിവസം കുഞ്ഞ് മരിച്ചു. ദാവീദിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല, കുഞ്ഞ് മരിച്ചു. ദാവീദിനോട് വിവരം പറയാൻ സേവകന്മാർ ഭയപ്പെട്ടു. കണ്ടോ, അവർ തമ്മിൽ പറഞ്ഞു, കുഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ പോലും നാം പറഞ്ഞത് അവൻ ശ്രദ്ധിച്ചില്ല. കുഞ്ഞ് മരിച്ചു എന്ന് നാം എങ്ങനെ അദ്ദേഹത്തെ അറിയിക്കും? അവൻ വല്ല സാഹസവും കാണിക്കും. ഇവർക്ക് പേടി. കുഞ്ഞ് രോഗിയായിരുന്ന സമയത്ത് ദാവീദ് ഭയങ്കര കരച്ചിലും ബഹളവും ഉപവാസവും ആരെയും പറഞ്ഞാൽ കൂട്ടാക്കൂല ഒരു പ്രത്യേക സ്വഭാവികയായിരുന്നു. അതുപോലെ സങ്കടത്തിലായിരുന്നു ദാവീദ് എപ്പോൾ കുഞ്ഞ് രോഗിയായിരുന്ന സമയത്ത്. പക്ഷെ കുഞ്ഞ് മരിച്ചു. ഈ മരിച്ച വിവരം ദാവീദിനെ അറിയിക്കാൻ ഈ ഭൃത്യന്മാർ പേടിക്കുകയാണ്. കാരണം കുഞ്ഞ് രോഗിയായിരുന്നപ്പോൾ ഇതുപോലെ സങ്കടപ്പെട്ട ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ എന്ത് സാഹസമായിരിക്കും കാണിക്കുക? ഇതായിരുന്നു അവർക്ക് പേടി. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. ഇനി എന്ത് സംഭവിച്ചു? അതേ കണ്ടില്ലേ, സേവകന്മാർ അടക്കം പറയുന്നത് കണ്ടപ്പോൾ കുഞ്ഞു മരിച്ചു എന്ന് ദാവീദിന് മനസ്സിലായി. കണ്ടോ, ഇവരിങ്ങനെ എന്തൊക്കെ പറയുന്നത് കേട്ടപ്പേ ദാവീദിന് മനസ്സിലായി കുഞ്ഞു മരിച്ചു എന്ന്. കുഞ്ഞു മരിച്ചോ? അവൻ ചോദിച്ചു. ഉവ്വ്, കുട്ടി മരിച്ചു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ദാവീദ് തറയിൽ നിന്ന് എഴുന്നേറ്റ് കുളിച്ച് തൈലം പൂശി വസ്ത്രം മാറി ദേവാലയത്തിൽ ചെന്ന് ദൈവത്തെ ആരാധിച്ചു. കൊട്ടാരത്തിൽ തിരിച്ചെത്തി ഭക്ഷണം ചോദിച്ചു വാങ്ങി. അവർ വിളമ്പി, അവൻ ഭക്ഷിച്ചു. ദാവീദിൻ്റെ ദാസന്മാർ ചോദിച്ചു, ഈ ചെയ്തതെന്ത്? കുഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ അങ്ങ് ഉപവസിച്ചു, അങ്ങ് കരഞ്ഞു. എന്നാൽ കുട്ടി മരിച്ചപ്പോഴാകട്ടെ അങ്ങ് എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുന്നു, ഭക്ഷിച്ചിരിക്കുന്നു. കുഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ അപ്പോൾ അതേ മറുപടി പറയാണ് കേട്ടോ. അപ്പോൾ ദാവീദ് മറുപടി പറയാണ്, കുഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ഉപവസിച്ചു, കരഞ്ഞു. ശരി തന്നെ, കർത്താവ് കൃപ തോന്നി കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചെങ്കിലോ എന്ന് ഞാൻ കരുതി. എന്നാൽ ഇപ്പോൾ അവൻ മരിച്ചിരിക്കുന്നു. ഇനി ഞാൻ ഉപവസിക്കുന്നത് എന്തിന്? കുഞ്ഞിനെ എനിക്ക് വീണ്ടും ജീവിപ്പിക്കാനാവുമോ?
ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെല്ലുകയല്ലാതെ അവൻ എൻ്റെ അടുക്കിലേക്ക് വരികയില്ല. കണ്ടോ, വലിയ പറഞ്ഞ് ഹാലേലുയാ. നിങ്ങൾ ആരെങ്കിലും ഈ വചനം ശ്രദ്ധിക്കുന്നുണ്ടോ? ദാവീദ് പറഞ്ഞു കേട്ടോ. ദാവീദ് പറയുകയാണ്, ഇയാൾ രോഗിയായി കിടന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, ഒരു പക്ഷേ ദൈവം സൗഖ്യപ്പെടുത്തി അയാളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുമായിരുന്നു. പക്ഷെ പ്രാർത്ഥിച്ചെങ്കിലും ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല, കുട്ടി മരിച്ചു. ഇനി കുട്ടി മരിച്ചതിന് ശേഷം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? കുട്ടി മരിച്ചു കഴിഞ്ഞു. ഇനി ആളൊരിക്കലും അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എളുപ്പമല്ല, സാധ്യമല്ല. അത് പറയുക, കുട്ടി മരിച്ചു, ഇനി ആ കുട്ടീനെ എനിക്ക് ജീവിപ്പിക്കാൻ പറ്റുമോ? ഞാൻ വേണമെങ്കിൽ മരിച്ച് ആ കുട്ടീൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റും, വേണമെങ്കിൽ എനിക്ക് മരിച്ചിട്ട് ആ കുട്ടീൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റും. പക്ഷെ ആ കുട്ടിക്ക് വീണ്ടും ഈ ഭൂമിയിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ പറ്റില്ല, ദാവീദ് രാജാവ് പറയുക. അപ്പം മരിച്ചവരെ ഓർത്തുള്ള ഒരു പരിധി വിട്ടിട്ടുള്ള ബഹളവും കരച്ചിലും അനാവശ്യ അള്ളിപ്പിടുത്തങ്ങളും അതൊരുപാട് തടസ്സം കൊണ്ടുവരുന്ന പരിശുദ്ധാത്മാവ് വ്യക്തമായി സഭാ പഠിപ്പിക്കലിലൂടെ വെളിപ്പെടുത്തുകയാണ് കേട്ടോ. നമുക്ക് മറ്റൊരു സാക്ഷിയ സമയം കേൾക്കാം. എൻ്റെ പേര് സിസ്റ്റർ ലിസ് മാത്യു, വയനാട്ടിൽ നിന്ന് വരുന്നു. എൻ്റെ അമ്മ മരിച്ചിട്ടൊരു 2.5 മാസമായിരുന്നു. അതിനെ തുടർന്ന് എനിക്ക് അഗാധമായ ദുഃഖം, അതായത് നമുക്കറിയാം ദിവസങ്ങൾ ചെല്ലുന്തോറും ദുഃഖം കുറഞ്ഞു വരികയാണ് ചെയ്തത്. ഞാനൊരു ഡോക്ടർ സിസ്റ്ററും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സൈക്കാട്രിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് രോഗികളെ കാണുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ രോഗികൾ അവരുടെ വേദനകൾ വന്ന് പറയുമ്പം എനിക്ക് അവരെക്കാളും വേഗത്തിൽ കരച്ചിൽ വരാൻ തുടങ്ങി. അതുപോലെ തന്നെ എനർജി ഭയങ്കര ലോ ആകാൻ തുടങ്ങി. ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ആരോട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര വൈബ്രൻ്റ് ആക്റ്റീവായിരുന്ന ഞാൻ ഭയങ്കരമായിട്ട് ഡൗണായി. അപ്പോൾ എൻ്റെ രോഗികൾ തന്നെ ചോദിക്കാൻ തുടങ്ങി, ഡോക്ടറിന് എന്താ പറ്റിയേ, പഴയ ഡോക്ടർ അല്ലല്ലോ എന്ന്. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. അതുപോലെ തന്നെ എനിക്ക് അമ്മ എന്ന വാക്ക് അത് ഞാനല്ല വേറെ ആര് പറഞ്ഞാലും, അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ ജപമാല ചെല്ലുമ്പോൾ അല്ലെ പരിശുദ്ധ അമ്മയുടെ പാട്ട് കേൾക്കുമ്പോൾ പോലും കൂടി, അതുപോലെ എൻ്റെ അമ്മയുടെ പ്രായമുള്ളവരെ കാണുമ്പം, അതുപോലെ എൻ്റെ അമ്മയെക്കുറിച്ചുള്ള പാസ്റ്റ് മെമ്മറീസ് നമ്മളിങ്ങനെ മനസ്സിലേക്ക് വരുമല്ലോ. അത് കഴിയുമ്പോൾ പെടപെടാന്ന് കരച്ചിൽ വരും. നമുക്ക് ആർക്കും നിർത്താൻ പറ്റില്ല, ആരാണ് അരികിലുള്ളത്. പലപ്പോഴും എനിക്ക് പേഷ്യൻറ്റിൻ്റെ മുമ്പിൽ നിന്ന് എക്സ്ക്യൂസ് മീ പറഞ്ഞിട്ട് എണീറ്റ് പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി. അതിനാൽ തന്നെയാണ് ഞാൻ ആ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇത്രയും ദിവസം ലീവെടുത്ത് ഇവിടെ ധ്യാനത്തിനായിട്ട് വന്നത്. അങ്ങനെ വന്നു. ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ ഇവിടെ പരിശുദ്ധ അമ്മയുടെ ലുത്തിനിയൊക്കെ പാടുമ്പോഴും അതുപോലെ അമ്മയുടെ ജപമാല ചെല്ലുമ്പോൾ എനിക്ക് കരച്ചിൽ വരുമായിരുന്നു. ഇന്നലത്തെ ആന്തരിക സൗഖ്യ ധ്യാനത്തിലും ആന്തരിക സൗഖ്യ ആരാധനയിലും തുടർന്ന് അച്ഛൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ അച്ഛൻ ഇന്നലെ രാവിലെ നമ്മളോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ മരിച്ചവരുടെ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ധരിക്കുന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റണം. ഞാനോടത്ത് വൈകുന്നേരം തിരിച്ചു ചെന്ന് എൻ്റെ കഴുത്തിൽ അമ്മ ധരിച്ചിരുന്ന വെന്തിങ്ങയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇവിടെ അമ്മ മരിച്ചുപോയി, ആ മരിച്ചുപോയി അമ്മയുടെ വെന്തിങ്ങയെ ഊരിയെടുത്തു, എന്നിട്ടത് സിസ്റ്റർ കഴുത്തിലിട്ടു. അന്ന് മുതലാണ് സിസ്റ്റർക്ക് ഈ പീഡ ആരംഭിച്ചത്. സിസ്റ്റർ സൈക്കാട്രിക് ഡോക്ടറാണ്. സൈക്കാട്രിക്കായിട്ടുള്ള രോഗപീഠയുള്ള അവർ സിസ്റ്ററുടെ അടുത്ത് ചികിത്സയ്ക്ക് വരില്ലേ, അവരെക്കാളും കൂടുതലായിട്ട് സിസ്റ്റർ സൈക്കാട്രിക് രോഗിയായിട്ട് കരച്ചിലോട് കരച്ചിൽ ബഹളം. അപ്പോൾ അവരുടെ മറ്റൊരു ചോദിക്കുക, സിസ്റ്റർക്ക് എന്താ പറ്റിയേ? സൈക്കാട്രിക് രോഗിയായിട്ട് വന്നവർ സിസ്റ്ററോട് ചോദിക്കുക, സിസ്റ്റർക്ക് എന്താ പറ്റിയത്? ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാണ്ടില്ലേ. അപ്പം നമുക്ക് അച്ഛൻ തന്നിരുന്ന വെന്തിങ്ങ ഉണ്ടായിരുന്നു, അത് ഞാൻ ബാഗിൽ വെച്ചും വീട്ടിൽ ചെന്നിട്ട് അല്ല ഇത് സാക്ഷ്യം കേട്ടപ്പോൾ ഓർത്ത് അന്ന് വൈകുന്നേരം മാറ്റണമെന്ന്. അപ്പം ഇന്നലെ അച്ഛൻ തലേ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത് അന്നേരം തന്നെ എടുത്ത് മാറ്റാൻ പറഞ്ഞു. അപ്പം ഇന്ന് അച്ഛൻ്റെ ഊരിയത് മനസ്സിലായി, ഊരിപ്പിച്ച് ഞാൻ ഇവിടെ ഒന്ന് ഇടാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ തുടങ്ങി. അപ്പം ഞാനിന്ന് രാവിലെ സാക്ഷ്യം പറയാൻ വേണ്ടി എണീക്കുമെന്ന് വെച്ചാൽ, അപ്പോൾ ഞാനോട് ഇന്ന് എൻ്റെ ഡേ പിന്നെ ഹോസ്പിറ്റലിലും കോൺവെൻറ്റിലും ചെന്നിട്ട് അത് സ്ഥിരീകരിച്ചിട്ട് അച്ഛൻ പറഞ്ഞു സ്ഥിരീകരിച്ചിട്ട് വന്ന് പറയണമെന്ന്. പക്ഷേ എനിക്ക് ഇന്ന് തന്നെ ഞാൻ അമ്മയെക്കുറിച്ചുള്ള പല ഓർമ്മകളും നല്ല ബോധത്തോടു കൂടി എൻ്റെ മനസ്സിലോട്ട് കൊണ്ടുവന്നു. അതുപോലെ തന്നെ കൗൺസിലിങ്ങിനൊക്കെ ചെന്നപ്പോഴാണെങ്കിലും എനിക്കത് ഞാൻ പറഞ്ഞ് പൂർത്തീകരിക്കാനായിട്ട് എനിക്ക് പറ്റി. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുമ്പോഴാണെങ്കിലും പല പ്രാവശ്യം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി, എനിക്ക് അങ്ങനെ കരച്ചിൽ വരുന്നില്ല. കണ്ടോ എൻ്റെ ദൈവമേ. പിന്നെ എനിക്ക് എൻ്റെ ശരീരത്തിലും മനസ്സിലും നഷ്ടപ്പെട്ടു പോയ എൻ്റെ എനർജി എനിക്ക് കിട്ടി. എനിക്ക് പഴയതുപോലെ തന്നെ എൻ്റെ പേഷ്യൻസിനോടൊക്കെ നന്നായിട്ട് പെരുമാറാനും നല്ല വൈബ്രൻ്റ് ആയിട്ട് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ദാസിയെ പോലെ ശുശ്രൂഷ മേഖലയിൽ പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടി. പോയി മറ്റുള്ള പറയണം സിസ്റ്റർ എന്നല്ലാട്ടോ, ഇനി നിങ്ങളാണ് പ്രഘോഷിക്കേണ്ടത്. ഹല്ലേലൂയ. കണ്ടില്ലേ, ഇതൊക്കെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ. ഈ സിസ്റ്റർ എങ്ങനെയാണെന്നറിയാം എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത്. ഈ സിസ്റ്ററുടെ ധ്യാനം കൊണ്ട് ഈ സിസ്റ്ററിൻ്റെ ഇതുപോലെ അവസ്ഥയായി. അപ്പോൾ ഈ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം.
പിന്നെ രക്ഷയില്ല. ഈ സിസ്റ്റർക്ക് സൈക്കാട്രിക്കായിട്ടുള്ള അസുഖമായി. കാരണം എപ്പോഴും കരച്ചിൽ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് സിസ്റ്ററുടെ. അപ്പോൾ സിസ്റ്റർ ഇവിടെ ധ്യാനിക്കാൻ പറ്റുകയാണ്. ഇതിന് രക്ഷപ്പെടാൻ പറ്റില്ല, എപ്പോഴും കരച്ചിൽ. അപ്പോൾ ഇത് വന്നപ്പോൾ ഇത് ധ്യാനം കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഞാൻ ഇവിടെ നിന്ന് ഒരു ഉദാഹരണം പറയാം. ഉദാഹരണം ഏതാണെന്നറിയോ? ഒരു ദിവസം ഇങ്ങനെ വൺ ഡേ കൺവെൻഷൻ ഇവിടെ നടക്കുകയാണ്. അപ്പം ഞാൻ അന്ന് ആ പഴയ ധ്യാന ഹാളിലാണ്. അപ്പോൾ ഞാൻ അവിടേക്ക് വന്നപ്പോൾ സംഗീതത്തിൽ വന്നപ്പോൾ അവിടെ ചെറിയ ചാപ്പലുണ്ട്. ആ ചാപ്പലിൽ ദൈവരച്ഛൻ ഇങ്ങനെ ഷർട്ടും പാൻസൊക്കെ ഇട്ട് വന്നിരിക്കും. ഞങ്ങളുടെ തന്നെ ഒരു അച്ഛനാണ്. അപ്പോൾ ചെറുപ്പക്കാരൻ അച്ഛൻ. അപ്പം ഞാൻ ചോദിച്ചു, നീ എപ്പോഴെത്തിയേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛൻ ഞാൻ കുറച്ച് സമയം വന്നിട്ട് എന്തേ സുഖമില്ല. അപ്പോൾ മുഖമൊക്കെ ആകെ വിഷമം, എന്തോ ഒരു പ്രത്യേക അവസ്ഥയിലിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, എന്തേ ദൈവവിളി ഉപേക്ഷിച്ച് പോകാൻ തോന്നുന്നുണ്ടോ? പൗരോഹിത്യം ഉപേക്ഷിച്ച്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, പക്ഷേ എനിക്കൊരു സുഖമില്ല. ഈ ദൈവവിളി, ഈ ഒരു സന്യാസ ജീവിതത്തിലൊരു സുഖമില്ല. പൗരോഹിത്യ ജീവിതത്തിൽ ഒരു ഭയങ്കര ക്രൈസിസ് അദ്ദേഹത്തിന്, എന്തൊക്കെയൊരു മനസ്സിൽ ഒരു മടുപ്പ് അതൊക്കെ വരാൻ. അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ കൗൺസിലിംഗ് കൗൺസിലിംഗ് ചെന്നപ്പോൾ അവിടെ ഭയങ്കര തിരക്കാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞു. ഈ വൈദികനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച സമയത്ത് ഈശോ കാണിക്കുകയാണ് ഒരു മാല ഇങ്ങനെ ഇത് തോന്നിപ്പിക്കുക. പക്ഷേ ഇന്ന് കഴുത്തിൽ വല്ല മാലയുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് വെന്തിങ്ങയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുറത്തേക്ക് എടുത്തു പറഞ്ഞു. ഇങ്ങനെ വെന്തിങ്ങയാണുള്ളത്, മാല വേറെ ഒന്നല്ല, വെന്തിങ്ങയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്തിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴേക്കും അദ്ദേഹം തന്നെ കൂട്ടിച്ചേർത്ത് പറയുകയാണ്, ഇത് എൻ്റെ വെന്തിങ്ങയല്ല, എൻ്റെ മാസ്റ്റർ അച്ഛൻ എന്ന് വെച്ചാൽ സെമിനാരി കാലത്ത് ഞങ്ങൾക്കൊക്കെ ഇൻചാർജായിട്ട് ഒരു അച്ഛന്മാരുണ്ടാവും. മാസ്റ്റർ അച്ഛൻ ഇങ്ങനെ കുഴഞ്ഞു വീണ് മരിക്കുകയാണ് ചെയ്തത്. അച്ഛൻ ഒരു ദിവസം രാവിലെ എനിക്ക് നോക്കിയപ്പോൾ അച്ഛൻ റൂമിൽ മരിച്ചു കിടക്കുകയാണ്. അറ്റാക്ക് വന്നോ മറ്റോ മരിച്ചതാണ് അച്ഛൻ. ഈ മാസ്റ്റർ അച്ഛനായിട്ട് ഈ ബ്രദർ, അല്ലെങ്കിൽ അന്ന് ബ്രദറായിരുന്നു, ഇപ്പം അച്ഛൻ, അന്ന് ഈ അച്ഛൻ ഭയങ്കര അടുപ്പായിരുന്നു മാസ്റ്റർ അച്ഛനായിട്ട്. അപ്പോൾ ഇത് എന്തുണ്ടായി, ഈ മാസ്റ്റർ അച്ഛൻ മരിച്ചപ്പോൾ മാസ്റ്റർ അച്ഛൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന വെന്തിങ്ങിയ അദ്ദേഹം അത് ഊരിയെടുത്തിട്ട് ഈ അച്ഛൻ്റെ കഴുത്തിലിട്ടു. അന്ന് ബ്രദറായിരുന്നു, പിന്നീട് തിയോളജിക്ക് കഴിഞ്ഞ് അച്ഛനിപ്പോൾ അച്ഛനായി. ഇപ്പം അച്ഛന് ഭയങ്കര ഒരു എന്തെന്നില്ലാത്തൊരു പ്രത്യേക അവസ്ഥ, ഞാൻ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഈ സിസ്റ്റർ. അപ്പോൾ ഈ അനുഭവം ഞാൻ അന്ന് ഈ ധ്യാന ഹാളിൽ പങ്കുവച്ചിരുന്നു. അപ്പോഴാണ് സിസ്റ്റർ ഓർത്തത്, ദൈവം എൻ്റെ കഴുത്തിൽ കിടക്കുന്നത് എൻ്റെ അമ്മ മരിച്ചുപോയി, അമ്മയുടെ വെന്തിങ്ങിയാണല്ലോ ഞാൻ ഇട്ടിരിക്കുന്നത്, അതുകൊണ്ടാണോ എനിക്കിതിങ്ങനെ ഒരു അവസ്ഥ വരുന്നത്? ഓടി വരാണ് സംഗീതത്തിലേക്ക്. ഉടനെ തന്നെ ഞാനത് മാറ്റിപ്പിച്ചു. അതിലൂടെ ആ അസ്വസ്ഥത മാറിപ്പോയി. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഈ സിസ്റ്ററുടെ ചേട്ടനും അച്ഛനാണ്, ഒരു രൂപത വൈദികനാണ്. ആ ചേട്ടനും ഇവിടുത്തെ വൈദികയുടെ ആദ്യത്തെ ധ്യാനത്തിൽ വന്ന് പങ്കെടുത്തിരുന്നു. അച്ഛനും ഇതുപോലെ തന്നെയായിരുന്നു. മരിച്ചുപോയുടെ അമ്മയുടെ ആയിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ്, അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് അമ്മ സ്ഥിരം ഉപയോഗിച്ചിരുന്ന കൊന്ത ഈ കഴുത്തിലിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛനും അത് ഉടനെ തന്നെ ഈ ബക്കറ്റിൽ കൊണ്ടുവന്നിട്ട് അത് ഉപേക്ഷിച്ചു. അച്ഛൻ അവസാന ദിവസം അൽത്താരി കയറി പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് ഒരു സാക്ഷ്യം കേട്ടല്ലോ, ഈ സിസ്റ്ററുടെ സാക്ഷ്യം, അതെൻ്റെ പെങ്ങളാണ്. ആ പെങ്ങൾ അമ്മ മരിച്ചപ്പോൾ അമ്മേരെ വെന്തിങ് എടുത്തു, ഞാൻ അമ്മേരെ കൊന്തെടുത്തു. ആ പെങ്ങൾ വെന്തിങ് കഴുത്തിലിട്ടു, ഞാൻ കൊന്ത കഴുത്തിലിട്ടു. ഈ പെങ്ങളുടെ അതേ അവസ്ഥ തന്നെയായിരുന്നു എൻ്റെയും. ഞാൻ വാഹനം ഓടിച്ച് പോകുമ്പോഴൊക്കെ കരച്ചിൽ, ഭയങ്കര സങ്കടം. ഈ ധ്യാനത്തിന് വരുമ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അച്ഛനിത് പറഞ്ഞപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. ഞാൻ ഉപേക്ഷയോടുകൂടി എനിക്ക് നഷ്ടപ്പെട്ടു പോയ എനർജി തിരിച്ചു കിട്ടി. ആ ദുഃഖം, അകാരണമായ ദുഃഖം മാറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. ഇനി മറ്റൊരു സാക്ഷ്യം നമുക്ക് ആ ശാരീകസേര സാക്ഷ്യം ഒന്ന് ഇടുക. ഇങ്ങനെയുള്ള വസ്തുക്കൾ സൂക്ഷിക്കുമ്പോൾ അഗാധമായ ദുഃഖം അങ്ങനെ തളം കെട്ടി കിടക്കും. അതാണ് ഒരു വേറൊരു പ്രത്യേകത. എൻ്റെ പേര് ജീന. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയിൽ നിന്ന് വരണേ. ഞാൻ ജൂലൈ മാസത്തിൽ ഏൽറുഹയിൽ വന്ന് നിന്ന് കൂടുന്ന ധ്യാനം കൂടിയിരുന്നു. അന്ന് ധ്യാനത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇത്ര നാൾ വൈകിയത് എനിക്ക് കുറച്ച് അത് ഡോക്ടർമാരെ കണ്ട് അതൊന്ന് കൺസീവ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ കുറച്ച് വൈകിയത്. ഒന്നാമത്തെ സാക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് വർഷങ്ങളായിട്ട് ഞാൻ ഭയങ്കര ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ട് എനിക്ക്. ഞാൻ ഗ്യാസിന് ഒരുപാട് മരുന്ന് കഴിക്കായിരുന്നു, ഗുളികകൾ, ജെലിസലിൻ്റെ ടാബ്ലറ്റ് ഞാൻ ഒരുപാട് കഴിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒരു മാസത്തേക്ക് 4 സ്ട്രിപ്പാണ് മേടിക്കുക. 4 സ്ട്രിപ്പ് എന്ന് വെച്ചാൽ 60 ഗുളിക. അത് ഒരു മാസം കൊണ്ട് ഞാൻ അമ്മയും കഴിച്ച് തീർക്കും. അത്രമാത്രം ഗ്യാസാണ്. എനിക്ക് എന്ത് കഴിച്ചാലും ഗ്യാസ് എന്ന് പറയുന്ന പ്രശ്നമാണ്. അല്ലെങ്കിൽ കുറച്ച് നേരം നീർക്കിട്ടിയാലും ഭയങ്കര ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന ഫസ്റ്റ് ദിവസം തന്നെ അച്ഛൻ പറഞ്ഞു, ഗ്യാസിൻ്റെ അസുഖമുള്ള ഒരു വ്യക്തിയുടെ അസുഖം എടുത്ത് മാറ്റുന്നു എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് അപ്പോഴൊന്നും തോന്നിയില്ല. പക്ഷേ അതിനുശേഷം ഞാനിവിടെ കൗൺസിലിങ്ങിന് ചെന്നപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു, മോളെ നിൻ്റെ ഗ്യാസിൻ്റെ പ്രശ്നം കർത്താവ് എടുത്ത് മാറ്റിയിട്ടുണ്ട്, നീ അത് സാക്ഷ്യപ്പെടുത്തണം കേട്ടോ. ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് നീ നോക്കിയിട്ട് വീണ്ടും വന്ന് സാക്ഷ്യപ്പെടുത്താൻ പറഞ്ഞു.
ഇപ്പം ഞാൻ ധ്യാനം കഴിഞ്ഞ് പോയിട്ട് 4.5 മാസമായി. ധ്യാനം കഴിഞ്ഞതിന് ശേഷം ഇന്ന് വരെ ഞാൻ ഒരു ടാബ്ലറ്റ് പോലും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. എനിക്ക് ഈ ഗ്യാസിൻ്റെ പ്രശ്നം തുടങ്ങിയത് എത്ര വർഷമായെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അതിന് മാത്രം പഴക്കമുണ്ട് എനിക്ക്. ഒരു സ്കൂൾ കാലഘട്ടം തൊട്ടേ എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട്. അന്നൊന്നും ഗുളിക കഴിച്ചിരുന്നില്ല. പിന്നീടാണ് ഞാൻ ഗുളിക കഴിച്ചു തുടങ്ങിയത് തന്നെ. അത് എനിക്ക് ഓർമ്മ കൂടിയില്ല, എത്രയോ വർഷങ്ങളായിട്ടുള്ളതാണ്. അത്രയും പഴക്കമുള്ള അസുഖമാണ്. ഈ ഒരു 5 ദിവസം കൊണ്ട് ഞാനിവിടെ ഏൽറുകയിൽ വന്ന് ധ്യാനം കൂട്ടിയതിൻ്റെ ഫലമായിട്ട് എനിക്ക് നീങ്ങിപ്പോയിട്ടുള്ളത്. യേശുവിന് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ധ്യാനം കൂടിയ സമയത്തൊക്കെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ പേരെടുത്ത് പറയുന്നു. അതുപോലെ വന്നന്ന് തൊട്ട് ഓരോ സന്ദേശത്തിലും അച്ഛൻ വിളിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ അനുഗ്രഹങ്ങൾ കിട്ടുക, ഗ്യാസ് പോണ്, അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എനിക്കതൊക്കെ അനുഭവം ആവുന്നുണ്ട്. പക്ഷേ എനിക്ക് എന്തോ മനസ്സിൽ ഭയങ്കര വിഷമം. അതിപ്പോഴുള്ളതല്ല, കുറേ കാലങ്ങളായിട്ട് എനിക്ക് മനസ്സിൽ എന്തോ ഒരു വിഷമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു നഷ്ടപ്പെട്ട പോലെ ഒരു ഫീലിംഗ്. അതെല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. പക്ഷേ എനിക്കത് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിക്കേണ്ടത്, ദൈവം ഇതിന് മാത്രം അനുഗ്രഹങ്ങൾ നൽകിയിട്ട് എന്താ ദൈവം എനിക്ക് മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ പറ്റാത്തത്? സന്തോഷം കഴിയുമ്പോഴേക്കും അപ്പം തന്നെ എനിക്കൊരു മനസ്സിലൊരു വിഷമം പോലെയാണല്ലോ കിടക്കണേ. എന്താണെന്ന് ചോദിക്കണതിൻ്റെ ഇടയ്ക്കാണ് ബുധനാഴ്ച അച്ഛൻ വൈകിട്ടുള്ള ആരാധന കഴിഞ്ഞിട്ടുള്ള സന്ദേശത്തിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ അപ്പൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു ചാരുകസേര വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ വ്യക്തിയോട് ഈശോ പറയുന്നത് നശിപ്പിച്ച് കളയാൻ പറയുന്നു, അത് ബന്ധനായിട്ട് കാണണേന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ഇത്ര കാഴിയാക്കിയില്ല. പിറ്റേ ദിവസം ഇതിനോടനുബന്ധിച്ചിട്ട് തന്നെ അച്ഛൻ മറ്റൊരു സംഭവം പറയുണ്ടായി. അവർക്ക് വേറെ ജീവിതത്തിൽ അവരുടെ വീട്ടിൽ ഭയങ്കര ഒരു വിടുതൽ സംഭവിച്ചതിനെ കുറിച്ചിട്ട്. അപ്പോൾ അച്ഛൻ വീണ്ടും ഇതേ കാര്യം എടുത്ത് പറഞ്ഞു. ഇന്നലെ ഞാൻ ചാരകസരനെ കുറിച്ച് പറഞ്ഞത് ആൾക്കത് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. അത് ബന്ധനാണ്, തിരിച്ചറിഞ്ഞ് അത് നശിപ്പിച്ച് കളയി. ദൈവം നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങൾക്ക് ആ ബന്ധനത്തിൽ നിന്ന് ഒഴിവാക്കി തരാനായിട്ട് ദൈവം ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് എൻ്റെ അപ്പച്ചൻ്റെ ഓർമ്മയ്ക്കായിട്ട് എൻ്റെ വീട്ടിലൊരു ചാരുകസേര ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കസേരയാണ്, നല്ല മരത്തുകൊണ്ട് എൻ്റെ അപ്പച്ചൻ തന്നെ പണിതുണ്ടാക്കിയ സംഭവമാണ്. അപ്പോൾ അപ്പച്ചൻ മരിച്ചു പോയി. എന്നാലും ആ ചാരുകസേര ഞങ്ങൾക്കത് കളയാൻ തോന്നിയിരുന്നില്ല. ഞങ്ങളത് പിന്നെ മടക്കി സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ധ്യാനം കഴിഞ്ഞ് വന്ന അന്ന് തന്നെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് ആ ചാരുകസേരനെ വെട്ടിപ്പൊളിച്ച് കത്തിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിന് ശേഷം അതുകൊണ്ടായിരുന്നു എനിക്ക് വിഷമം എനിക്കറിയില്ലായിരുന്നു കേട്ടോ. പക്ഷെ അതിന് ശേഷം എനിക്ക് ഇന്ന് വരെ എനിക്ക് ആ ഒരു നഷ്ടബോധമോ അല്ലെങ്കിൽ ആ ഒരു വിഷമോ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതും ഇതായിട്ടൊന്നും ഒരു ബന്ധപ്പെടുത്താൻ ആർക്കും പറ്റില്ലായിരിക്കാം, എനിക്കും പറ്റില്ലായിരുന്നു. പക്ഷേ ഞാനത് അച്ഛൻ പറഞ്ഞു, ഈശോയുടെ സന്ദേശമായിട്ട് അച്ഛൻ പറഞ്ഞു, ഞാനത് അനുസരിച്ചു. എനിക്ക് പൂർണ്ണ വിടുതൽ കിട്ടി. ഇത്ര വലിയ അനുഗ്രഹങ്ങളൊക്കെ തരുന്ന ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം. കണ്ടോ, മനസ്സിലായോ? ഈ മകൾ ചെയ്തത് ചാരുകസേര ഉപയോഗിക്കില്ല, ചാരുകസേര മടക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പനോടുള്ള ക്ലിങ്ങിങ് ആണ്, അള്ളിപ്പിടുത്തം. അതിൻ്റെ സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത്. അറ്റാച്ച്മെൻറ്റ്, അള്ളിപ്പിടുത്തം, ക്ലിങ്ങിങ്. ഞങ്ങൾക്കാണ് ഈ അമ്മാടം പള്ളിയിൽ കൺവെൻഷൻ നടക്കുകയായിരുന്നു. അപ്പോൾ ആ കൺവെൻഷൻ നടക്കുമ്പോൾ അച്ഛൻ വിളിച്ച് പറയുകയാണ്, മരിച്ചുപോയ അപ്പൻ്റെ ഓർമ്മയ്ക്കായിട്ട് അപ്പൻ്റെ മുടി സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഒരാളിവിടെ ഇരിക്കുന്നുണ്ട്. 3000-ലധികം പേര് കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. ആ വ്യക്തി ഈ ധ്യാനം കഴിയുമ്പോൾ, കൺവെൻഷൻ കഴിയുമ്പോൾ അച്ഛനെ വന്ന് കാണാൻ പറഞ്ഞു. ദേ വരുന്നു, ഓടി വരാണ്. പെൺകുട്ടി 28-29 വയസ്സുള്ള പെൺകുട്ടിയാണ്. ആ മകള് സംഗീതത്തിൽ വന്നിട്ട് വന്ന് അപ്പൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതാ, മുടിയാണ്, ഞാനാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾ വിദേശത്തോ മറ്റേ ആയിരുന്നു. അപ്പോഴാണ് നാട്ടിൽ വെച്ച് അപ്പം മരിക്കുക. അപ്പം മരിച്ചപ്പോൾ അപ്പനോട് ഭയങ്കര അടുപ്പായിരുന്നു. അവൾ നാട്ടിലേക്ക് വന്നപ്പോൾ അപ്പൻ തലയിൽ വെച്ചിരിക്കുന്ന മഫ്ലർ ഉണ്ടല്ലോ, മഫ്ലറിൽ ഇങ്ങനെ മുടി ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടായി. അതൊക്കെ ഊരിയെടുത്ത് ഒരു ചെപ്പിലാക്കി. ഒപ്പം തന്നെ അപ്പൻ സ്ഥിരം ഉപയോഗിച്ചിരുന്ന വെപ്പുപല്ലുണ്ടല്ലോ, അത് കഴുകിയെടുത്ത് അതും ഇങ്ങനെ ഒരു ചെപ്പിലാക്കി അടച്ച് ഓർമ്മയ്ക്കായിട്ട് എടുത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മോൾക്ക് എന്തെങ്കിലും തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളുണ്ടോ? തടസ്സം മാത്രമുള്ള അച്ഛൻ്റെ ജീവിതത്തിൽ. ഞാൻ ഈ ഇടവക്കാരിയല്ല, പക്ഷേ അച്ഛൻ്റെ കൺവെൻഷൻ ഇവിടെ ഉണ്ടെന്ന് കേട്ടിട്ട് വന്നിരിക്കുന്നതാണ്, മനസ്സിലായോ? വേണ്ടില്ല. അപ്പം ഇങ്ങനെ ഇതൊക്കെ ചില തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ പൈശാചിക പീഡകളോ കൊണ്ടുവരാൻ കാരണമായി തീരും എന്ന് വ്യക്തമായിട്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഈ സാക്ഷി കൊണ്ടൊന്ന് കേൾക്കാം, എന്നിട്ട് നമുക്ക് മറ്റൊരു പോയിന്റിലേക്ക് കടക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛ, എൻ്റെ പേര് സിനി, ഇതെൻ്റെ മകൾ ആഗ്ന. ഞങ്ങൾ ബ്രഹ്മംകുളം ഇടവകയിൽ നിന്നാണ് വരുന്നത്. 2023 ജനുവരിയിലാണ് എൻ്റെ മോൾക്ക് ബ്ലഡ് ക്യാൻസറാണ് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങൾ RCCയിൽ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഒരു 9 മാസത്തോളം ഞങ്ങളവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. നാട്ടിലേക്ക് വന്നു. എന്നാലും
ഞങ്ങൾ എല്ലാ മാസവും ചെക്കപ്പിന് പോവുകയും മെഡിസിനൊക്കെ കണ്ടിന്യൂസ് ചെയ്തിട്ട് പോന്നിരുന്നു. ഈ സെപ്റ്റംബറാണ് മോൾക്ക് ലാസ്റ്റ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഓഗസ്റ്റിൽ ഞങ്ങൾ ഏകദിന കൺവെൻഷന് ഞാനിവിടെ വരുന്നത്. മോളും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് ഞാൻ നന്നായി കരഞ്ഞ് പ്രാർത്ഥിച്ചു തമ്പുരാനോട്. അച്ഛൻ വിളിച്ച് പറയുകയും ചെയ്തു, ക്യാൻസർ രോഗികളെ പല മക്കളെയും സുഖപ്പെടുത്തുന്നു, നന്നായി പ്രാർത്ഥിക്കാൻ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ എൻ്റെ മോളെന്നെ ആവണേന്ന് ഞാൻ വിശ്വസിച്ചു പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ സെപ്റ്റംബർ 1 ചെക്കപ്പിന് പോയി. ഫുൾ ചെക്കപ്പ് അവിടെ കഴിഞ്ഞു. അപ്പോൾ അതിലൊക്കെ നോർമലായിരുന്നു. ക്യാൻസറിൻ്റെ ഒരു അംശം പോലും അവളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് ഇനി മുതൽ മരുന്നൊന്നും കഴിക്കണ്ടെന്നും ഡോക്ടർ പറഞ്ഞു. ഇനി 3 മാസം കൂടുമ്പോൾ ഫോളോപ്പിന് മാത്രം വന്നാൽ മതി. ഇപ്പം മോള് നോർമലാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് മോൾക്ക് ഈ സ്കൂൾ തുറന്ന് മോൾ +1 സ്കൂൾ തുറന്നിട്ട് അവൾക്ക് തീരെ സ്കൂളിൽ പോകാൻ പറ്റിയിരുന്നില്ല. എന്നും തലവേദന, ചെവിട് വേദന ഇങ്ങനെ മാറി മാറി അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പല ഡോക്ടേഴ്സിനെയും ഞങ്ങൾ കണ്ടു. ആ മരുന്ന് കഴിക്കും, അപ്പോൾ കുറച്ച് ദിവസം മോൾക്ക് സുഖമാവും, പിന്നെ വീണ്ടും അസുഖങ്ങൾ വരും, വീണ്ടും ഡോക്ടേഴ്സിനെ കാണിക്കും. അപ്പോൾ ഞങ്ങൾ RCCയിൽ ഇതിൻ്റെ മരുന്ന് കഴിക്കണോണ്ടാണോ എന്നറിയില്ല, അവിടെ കാണിച്ചു. ഡോക്ടർമാർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാനില്ല, അവളുടെ ശരീരം ഇപ്പോൾ പെർഫെക്റ്റാണ്, ഇതെന്തുകൊണ്ടാണ് വരണേന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ശേഷം ഞാനിവിടെ ഓഗസ്റ്റിൽ കൺവെൻഷന് അവിടെ വന്നു. അപ്പം ഞാനിതുപോലെ തലവേദനയുടെ കാര്യം ഞാൻ പറഞ്ഞു. റാഫേലച്ച അന്ന് ഏകദിനത്തിനെ വിളിച്ച് പറയുകയും ചെയ്തു, തലവേദനയുള്ള മക്കളെ ദൈവം സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതും എൻ്റെ മോളാവണേന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇവിടെ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ അപ്പോൾ വരുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ വിശ്വാസപ്രമാണം ചൊല്ലി ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റോറും ഞാൻ ഉപ്പ് വെതറുകയും പിന്നെ തലവേദന വരുമ്പോൾ അനുഗ്രഹ തൈലം നെറ്റിമ വിശ്വാസം പ്രമാണം ചൊല്ലി അത് വയ്ക്കുകയും എന്നും ഞാൻ അന്നവെള്ളം അവളെന്നെ കുടിപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നെ 2020 എൻ്റെ മൂത്ത മകൻ, ഇവളുടെ ചേട്ടൻ, ഇതുപോലെ ബ്ലഡ് ക്യാൻസർ വന്നിട്ട് മരിച്ചിരുന്നു. അപ്പോൾ അവൻ്റെ ഡ്രസ്സും ഷൂവ്, അവന് ഇഷ്ടപ്പെട്ട ടോയ്സ്, അവൻ്റെ വാച്ച്, സാധനങ്ങളൊക്കെ എൻ്റെ ഒരു അലമാരിയുടെ ഒരു ഷെൽഫ് കംപ്ലീറ്റ് അവൻ്റെ സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിരുന്നു. അപ്പോൾ പലരും പറഞ്ഞു അങ്ങനെ അച്ഛൻ, ഞാൻ ഓൺലൈനായിട്ട് ഞാൻ ജപമാല കണ്ടിരുന്നു. അപ്പോൾ അച്ഛൻ അതിൽ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും അതിനോട് പൊരുത്തപ്പെടാൻ എനിക്ക് തീരെ കഴിഞ്ഞില്ല. ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, അച്ഛനൊക്കെ പറയണതല്ലേ നീ അത് കത്തിച്ച് കളയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനെ ചീത്ത പറഞ്ഞു. എനിക്ക് അവൻ്റെ അത് ഓർമ്മയാണ്, ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ ഏകദിന കൺവെൻഷന് വന്നപ്പോൾ അച്ഛൻ അപ്പോഴും വിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് എനിക്കൊരു ധൈര്യം വന്നത്. മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും ഞാൻ വീട്ടിൽ ചെന്ന് അത് മുഴുവൻ ഞാൻ കത്തിച്ചു കളഞ്ഞു. അതുപോലെ ഞാൻ സെക്കൻഡ് സ്റ്റഡ് കുത്തിയിട്ടുണ്ടായിരുന്നു, അതും ഞാൻ കഴിഞ്ഞ മാസം ചെയ്തു. പക്ഷെ ഞാൻ അത് ചെയ്തതിന്റെ ശേഷം എൻ്റെ മോൾക്ക് ഇതുവരെയും തലവേദന വന്നിട്ടില്ല. ഓണ വെക്കേഷൻ കഴിഞ്ഞിട്ട് അവള് സ്ഥിരം സ്കൂളിൽ പോകുന്നുണ്ട്. അവൾക്ക് നന്നായി പഠിക്കും. ആഴ്ചയിൽ ഒരു ദിവസം അവള് തലവേദനയുടെ ശക്തി കൊണ്ട് എന്തൊക്കെയാ കാണിക്കണേന്ന് അറിയില്ല. തല മുടി പിടിച്ച് വലിക്കുക, ബെഡുമ്മ തലയിട്ടടി. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാണുമ്പോൾ. ഡോക്ടേഴ്സുമാര് എത്ര മരുന്ന് തന്നെങ്കിലും മാറും, പിന്നെ വീണ്ടും തന്നെ അവസ്ഥ. ഞാൻ ഓൺലൈനിലൂടെ അത് പറയുന്നുണ്ടെങ്കിലും എനിക്കത് വിശ്വാസമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ അനുഭവത്തിൽ അത് വന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. വലിയൊരു ശക്തി തന്നെയാണ് അത്. എൻ്റെ കുടുംബത്തിലൊരു പോസിറ്റീവ് എനർജി ഉണ്ടോ, പോസിറ്റീവ് എനർജി ഉണ്ടോ. ഇതാണ് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഈ പോസിറ്റീവ് എനർജി. ഇനി നമുക്ക് 5ാമത്തെ പോയിന്റിലേക്ക് കടക്കാം. 5ാമത്തെ പോയിന്റ് ശ്രദ്ധിച്ച് കേട്ടോ. ഈ മരിച്ചവരുടെ വസ്തുക്കളെ പറ്റി സഭ എന്ത് പറയുന്നു? മരിച്ചവരുടെ വസ്തുക്കൾ ഏതെങ്കിലും പാപവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വസ്തുക്കളാണെങ്കിൽ അപകടകരമാണ്. ശ്രദ്ധിക്കുക, മരിച്ചവരുടെ വസ്തുക്കൾ ഏതെങ്കിലും പാപവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വസ്തുക്കളാണെങ്കിൽ അപകടകരമാണ്. റോമിലെ മുൻ മുഖ്യ ഭൂതോച്ചാടകനായ ഫാദർ ഗബ്രിയേൽ അമോൽത്ത് ഇത്തരം ശപിക്കപ്പെട്ട വസ്തുക്കൾ പൈശാചിക പ്രവർത്തനത്തിനുള്ള വാതിലുകളായി പ്രവർത്തിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതാ ശപിക്കപ്പെട്ട വസ്തുക്കൾ എന്ന് വെച്ചാൽ പാപവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മന്ത്രവാദം ചെയ്യാനായിട്ട് ഉപയോഗിച്ച വസ്തുക്കൾ. അപ്പോൾ നമ്മുടെ വീട്ടിൽ മന്ത്രവാദം ചെയ്യാമെന്ന് കരുത്. മന്ത്രവാദം ചെയ്യുമ്പോൾ നമ്മൾ അതിന് കുറച്ച് വസ്തുക്കളൊക്കെ വേണം. ടേബിൾ വേണം, അതിൻ്റെതായ വേറെ എന്തെങ്കിലും ഗ്ലാസ് വേണം, വേറെ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ ആവശ്യ ഐറ്റംസൊക്കെ വേണ്ടി വരും. അങ്ങനെയുള്ള വസ്തുക്കൾ, മന്ത്രവാദത്തിന് ഉപയോഗിച്ച വസ്തുക്കൾ
വ്യഭിചാരത്തിന് ഉപയോഗിച്ച വസ്തുക്കൾ, വ്യഭിചാരം, ഒരു വീട്ടിൽ വ്യഭിചാരം, ഒരു കട്ടിൽ അത് വ്യഭിചാരത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് ഏതൊരു വീട്, ആ വ്യഭിചാരം നടക്കുന്ന ഒരു വേശ്യാലയം പോലത്തെ ഒരു വീടാന്ന് കരുത്, ഒരുപാട് പാപം നടന്ന ഒരു റൂമാന്ന് കരുത്, അവിടേക്ക് ഒരു വ്യഭിചാര ആസക്തി ഉണ്ടാവും, മനസ്സിലാവും. അല്ലെങ്കിൽ മദ്യം, സ്ഥിരം മദ്യം ഉപയോഗിക്കുന്നൊരു ടേബിള്, ആ ടേബിളും എന്നും മദ്യം വിളമ്പല, മദ്യം അതിമീ നട്ടാൽ കുടിക്കുക, സ്ഥിരം അതിമയാണ് മദ്യം വെക്കുന്ന സൂക്ഷിക്കുന്ന ടേബിള്, മേശ, കസേര, അല്ലെങ്കിൽ അലമാരി, മദ്യം കണ്ടോ, പിശാച് കൂടുകൂട്ടിയ സ്ഥലമാണത്, മനസ്സിലായോ. ഇങ്ങനെയുള്ള പാപവുമായി ബന്ധപ്പെട്ട വസ്തു, പാപം ചെയ്യാനും പാപവുമായി ശപിക്കപ്പെട്ട അങ്ങനെയുള്ള വസ്തുക്കളെ വരാൻ ശപിക്കപ്പെട്ട വസ്തുക്കൾ, ഇത്തരം വസ്തുക്കൾ സൂക്ഷിക്കുന്നത് പൈശാചിക പ്രവർത്തനത്തിനുള്ള വാതിലായിട്ട് പിശാചിനെ പ്രവർത്തിക്കാനുള്ള വാതിലായിട്ട് അത് പ്രവർത്തിക്കുമെന്ന് ഫാദർ ഗബ്രിയേൽ അമ്മോത്ത് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സഭയിൽ ഒഫീഷ്യൽ എക്സോസിസ്റ്റ് ആയിരുന്നു കേട്ടോ, അദ്ദേഹം മരിച്ചുപോയി. ഒരു വസ്തു ഒരു വലിയ പാപം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, ഒരു വസ്തു ഒരു വലിയ പാപം ചെയ്യാനായിട്ട് ഉപയോഗിച്ചതായിട്ട് സംശയിക്കപ്പെടുന്നു എങ്കിൽ, അല്ലെങ്കിൽ ദുഷ്ട ഉദ്ദേശങ്ങൾക്കായി ഉപയോഗിക്കുന്നു എങ്കിൽ അത് ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണം. സാധാരണയായി നശിപ്പിക്കണം, സാധ്യമെങ്കിൽ കത്തിച്ച് കളയണം. ഇതാരെഴുതിയിരിക്കണേ? ഫാദർ ഗബ്രിയേൽ അമ്മോത്ത്. അല്ലെ പറഞ്ഞേ ഹല്ലേലൂയ. ഫാദർ ഗബ്രിയേൽ അമ്മോത്ത് പറയാണ്, ഒരു വസ്തു ഒരു വലിയ പാപം ചെയ്യാനായിട്ട് ഉപയോഗിച്ചതായി സംശയിക്കപ്പെടുന്നു എങ്കിൽ, അല്ലെങ്കിൽ ദുഷ്ട ഉദ്ദേശങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെങ്കിൽ അത് ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണം. സാധാരണയായിട്ട് അത് നശിപ്പിക്കണം, സാധ്യമെങ്കിൽ അത് കത്തിച്ച് കളയണം എന്നാണ് ഫാദർ ഗബ്രിയേൽ അമ്മോത്ത്. സഭയിൽ ഒഫീഷ്യൽ എക്സോസിസ്റ്റ് ആയിരുന്ന ആളാണ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. ആ സഭ അംഗീകരിച്ചിട്ടുള്ള വലിയൊരു എക്സോസിസ്റ്റാണ് ഫാദർ ഗബ്രിയേൽ അമ്മോത്ത്. ഹല്ലേലൂയ. ഇനി അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ നമുക്ക് ഈ സമയം കേൾക്കാം. ആദ്യം നമുക്കൊരു സാക്ഷ്യം കേൾക്കാം, പിന്നെ ഇവിടെ തന്നെ ശുശ്രൂഷ ചെയ്യുന്നൊരു മകളുടെ സാക്ഷ്യവും നമുക്ക് കേൾക്കാം. എൻ്റെ പേര് ഷീല, ഞാൻ എൽത്തുരുത്തുനിന്ന് വരുന്നു. എൻ്റെ അപ്പച്ചൻ മരിച്ചിട്ട് 4 വർഷമായി. അപ്പോൾ അപ്പച്ചൻ്റെ 2 മുണ്ട് എൻ്റെ ഭർത്താവ് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ആള് കുറച്ച് നാളായിട്ട് ചെറിയൊരു കാര്യത്തിന് വലിയ ദേഷ്യം കാണിക്കുക, അങ്ങനെ ഒരു രീതിയായിരുന്നു. അപ്പോൾ എന്താണെന്ന് ഞാൻ മരിച്ചുപോയ ആൾക്കാർ ദേഷ്യപ്പെടലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. മരിച്ചുപോയ ആൾക്കും ആ ദേഷ്യപ്പെടലുണ്ടായിരുന്നു. ആ മരിച്ചുപോയ ആളുടെ ഡ്രസ്സാണ് ഈ ചേട്ടൻ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ ചേട്ടനും കുറച്ച് കാലമായിട്ട് ഈ ദേഷ്യപ്പെടലാണ്. പറഞ്ഞു. അപ്പം ഞാൻ വിചാരിക്കായിരുന്നു ചെറിയൊരു കാര്യത്തിന് ഇത്രയും വലിയ ദേഷ്യം എന്തിനാന്ന് വിചാരിക്കായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇവിടെ ധ്യാനത്തിന് വന്നിരുന്നു. അപ്പോൾ അച്ഛനിങ്ങനെ വിളിച്ചു പറഞ്ഞു, മരിച്ചവരുടെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് അതിലൂടെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീട്ടിൽ പോയിട്ട് ആ മുണ്ട് കത്തിച്ച് കളഞ്ഞു. ഇപ്പോൾ ആൾക്ക് യാതൊരു കുഴപ്പമില്ല. നല്ലൊരു കൈയടി കൊടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ സാക്ഷ്യങ്ങൾ കണ്ടോ? ചില ആ ദേഷ്യം വന്ന സ്വഭാവം മാറിപ്പോയി കണ്ടോ. പ്രൈസ് ദി ലോർഡ്. അല്ലേ പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, ഈ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് ഇട്ടിരുന്ന ആൾ ഭയങ്കര ദേഷ്യക്കാരനൊരു വ്യക്തിയായിരുന്നു. അത് ഭയങ്കര ദേഷ്യം. കർത്താവിന് ഈശോയ്ക്ക് ഏറ്റവും ദേഷ്യമുള്ളൊരു സ്വഭാവമാണ് നമ്മൾ ദേഷ്യപ്പെടുന്നക്കാരുടെ സ്വഭാവം, മനസ്സിലായോ? ഈശോ പറഞ്ഞെന്താന്ന്? ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനാണ്. അവൻ ചതഞ്ഞ ഞാങ്ങൾ ഒടിക്കില്ല, പുകഞ്ഞ തിരി കെടുത്തില്ല, തെരുവിധികളിൽ ആരും അവൻ്റെ സ്വരം കേൾക്കില്ല, മനസ്സിലായി? ഇപ്പോൾ ദേശക്കാരെ കർത്താവിന് ഒട്ടും ഇഷ്ടമില്ല. ഈശോയ്ക്ക് ശാന്തതയാണ്. വിശുദ്ധിയുടെ ഒരക്കല്ലെന്ന് വിളിക്കുന്നത് ശാന്തതയാണ്. വിശുദ്ധ ഫ്രാൻസിസ് സാലസാണ് ശാന്തതയ്ക്ക് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ഒപ്പം തന്നെ വിശുദ്ധ വിൻസെൻ്റ് പോൾ. വിശുദ്ധ ഫ്രാൻസിസ് സാലസിനെ പറ്റി ആൾക്കാർ പറയുമായിരുന്നു, ഇയാൾ ഇത്രയും വലിയ ശാന്തനാണെങ്കിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എന്തുമാത്രം വലിയ ശാന്തനായിരിക്കും എന്നാണ് ഫ്രാൻസിസ് സാലസിനെ പറ്റി ആൾക്കാർ പറയാറ്, മനസ്സിലായോ? അപ്പം ശാന്തതയാണ് യേശുവിനെ ഏറ്റവും ഇഷ്ടം. ഇപ്പോൾ കണ്ടില്ല, ഈ ചേട്ടന് ദേഷ്യ സ്വഭാവം, അതിഭയങ്കരമായ ദേഷ്യം കേട്ടോ, മനസ്സിലായോ? പക്ഷേ അദ്ദേഹം മരിച്ചു. അദ്ദേഹം സ്ഥിരം ഉടുത്തിരുന്ന മുണ്ട് ഈ ചേട്ടൻ ഭർത്താവ് എടുക്കാൻ തുടങ്ങി. ആ ചേട്ടൻ ആ ദേഷ്യ സ്വഭാവം കണ്ടോ, മനസ്സിലായി? അപ്പോൾ വസ്തുവിലൂടെ കണ്ടോ ഒരു പാപവുമായി. അപ്പം ശ്രദ്ധിക്കണം, ഈ വ്യക്തിയിലേക്കല്ല ശ്രദ്ധിക്കേണ്ടത്, ഈ വസ്തു പാപവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ വസ്തു പാപവുമായി ബന്ധപ്പെട്ട ഒരു വസ്തു കണ്ടോ, പാപവുമായി ബന്ധപ്പെട്ട ദേഷ്യം എന്ന സ്വഭാവവുമായി ബന്ധപ്പെട്ട ഒരു വസ്തു, ആ വസ്തുവിൽ ആ ഒരു തിന്മയുടെ ഒരു മേഖല പ്രവർത്തിക്കുകയാണ്, മനസ്സിലായോ? അപ്പോൾ അതാണ് ഈ വ്യക്തി ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്. ഇപ്പോൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇപ്പോൾ ആളുകൾ എളുപ്പത്തിൽ ഇങ്ങനെ പെട്ടെന്ന് പറയും, അച്ഛൻ പറഞ്ഞ് ഈ മരിച്ചവരുടെ വസ്തുക്കൾ കളയാൻ പറയുമ്പോൾ ഇവിടുന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ് എന്നാണ് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് കേട്ടോ. നമ്മളെല്ലാം മരിച്ചവരുടെ വസ്തുക്കൾ കളയാനല്ല ഉദ്ദേശിക്കുന്നത്, ഈ സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് എളുപ്പത്തിൽ ആൾക്കാരങ്ങനെ പറയുന്നുള്ള ആൾക്കാർക്ക് അറിയാം. അല്ലാണ്ട് ഇതെല്ലാം കൊണ്ട് അത് ഉപയോഗിച്ച കാട്ടിലോ അവളുപയോഗിച്ച മേശ അവരുപയോഗിച്ച അലമാരിക്ക് കൊണ്ട് കളയാനല്ല ഉദ്ദേശിച്ചത്.
ഉദ്ദേശിച്ചത് എന്ന് ഏത് അല്പം വിവരമുള്ളവനാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള പാപവുമായി ബന്ധപ്പെട്ടത് ക്ലിങ്ങിങ്, അസ്ഥികൾ, ഇങ്ങനെയുള്ള സഭ അംഗീകരിക്കാത്ത ചില വസ്തുക്കളുണ്ട്. അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുക എന്ന കാര്യം ഞാൻ വീണ്ടും വീണ്ടും ഊന്നി പറയുകയാണ്. അത് ഇവിടുത്തെ തന്നെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു മകളുടെ സാക്ഷ്യം, ഇവിടുത്തെ ഈ ഇടവക്കാരിയാണ്, ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന മകളാണ്. ആ മകളുടെ വലിയൊരു ദൈവാനുഭവം നമുക്ക് ഈ സമയം കേൾക്കാം. അത് ഈ അശുദ്ധ വസ്തുവായിട്ട് ബന്ധപ്പെട്ടതാണ്. ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾ. എൻ്റെ പേര് ജസ്ലീൻ, എൻ്റെ വീട് കടലുണ്ടി. 2021 ഞാനിവിടെ ഒരു കൗൺസിലിംഗ് ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ എനിക്കൊരു ബ്രദറിനെയാണ് കൗൺസിലിങ്ങിനായിട്ട് കിട്ടിയത്. ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്നോട് ചോദിച്ചു, മോള് രാത്രിയിൽ ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി എഴുന്നേൽക്കാറുണ്ടോയെന്ന്. ഈ സന്ദേശം കേട്ടപ്പം എനിക്ക് വലിയ അത്ഭുതമായി. കാരണം എനിക്കും എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും അനിയനും മാത്രം അറിയുന്ന ഒരു കാര്യമാണ് ബ്രദർ എന്നോട് ചോദിച്ചത്. ഏകദേശം 15 വർഷത്തോളമായിട്ട് ഞാൻ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുഞ്ഞു നാൾക്ക് മുതൽ തന്നെ രാത്രിയിൽ ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി എഴുന്നേൽക്കുമായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ പേടി പാമ്പിനെയാണ്. അതേ പാമ്പിനെ തന്നെയാണ് ഞാൻ എന്നും ദുസ്വപ്നത്തിൽ കാണാറുള്ളത്. 1-2 പാമ്പല്ല, ആയിരക്കണക്കിനല്ല, 10,000-കണക്കിന് പാമ്പിനെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ എങ്ങനെ ഇരിക്കുമോ, എൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് ഇതുവരെ എനിക്ക് ഒരാളോടും പറഞ്ഞു കൊടുക്കാൻ പോലും പറ്റിയിട്ടില്ല. കൂടാതെ അപ്പൻ മരിക്കുന്നത്, അമ്മ മരിക്കുന്നത്, അനിയൻ മരിക്കുന്നതൊക്കെ എപ്പോഴും ഇങ്ങനെ സ്വപ്നത്തിൽ കാണുമായിരുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയെ തുടർന്ന് ഞാൻ പല രാത്രികളിലും കരഞ്ഞിട്ടുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന അപ്പനെയും അമ്മയും എൻ്റെ അടുത്ത് കൊണ്ടുവന്നിരുത്തും. പക്ഷെ അവരുടെ ഒരു സാന്നിധ്യം പോലും ഒരിക്കലും എനിക്ക് ആശ്വാസം ആകുമായിരുന്നില്ല. പല രാത്രികളിൽ ഞാൻ കസേരയിലിരുന്ന് ഉറങ്ങിയിട്ടുണ്ട്. എനിക്ക് എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥ വരുന്നു എന്ന് ചിന്തിച്ചിട്ട് ഞാൻ കിടക്കുന്ന കട്ടിൽ ഞാൻ പലപ്പോഴും ഹന്നാൻ വെള്ളം തടിച്ചിട്ടുണ്ട്. എപ്പോഴും കുരിശടയാളം വരച്ചിട്ടാണ് കിടക്കാറുള്ളത്. കട്ടിൽ പല ദിക്കുകളിലേക്കും ഇട്ട് കിടക്കും. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും ഒരു മാറ്റവും ഇല്ല. പല തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുമ്പോഴും പല വൈദികരെ കാണുമ്പോഴും കൈവെപ്പ് മേടിക്കുന്ന സമയത്ത് എൻ്റെ ഒരു നിയോഗം ഈ ദുസ്വപ്നം കാണുന്ന പീഡ മാറണം എന്നുള്ളതായിരുന്നു. കൂടാതെ വർഷങ്ങളായിട്ട് എനിക്ക് മരണഭയമുണ്ട്. ഞാൻ അമ്മേനോടൊക്കെ സന്ധ്യാസമയമാകുമ്പോൾ എപ്പോഴും പറയും എനിക്ക് പേടിയാവുന്നു. കൂടാതെ എൻ്റെ അപ്പൻ മരിക്കുന്നതായിട്ട് സ്വയം ഇമാജിൻ ചെയ്ത് ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. വീട്ടിലേക്കൊക്കെ കയറുമ്പോൾ ഒരു മരണ വീട്ടിൽ കയറുന്ന പോലെയൊക്കെ ആയിരുന്നു എനിക്ക്. അങ്ങനെ വർഷങ്ങളായിട്ട് വലിയ ബുദ്ധിമുട്ടിലൂടെയായിരുന്നു ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു അവസ്ഥ കാരണം ഞാൻ ഡോക്ടറെ കാണിച്ചപ്പം എനിക്ക് ഉറങ്ങാനുള്ള മരുന്നാണ് തന്നത്. ആ ഉറക്കമരുന്ന് കഴിച്ചിട്ട് പോലും ഞാൻ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. അന്നും ദുസ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ഒരു അവസ്ഥയെക്കുറിച്ചെല്ലാം ബ്രദറുമായിട്ട് പങ്കുവെച്ചപ്പം ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്നോട് ചോദിച്ചു, മോള് കിടക്കുന്ന കട്ടിൽ ഏതാണെന്ന്. അപ്പം ഞാൻ കിടന്നിരുന്ന കട്ടിൽ എൻ്റെ അപ്പാപ്പൻ ഉപയോഗിച്ചിരുന്ന കട്ടിലാണ്. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അപ്പാപ്പൻ മരിക്കുന്നത്. എന്തോ ആ കട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പനും അമ്മയും എപ്പോഴും പറയും അപ്പാപ്പൻ ഉപയോഗിച്ച കട്ടിലാണ് എന്ന്. ഒരു വിശുദ്ധമായ വസ്തു പോലെയൊക്കെയായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ആ കട്ടിൽ. അപ്പം ബ്രദറിനോട് ഈ കാര്യം പറഞ്ഞപ്പം ബ്രദർ എന്നോട് ചോദിച്ചു, ഈ കട്ടിൽ ഉപയോഗിച്ചിരുന്ന അപ്പാപ്പൻ്റെ വിശ്വാസ ജീവിതം അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുള്ളതായിരുന്നു എന്ന്. അപ്പം എൻ്റെ അപ്പാപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ പോവില്ല, കുർബാന സ്വീകരണമില്ല, കുമ്പസാരമില്ല. അപ്പാപ്പൻ്റെ കൂദാശ ജീവിതം എന്ന് പറയുമ്പം ഒട്ടും വിശ്വാസമില്ലാത്ത ഒരു ജീവിതമായിരുന്നു. കൂടാതെ നന്നായിട്ട് മദ്യം കഴിക്കുമായിരുന്നു. ഈ കാര്യങ്ങൾ ബ്രദറിനോട് പറഞ്ഞപ്പം ബ്രദർ പറഞ്ഞു, ഒട്ടും വിശ്വാസ ജീവിതമോ കൂദാശ ജീവിതമോ ഇല്ലാത്ത വ്യക്തി ഉപയോഗിച്ചിരുന്ന കട്ടിലായതുകൊണ്ട് തന്നെ ഈ കട്ടിലിന് നല്ല നെഗറ്റീവ് എനർജി ഉണ്ട്. കട്ടിലെടുത്ത് മാറ്റുന്നതായിരിക്കും നല്ലത്. റാഫേൽ അച്ഛനോട് ചോദിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു. വീണ്ടും ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്നോട് ചോദിച്ചു, മോള് കിടക്കുന്ന റൂമിൽ ഒരു ഫ്രെയിം ചെയ്ത ഫോട്ടോ കാണിക്കുന്നുണ്ട്, അത് ആരാണെന്ന്. അത് ഈ അപ്പാപ്പൻ്റെ ഫോട്ടോ ആയിരുന്നു. ഞാൻ കിടക്കുന്ന റൂമിലായിരുന്നു ഫ്രെയിം ചെയ്ത ഫോട്ടോ. അപ്പോൾ അപ്പാപ്പൻ്റെ ഓർമ്മയ്ക്കായിട്ട് വലിയൊരു ഫ്രെയിം ചെയ്ത ഫോട്ടോയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഈശോയുടെയൊക്കെ രൂപത്തിനേക്കാളും ഏറ്റവും വലിയ ഫ്രെയിം ചെയ്ത ഫോട്ടോയായിരുന്നു. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പം ആദ്യം കാണാൻ ഈ ഫോട്ടോയാണ്. എപ്പോഴും നമ്മുടെ ഈ ശ്രദ്ധ ഈ ഫോട്ടോയിലേക്ക് പോകും. അപ്പം ബ്രദർ പറഞ്ഞു, ആ ഫോട്ടോയും എടുത്ത് മാറ്റുന്നതായിരിക്കും നല്ലത്, അച്ഛനോട് ചോദിച്ചിട്ട് ചെയ്യാൻ. അങ്ങനെ കൗൺസിലിംഗ് കഴിഞ്ഞു, അച്ഛനെ കണ്ടു. അപ്പം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം എത്രയും പെട്ടെന്ന് ആ കട്ടിൽ എടുത്തു മാറ്റാനും അപ്പാപ്പൻ്റെ ഫോട്ടോ കളയണ്ട, നശിപ്പിക്കൊന്നും വേണ്ട, മറ്റൊരു റൂമിലേക്ക് മാറ്റി വയ്ക്കുക, പകരം ഈശോയുടെ ഒരു ഫ്രെയിം ചെയ്ത ഫോട്ടോ റൂമിൽ വെക്കാനും അച്ഛൻ എന്നോട് പറഞ്ഞു. വീട്ടിൽ ചെന്നു അപ്പനോട് അമ്മേനോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. അവർ സമ്മതിച്ചു. അന്ന് തന്നെ അപ്പാപ്പൻ ഉപയോഗിച്ചിരുന്ന കട്ടിൽ വീട്ടിൽ നിന്ന് മാറ്റി പകരം പുതിയൊരു കട്ടിലിട്ടു. റാഫേൽ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അപ്പാപ്പൻ്റെ ഫോട്ടോ കളഞ്ഞൊന്നുമില്ല, മറ്റൊരു റൂമിലേക്ക് മാറ്റി വെച്ചു, പകരം ഈശോയുടെ ഒരു ഫ്രെയിം ചെയ്ത ഫോട്ടോ വെച്ചു. കൂടാതെ അപ്പാപ്പൻ്റെ ഓർമ്മയ്ക്കായിട്ട് എൻ്റെ അമ്മ ഒരു ഷർട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഞങ്ങൾ കത്തിച്ച് കളഞ്ഞു. അന്ന് രാത്രി ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി. ഒരു തവണ
തവണ പോലും ദുസ്വപ്നം കാണുകയും പേടിക്കുകയും ഞെട്ടി എഴുന്നേൽക്കുകയും ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നില്ല. ഇപ്പം 4 വർഷമായി ഇതുവരെ ഒരു തവണ പോലും പാമ്പിനെ കാണുകയും പേടിച്ചെഴുന്നേൽക്കുകയോ ഉറക്കത്തിന് ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല. കൂടാതെ മരണഭയം പൂർണ്ണമായിട്ടും വിട്ടുമാറി. ഇന്ന് എൻ്റെ അപ്പൻ മരിക്കുന്നതിനെ പറ്റി ചിന്തിക്കുമ്പോൾ പോലെ എനിക്ക് കരച്ചിലോ ഒന്നും വരുന്നില്ല. പരിപൂർണമായ രീതിയിൽ വിടുതൽ നൽകി കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. യേശുവിനായിരം കരങ്ങളടിച്ച് നന്ദി പറയുക. പ്രൈസ് ദി ലോർഡ്. കണ്ടില്ലേ, ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സാക്ഷിയാണ്. അതായത് ദുഷ്ടസ്വാധീനം. ഇപ്പോൾ ആ അപ്പാപ്പൻ എന്ന് പറയുന്ന ആൾ കുദാശ ജീവിതം ഒന്നും തന്നെ ഇല്ല, അതുപോലെ മദ്യപിക്കുന്ന ഒരാൾ. അപ്പോൾ അദ്ദേഹം സ്ഥിരം ഉപയോഗിച്ചിരുന്ന, വർഷങ്ങളോളം ജീവിതകാലം മുഴുവൻ തന്നെ ഉപയോഗിച്ചിരുന്നൊരു വസ്തു. അതാണ് പിന്നീട് ആ വസ്തുവിൽ തീർച്ചയായിട്ടും ഒരു ദുഷ്ടസ്വാധീനം, അതിനെയാണ് നെഗറ്റീവ് എനർജി എന്ന് പറയുക. കാരണം അദ്ദേഹം അങ്ങനെ ഒരാളായിരുന്നു. അദ്ദേഹമല്ല, അദ്ദേഹത്തിൻ്റെ പാപവുമായി ബന്ധപ്പെട്ട വിഷയമാണത് കേട്ടോ. ആ വ്യക്തിയിലേക്കല്ല ശ്രദ്ധിക്കേണ്ടത്, ആ വ്യക്തിയുടെ പാപം, ആ പാപവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ആ കട്ടിലുമേ അല്ലെങ്കിൽ ആ വസ്തുവിന് ഈ നെഗറ്റീവ് എനർജി ഉണ്ടാവും എന്നാണ് പറയുക. അപ്പോൾ ആ വസ്തു ഇത് കുട്ടി ഉപയോഗിച്ച് ഈ കൊച്ചിന് ഭയങ്കര അസ്വസ്ഥതയാണ്. അത് കൗൺസിലിംഗ് സമയത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ് ഒരു ബ്രദറിലൂടെ. അപ്പോൾ ആ ബ്രദർക്ക് എന്നിട്ട് ഈ മെസ്സേജ്, ഇങ്ങനെയുള്ള മെസ്സേജ് ആർക്കാണ് ലഭിക്കുക? ഡെലിവറൻസിൻ്റെ വരമുള്ളവർക്കാണ് ലഭിക്കുക. ഡിസൈൻമെൻറ്റ് ഓഫ് ദ സ്പിരിറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള വരമുള്ളവർക്കാണ് ഈ ഒരു കൃപ കിട്ടുള്ളൂ. അത് സാധാരണ ചിലപ്പോൾ എല്ലാ കൗൺസിലേഴ്സിനും കിട്ടില്ല, എല്ലാവർക്കും കിട്ടില്ല. ഇത് ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള വരമാണ്. അപ്പോൾ എന്താണ് ഭൂതോച്ചാരണം എന്നാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പറയുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC 1673 ഖണ്ഡിക എന്താണ് ഭൂതോച്ചാടനം എന്ന് പറയുക? ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ ദുഷ്ടൻ്റെ ശക്തിയിൽ നിന്ന് സംരക്ഷിക്കണമെന്നും അവൻ്റെ ആധിപത്യത്തിൽ നിന്ന് പിൻവലിക്കണമെന്നും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സഭ ആവശ്യപ്പെടുമ്പോൾ അതിനെ ഭൂതോച്ചാടനം എന്ന് വിളിക്കുന്നു. അല്ലെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയ. വാക്ക് ശ്രദ്ധിച്ചോ? ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ ദുഷ്ടൻ്റെ ശക്തിയിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സഭ ആവശ്യപ്പെടുമ്പോൾ അതിനെ ഭൂതോച്ചാടനം എന്ന് വിളിക്കുന്നു. അപ്പോൾ വ്യക്തിയിൽ ആരും ആവസിക്കും? വ്യക്തികളിൽ ആരാവസിക്കും? പിശാച് ആവസിക്കാൻ സാധ്യതയുണ്ട്. വസ്തുക്കളിൽ ആരാവസിക്കാൻ സാധ്യതയുണ്ടെന്ന് സഭ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. വസ്തുക്കളിൽ പിശാച് ആവസിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടല്ലേ വ്യക്തിയെയോ വസ്തുവിനെയോ. പിന്നെ സ്ഥലങ്ങളിലും ആവസിക്കുന്നും സഭ പഠിപ്പിക്കുന്നുണ്ട്. സ്ഥലങ്ങളിൽ, മനസ്സിലായോ? അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഇത് വസ്തുവിൽ ആവസിക്കുകയാണ് പിശാച്. ഈ വസ്തുക്കളിലുള്ള ആവാസത്തെ പറ്റിയാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക, സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇനി അവസാനത്തെ പോയിന്റിലേക്ക് കിടക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കാം. വിശുദ്ധ തിരുശേഷിപ്പുകളുടെ വണക്കം. ശ്രദ്ധിച്ചോ കേട്ടോ. മരിച്ചുപോയൊരു വ്യക്തിയുടെ, ചിലരൊക്കെ ഇങ്ങനെ പറയാറില്ല, നേരത്തെ പറഞ്ഞില്ല, ഒരു യൂത്ത് പയ്യൻ, അല്ല മരിച്ചവരുടെ നമ്മൾ വിശുദ്ധരുടെ തിരുശേഷിപ്പ് സൂക്ഷിക്കുന്നുണ്ടല്ലോ, അപ്പോൾ എന്താ മരിച്ചവരുടെ അടുത്ത് സൂക്ഷിച്ചാൽ ചോദിക്കില്ലേ? അതിനുള്ള മറുപടിയാണ് സഭ പറയുക. മരിച്ചുപോയൊരു വ്യക്തിയുടെ അവശിഷ്ടങ്ങളും വസ്തുക്കളും കൈവശം വയ്ക്കുന്നതിനെയും വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ ഭക്തിപൂർവ്വം സംരക്ഷിക്കപ്പെടുന്നതിനെയും സഭ വ്യക്തമായി വേർതിരിക്കുന്നു. ശ്രദ്ധിക്കുക. മരിച്ചുപോയൊരു വ്യക്തിയുടെ അവശിഷ്ടങ്ങൾ, വസ്തുക്കൾ കൈവശം വയ്ക്കുന്നതിനെയും വിശുദ്ധനായ ഒരു വ്യക്തി, ഇപ്പോൾ നമ്മുടെ ചാവറച്ചൻ മരിച്ചു, ചാവറച്ചൻ്റെ അസ്ഥികളും മറ്റും തിരുശേഷിപ്പുകളായിട്ട് ഭക്തിപൂർവ്വം സംരക്ഷിക്കപ്പെടുന്നതിനെയും സഭ രണ്ട് പ്രവൃത്തിയാണ്, രണ്ടും വ്യത്യസ്ത പ്രവൃത്തിയാണ്. അത് വേർതിരിക്കുകയാണ് സഭ. ഇനി ശ്രദ്ധിച്ച് കേട്ടോ. എന്താണ് തിരുശേഷിപ്പുകൾ? തിരുശേഷിപ്പുകൾ എന്നാൽ എന്ത്? ഒരു വിശുദ്ധൻ്റെ ശരീരഭാഗങ്ങൾ അല്ലെങ്കിൽ അവർ ഉപയോഗിച്ച വസ്തുക്കൾ. എന്താണ് തിരുശേഷിപ്പ് എന്ന് വെച്ചാൽ? ഒരു വിശുദ്ധൻ്റെ ശരീരഭാഗങ്ങൾ അല്ലെങ്കിൽ അയാൾ ഉപയോഗിച്ച വസ്തുക്കൾ, ഇതാണ് തിരുശേഷിപ്പുകൾ. അടുത്തത് എന്താണ് അശുദ്ധ വസ്തുക്കൾ? വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെടാത്ത പ്രിയപ്പെട്ടവരുടെ വ്യക്തിപരമായ വസ്തുക്കൾക്ക് അതേ ആത്മീയ പ്രാധാന്യം ഉണ്ടായിരിക്കില്ല. അവയോടുള്ള അമിതമായ അടുപ്പം മരിച്ചുപോയ വ്യക്തിയുടെ ആത്മാവിൻ്റെ മോചനത്തിന് തടസ്സമാകുന്ന ഒരു തരം പറ്റിപ്പിടുത്തമാണ്. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. എന്താണ്? വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെടാത്ത പ്രിയപ്പെട്ടവർ, അല്ലേ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെടാത്ത പ്രിയപ്പെട്ടവരുടെ വ്യക്തിപരമായ വസ്തുക്കൾക്ക് വിശുദ്ധർക്ക് നമ്മൾ കൊടുക്കുന്ന അതേ ആത്മീയ പ്രാധാന്യം ഉണ്ടായിരിക്കില്ല. അവയോടുള്ള അമിതമായ അടുപ്പം മരിച്ചുപോയ വ്യക്തിയുടെ ആത്മാവിൻ്റെ മോചനത്തിന് തടസ്സമാകുന്ന ഒരു തരം പറ്റിപ്പിടുത്തമാണ്. വീണ്ടും കേട്ടോ. അതായത് വിശുദ്ധർ ഉപയോഗിച്ച വസ്തുക്കൾ തിരുശേഷിപ്പുകൾ, പാപവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ അശുദ്ധ വസ്തുക്കൾ. എന്താ തിരുശേഷിപ്പുകൾ? എന്താണ്? വിശുദ്ധരുപയോഗിച്ച, വിശുദ്ധരുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ തിരുശേഷിപ്പുകൾ. പാപവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ എന്ന് വിളിക്കുന്നു. പാപവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ വിളിക്കുന്നത് എന്താണ്?
അശുദ്ധ വസ്തുക്കൾ. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. പ്രമുഖ ഭൂതോച്ചാടകനായ ഫാദർ ഗബ്രിയേൽ അമോൽത്ത് അശുദ്ധ വസ്തുക്കൾ നശിപ്പിക്കപ്പെടുന്നത് വരെ, ശ്രദ്ധിക്കുക, അശുദ്ധ വസ്തുക്കൾ നശിപ്പിക്കപ്പെടുന്നത് വരെ നിർഭാഗ്യവും രോഗവും കൊണ്ടുവന്ന നിരവധി കേസുകൾ വിവരിച്ചിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ഈ മകളുടെ സാക്ഷ്യം പോലെ, നമ്മളിപ്പോൾ ഈ കേട്ട സാക്ഷ്യം പോലെ, അശുദ്ധ വസ്തുക്കൾ നശിപ്പിക്കപ്പെടുന്നത് വരെ ആ കുടുംബത്തിലോ ആ വ്യക്തിയോ നിർഭാഗ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, രോഗങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്, മാനസിക പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുള്ളതായിട്ട് നിരവധി കേസ് ഫാദർ ഗബ്രിയേൽ അമോൽത്ത് തന്നെ വിവരിച്ചിട്ടുണ്ട്. മാന്ത്രികതയുമായോ പാപവുമായോ ബന്ധപ്പെട്ട ഏതെങ്കിലും വസ്തുക്കൾ നീക്കം ചെയ്യാനും നശിപ്പിക്കാനും അദ്ദേഹം ശക്തമായി ഉപദേശിച്ചു. സാധ്യമെങ്കിൽ അവ കത്തിച്ച് കളയാനും. അല്ലെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയ. മാന്ത്രികതയുമായോ പാപവുമായോ ബന്ധപ്പെട്ട ഏതെങ്കിലും വസ്തുക്കൾ അത് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വസ്തുക്കൾ എഴുതി വെച്ചിരിക്കുക ബ്രാക്കറ്റിൽ, വെറുതെ മറയ്ക്കുകയോ മറ്റൊരാൾക്ക് നൽകുകയോ ചെയ്യരുത്. ഇതുകൊണ്ട് വേറെ ആൾക്ക് നൽകരുത്. ഇത് വെറുതെ ഇങ്ങനെ തുണിയിട്ട് മറച്ചുകൊണ്ട് കാര്യമില്ല. അത് എന്ത് ചെയ്യണം? അദ്ദേഹം ഉപദേശിക്കുന്നത് സാധ്യമെങ്കിൽ അത് കത്തിച്ച് കളയുക, അല്ലെങ്കിൽ എന്താ പറയുക, അത് ഒഴിവാക്കുക, നശിപ്പിക്കുക. ഇതാണ് അദ്ദേഹം പറയുക. ഫാദർ ജോസ് അന്റോണിയോ എന്ന സ്പാനിഷ് ഭൂതോച്ചാടകൻ അസ്വസ്ഥതയുണ്ടാക്കുന്ന നെഗറ്റീവ് എനർജിയുള്ള, അതായത് ദുഷ്ടസ്വാധീനമുള്ള വസ്തുക്കളെ തിരിച്ചറിഞ്ഞ് അവ നശിപ്പിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യതയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനാൽ പ്രാർത്ഥനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വസ്തുക്കളിൽ പറ്റിപ്പിടിക്കുന്നതിന് പകരം മരിച്ച ആളുടെ ആത്മാവിന് സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ അവരെ സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നതിലായിരിക്കണം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. മരിച്ച ആളുടെ വസ്തുക്കളോടുള്ള അള്ളിപ്പിടുത്തല്ല വേണ്ടത്, മരിച്ച ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയാണ് അവരെ സഹായിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അടുത്തത്, തിരുശേഷിപ്പുകളെ സഭ ഇത്രയധികം ബഹുമാനിക്കുന്നത് എന്തുകൊണ്ട്? ശ്രദ്ധിച്ചു കേട്ടോ. തിരുശേഷിപ്പുകളെ വണങ്ങുന്നത് വളരെ വൈകിയ ഒരു കണ്ടുപിടുത്തമല്ല, മറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിലും ക്രിസ്തീയ പാരമ്പര്യത്തിലും ഇതിനുള്ള തെളിവുകൾ കാണാവുന്നതാണ്. പഴയ നിയമത്തിൽ തന്നെ വിശുദ്ധരായ ആളുകളുമായി ബന്ധപ്പെട്ട വസ്തുക്കൾക്ക് പ്രത്യേക പ്രാധാന്യം ഉണ്ടെന്ന് നമുക്ക് സൂചനകൾ കാണാം. സങ്കീർത്തനം 116:15, സങ്കീർത്തനം 116:15, തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. എന്താ പറഞ്ഞേ? ഒന്നേറ്റി പറഞ്ഞേ, തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. 2 രാജാക്കന്മാർ 13-20 തിരുവചനം ശ്രദ്ധിച്ച് കേട്ടോ. പ്രവാചകനായ ഏലീഷായുടെ അസ്ഥികൾ മരിച്ച ഒരാളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. ഏലീഷ മരിച്ചു, അവർ അവനെ സംസ്കരിച്ചു. വസന്തകാലത്ത് മൊവാബ്യർ കൂട്ടമായി വന്ന് ദേശം ആക്രമിച്ചു. ഒരുവനെ സംസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ അക്രമി സംഘത്തെ കണ്ട് അവർ ജഡം ഏലീഷായുടെ കല്ലറയിലേക്ക് എറിഞ്ഞു. ഏലീഷായുടെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ജഡം ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് നിന്നു. ഈ സംഭവം ദൈവത്തിൻ്റെ ശക്തി തൻ്റെ ദാസന്മാരുമായി ബന്ധപ്പെട്ട ഭൗതിക വസ്തുക്കളിലൂടെ പ്രവർത്തിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. കണ്ടോ? ഇത് പറഞ്ഞേ ഹല്ലേലൂയ. ഇവർ ജഡം കൊണ്ടുപോകായിരുന്നേ, ഒരാളെ കുഴിച്ചിടാൻ കൊണ്ടുപോയിരുന്നു ആൾക്കാർ. അപ്പോഴാണ് ഇവരെ ആക്രമിച്ചു, വേറെ ആൾക്കാരെ ആക്രമിച്ചു ശത്രുക്കൾ. ഈ ജഡ അവരിങ്ങനെ വലിച്ചെറിഞ്ഞു. ഈ ജഡ ഇങ്ങനെ ഉരുണ്ട് പോയി വീണത് എവിടെയാണെന്ന് അറിയോ? ഈ ഏലീഷ പ്രവാചകനെ കുഴിച്ചിട്ട കല്ലറയിൽ വന്ന് വീണു. ഏലീഷ പ്രവാചകൻ്റെ അസ്ഥി തൊട്ടപ്പോഴോ ഈ മരിച്ച ആൾ എഴുന്നേറ്റ് നിന്നു, ജീവൻ പ്രാപിച്ചു. ഉണ്ടോ? ഇത് പഴയ നിയമത്തിൽ വ്യക്തമായിട്ട് പറയും. അപ്പോൾ ഏലീഷയുടെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ജീവൻ പ്രാപിച്ചു. ഈ സംഭവം ദൈവത്തിൻ്റെ ശക്തി, ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ ശക്തി തൻ്റെ ദാസന്മാരുമായി ബന്ധപ്പെട്ട ഭൗതിക വസ്തുക്കളിലൂടെ പ്രവർത്തിക്കുന്നു എന്ന് തെളിയിക്കുകയാണ്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കൊക്കെ നമ്മുടേതായ ഒരു പ്രത്യേക പവറുണ്ടെന്ന്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, എൻ്റെ രസമാണ്, ഞാനൊരു വസ്തു ഉപയോഗിക്കുന്നു, അതിന് എൻ്റേതായൊരു വിശുദ്ധിയാണെങ്കിൽ വിശുദ്ധിയുടെ അഭിഷേകം ഉണ്ടാവും, അശുദ്ധിയാണെങ്കിൽ അശുദ്ധിയുടെ അഭിഷേകം ഉണ്ടാവും. അതാണ് ഉണ്ടാവുക. പുതിയ നിയമത്തിൽ, ഇനി പുതിയ നിയമത്തിലേക്ക് വരാം. പുതിയ നിയമത്തിൽ ആരാ? രക്തസ്രാവക്കാരിയില്ലേ? രക്തസ്രാവക്കാരി സ്ത്രീ എന്ത് ചെയ്ത്? യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ട് വായിച്ച് കേൾപ്പിക്കാം. രക്തസ്രാവക്കാരിക്ക് സൗഖ്യം കിട്ടുന്നു. 12 വർഷമായി രക്തസ്രാവ നിമിത്തം കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചു. അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു. യേശു തിരിഞ്ഞ് അവളെ നോക്കി അരുൾ ചെയ്തു, മകളെ ധൈര്യമായിരിക്കുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ നിമിഷം തന്നെ ആ മകള് സൗഖ്യമുള്ളവളായി. വലുത് പറഞ്ഞേ ഹല്ലേലൂയ.
ഇനി വീണ്ടും അപ്പോസ്തല പ്രവർത്തനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും 19-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് സ്പർശിച്ച തുവാലുകൾ, മേലങ്കികൾ രോഗശാന്തിയും വിടുതലും നൽകുന്നു. പൗലോസിൻ്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ ശരീര സ്പർശനമേറ്റ തുവാലുകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവർ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു. അല്ലെ പറഞ്ഞേ ഹല്ലേലൂയ. ഭൗതിക വസ്തുക്കളിലൂടെ ദൈവത്തിന് എങ്ങനെ കൃപ പകരാൻ കഴിയുമെന്ന് ഈ ഉദാഹരണങ്ങൾ തെളിയിക്കുന്നു. തിരുശേഷിപ്പുകളുടെ ആരാധനയ്ക്ക് അടിസ്ഥാനപരമായ ഒരു തത്വമാണ് ഇത്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? അപ്പോൾ തിരുശേഷിപ്പുകളുടെ ആരാധനയ്ക്ക് അടിസ്ഥാനം ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. സഭ അംഗീകരിച്ചതാണ്. അപ്പോൾ വിശുദ്ധരുപയോഗിച്ച വസ്തുക്കൾക്ക് അതിൻ്റേതായ ഒരു അഭിഷേകം ഉണ്ട്. അതുമ്പോൾ തൊടുമ്പോൾ സ്പർശിക്കുമ്പോഴൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ് കേട്ടോ. ഇനി തിരുശേഷിപ്പുകളെ 3 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുക. 3 തരത്തിലുള്ള തിരുശേഷിപ്പ് ശ്രദ്ധിച്ചു കേട്ടോ. 1-ാം ക്ലാസ് തിരുശേഷിപ്പ്, 2-ാം ക്ലാസ് തിരുശേഷിപ്പ്, 3-ാം ക്ലാസ് തിരുശേഷിപ്പ്. എന്താണ് 1-ാം ക്ലാസ് തിരുശേഷിപ്പ്? നിങ്ങൾ തന്നെ പറയാമോ? 1-ാം ക്ലാസ് തിരുശേഷിപ്പ് എന്താണ്? ഒരു വിശുദ്ധൻ്റെ ശരീരഭാഗങ്ങൾ, അതാണ് 1-ാം ക്ലാസ് തിരുശേഷിപ്പ്. ഒരു വിശുദ്ധൻ്റെ, ശ്രദ്ധിക്കുന്നുണ്ടോ, ശരീരഭാഗങ്ങൾ, അതാണ് 1-ാം ക്ലാസ് തിരുശേഷിപ്പ്. ഇനി എന്താ 2-ാം ക്ലാസ് തിരുശേഷിപ്പ്? ആ ഒരു വിശുദ്ധൻ ഉപയോഗിച്ച വസ്തുക്കൾ. ഇപ്പം ഞാൻ ഉപയോഗിച്ച വസ്തു ഈ കുരിശ്, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പം ഞാൻ ഡ്രസ്സ്, ഞാൻ ഈ വാച്ച്, ടോർച്ച്, കണ്ണട, കണ്ടോ, ഞാൻ ഉപയോഗിച്ച വസ്തുക്കൾ, വിശുദ്ധൻ ഉപയോഗിച്ച വസ്തു, അതാണ് 2-ാം ക്ലാസ് തിരുശേഷിപ്പ്. ഇനി 3-ാം ക്ലാസ് തിരുശേഷിപ്പ് എന്താ പറയാൻ പറ്റുമായിരിക്കെങ്കിലും? 1-ാം ക്ലാസ് തിരുശേഷിപ്പുകളിൽ സ്പർശിക്കുന്ന വസ്തുക്കളാണ് 3-ാം ക്ലാസ് തിരുശേഷിപ്പ്. പോലെ പറഞ്ഞേ ഹല്ലേലൂയ. 1-ാം ക്ലാസ് തിരുശേഷിപ്പ് എന്താണ്? ആരെയും ശ്രദ്ധിക്കുന്നുണ്ടോ? ഏതാ? ആളുടെ ശരീരം, ഈ എല്ല്. ഇപ്പോൾ ഒരു വിശുദ്ധൻ, ഇപ്പോൾ നമ്മളിപ്പോൾ അൽഫോൺസമ്മയുടെ അവിടെ പോകാമെന്ന് കരുത്. അവിടുന്ന് ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് അൽഫോൺസമ്മയുടെ തിരുശേഷിപ്പ് കിട്ടും അല്ലേ? അൽഫോൺസമ്മ എന്തുമാത്രം ആര് പോയാലും എപ്പോഴും തിരുശേഷിപ്പ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് എന്ത് തിരുശേഷിപ്പ്? അത് 1-ാം ക്ലാസ് തിരുശേഷിപ്പാണോ കിട്ടുന്നത്? അല്ല. 2-ാം ക്ലാസ് തിരുശേഷിപ്പാണോ കിട്ടുന്നത്? അല്ല. 3-ാം ക്ലാസ് തിരുശേഷിപ്പ്, അതായത് ഒരു കുറച്ച് തുണി വാങ്ങിക്കൊണ്ടുപോയിട്ട് ഈ വിശുദ്ധ അൽഫോൺസമ്മയുടെ അസ്ഥിമൊന്ന് തൊടിയിക്കുകയാണ്. എന്നിട്ട് അത് മുറിച്ച് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി നമുക്ക് തരികയാണ്. അപ്പോൾ അത് ഏത് ക്ലാസ്സാണ്? 3-ാം ക്ലാസ് തിരുശേഷിപ്പ്. 1-ാം ക്ലാസ് തിരുശേഷിപ്പിൽ തൊടിയിപ്പിച്ചുള്ള വസ്തുക്കൾ, അതാണ് 3-ാം ക്ലാസ് തിരുശേഷിപ്പ്. അതാണ് പറയുക, 1-ാം ക്ലാസ് തിരുശേഷിപ്പുകളിൽ സ്പർശിക്കുന്ന വസ്തുക്കളാണ് 3-ാം ക്ലാസ് തിരുശേഷിപ്പുകൾ. പോലെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ദയവായി ശ്രദ്ധിച്ച് കേൾക്കുക. മനുഷ്യ ശരീരം പവിത്രമാണ്, കാരണം അത് ദൈവത്താൽ സൃഷ്ടിക്കപ്പെടുകയും മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി മാറുകയും ചെയ്തു. കേട്ടോ, നമ്മുടെ ശരീരമൊക്കെ തിരുശേഷിപ്പുകളെ പറ്റി അച്ഛന് നോക്കുമ്പോൾ ശ്രദ്ധിച്ചേൻ, നമ്മുടെ ശരീരമൊക്കെ അപ്പോൾ നമ്മൾ എത്രപോലെ ശ്രദ്ധയോടെ വിശുദ്ധിയോടെ സൂക്ഷിക്കണമല്ലേ. അപ്പം നമ്മുടെ ശരീരം അതിനാൽ തന്നെ പവിത്രമാണ്, കാരണം ദൈവം സൃഷ്ടിച്ചതാണ് നമ്മുടെ ശരീരം. മാത്രമല്ല, മാമോദിസ സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ നമ്മുടെ ശരീരം ദേവാലയമാണ് അല്ലേ. ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ എന്നെ ഈ ശരീരത്തെ ഈ ആലയത്തെ നശിപ്പിക്കുക, 3 ദിവസം കൊണ്ട് ഞാനത് പുനരുദ്ധരിക്കും. അവർ കരുതി ഇത്രയും വലിയ ദേവാലയം 40 വർഷം എടുത്ത് അത് പണിയാനായിട്ട്, ഇത് 3 ദിവസം കൊണ്ട് പോകാൻ പുനരുദ്ധരിക്കുകയോ? അവൻ പറഞ്ഞത് അവൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. വിളിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ വ്യഭിചാരം ചെയ്യുന്നവരും മദ്യപിക്കുന്നവരും ശരീരത്തിൽ പാപം ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, മനസ്സിലായോ? ശരീരം ദേവാലയമാണ്. അതുകൊണ്ടില്ലേ, ഇങ്ങനെ മാമോദീസായിലൂടെ സമർപ്പിക്കപ്പെട്ട മനുഷ്യ ശരീരം എങ്ങനെ കൃപയുടെയും സാക്ഷ്യത്തിൻ്റെയും ഉപകരണമായി മാറുമെന്ന് ചിന്തിക്കാൻ തിരുശേഷിപ്പുകൾ നമ്മെ ക്ഷണിക്കുന്നു. കണ്ടോ, നമ്മുടെ ശരീരം കൃപയുടെ സാക്ഷ്യത്തിൻ്റെ ഉപകരണമായി മാറുകയാണ്. ശരീരത്തിൽ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന് പോലും നമ്മുടേതായ ഒരു ഉണ്ടോ ദുഷ്ടസ്വാധീനമാണെങ്കിൽ ദുഷ്ടസ്വാധീനമാണ്, പോസിറ്റീവാണെങ്കിൽ പോസിറ്റീവ് എനർജി ഉണ്ടാവും. കണ്ടോ, അപ്പോൾ എന്തുമാത്രം പ്രത്യേകതയുണ്ട് ശരീരത്തിന്. അതുകൊണ്ടാണ് 1 കൊരിന്തോസ് 6:13 ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല, പ്രത്യുത ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിന് വേണ്ടിയുള്ളതാണ്. കണ്ടോ, ഒന്നേറ്റ് പറഞ്ഞേ, ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല, പ്രത്യുത ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ്. അല്ലേ പറഞ്ഞേ ഹല്ലേലൂയ. ഉണ്ടോ, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ആലയമാണ് നിങ്ങളുടെ ശരീരം, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? മാത്രമല്ല, നാം എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണെന്ന് തിരുശേഷിപ്പുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 1 പത്രോസ് 1:16 വചനം ഏറ്റു പറയാം. വചനം വലതുകര ഉയർത്തിപ്പിടിച്ച് ഏറ്റു പറയുക. ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഹല്ലേലൂയ.
കേട്ടോ. ഈശോ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാൻ പരിശുദ്ധനാണ്, ദൈവം പറയുകയാണ്, അതുകൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കണം കേട്ടോ. പരിശുദ്ധമായ ശരീരം. ഓക്കെ, ഇനി അടുത്തത്. അപ്പോൾ സഭ കൺക്ലൂഡ് ചെയ്യാണ് കേട്ടോ, കൺക്ലൂഡ് ചെയ്യാണ്. സഭ പ്രോത്സാഹിപ്പിക്കുന്നത് എന്താണ്? ഇത്രയും പറഞ്ഞതിന് നമുക്ക് എന്താ മനസ്സിലായത്? സഭ പ്രോത്സാഹിപ്പിക്കുന്നത് എന്താണ്? മരിച്ചവരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുക, അവരെ ഓർക്കുക, അവരുടെ ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കുക, കുർബാന അർപ്പിക്കുക, ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുക കേട്ടോ. എന്നാൽ ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി അതാണ് പറയുന്നത്. നമ്മൾ വായിച്ചത് 2 മക്കബായ 12:45 വചനം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. എന്തെന്നാൽ ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെക്കുറിച്ച് അവൻ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പാവനവും ഭക്തിപൂർണവുമായൊരു ചിന്തയാണ്. അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അവൻ അവർക്ക് വേണ്ടി പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചു. കണ്ടോ, ഇത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം സഭ പ്രോത്സാഹിപ്പിക്കുന്നതാണ് മരിച്ചവരുടെ ഭൗതികാവശിഷ്ടങ്ങൾ കൃത്യമായ രീതിയിൽ അടക്കം ചെയ്യുക, അവരെ നന്ദിയോടെ ഓർക്കുക, അവരുടെ ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി കുർബാന ചെല്ലിപ്പിച്ച് പ്രാർത്ഥിക്കുക, കുർബാനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, അവരെ ദൈവത്തിൻ്റെ കരുണയിലേക്ക് സമർപ്പിക്കുക, അവർക്ക് വേണ്ടിയിട്ട് ഭക്തകൃത്യങ്ങളൊക്കെ ദാനധർമ്മ ദശാംശമൊക്കെ കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് സഭ പ്രോത്സാഹിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. ഇനി നമ്മൾ ഇതിൽ പെടാത്ത മറ്റൊരു മേഖലയിൽ ഇതിൽ ശ്രദ്ധിക്കുകയാണ്. മരിച്ചവരുടെ വസ്തുക്കളെ പറ്റി മനഃശാസ്ത്രം എന്ന് പറയുന്നു. ശ്രദ്ധിക്കുക, മരിച്ചവരുടെ വസ്തുക്കളും മനഃശാസ്ത്രം ഇതിനെപ്പറ്റി എന്താണ് പറയുന്നത്? ശ്രദ്ധിച്ച് കേൾക്കുക. മരിച്ച ഒരാളുടെ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പലപ്പോഴും മാനസികമോ വൈകാരികമോ ആണെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നു. മരിച്ച വ്യക്തിയെ ശക്തമായി ഓർമ്മിപ്പിക്കുന്ന ഒരു വസ്തു ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കുന്നവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള അസ്വസ്ഥതയോ സങ്കടമോ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക കേട്ടോ. മരിച്ച വ്യക്തിയെ ശക്തമായി ഓർമ്മിപ്പിക്കുന്ന ഒരു വസ്തു നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കുന്നവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള അസ്വസ്ഥതയോ സങ്കടമോ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. മനഃശാസ്ത്രം പറയുകയാണ്. എത്രയോ ഉദാഹരണമായി ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലേ, ആ വെന്തിങ് എടുത്തത് അമ്മയുടെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടുപോയി. ഈ വസ്തുക്കളെ അമിതമായി ആശ്രയിക്കുന്നതും ആ വസ്തുക്കളിൽ കുടുങ്ങിക്കിടക്കുന്നതും ആ വ്യക്തിയുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നതിന് പകരം ഒരു വലിയ തടസ്സമായി നിൽക്കും. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ അല്ലേ. ഈ വസ്തുക്കളെ അമിതമായി ആശ്രയിക്കുന്നതും ഈ വസ്തുക്കളിൽ കുടുങ്ങിക്കിടക്കുന്നതും ആ വ്യക്തിയുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നതിന് പകരം ഒരു വലിയ തടസ്സമായി നിൽക്കും കേട്ടോ. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ കേട്ടോ. അടുത്തത് മരിച്ച വസ്തുക്കളും ശുചിത്വവും. ഇനി അടുത്ത മേഖലയിലേക്ക് കടക്കുകയാണ്. മരിച്ച വസ്തുക്കളും ശുചിത്വവും, ക്ലീനിങ് അല്ലെങ്കിൽ വൃത്തിമെടുപ്പും. ശ്രദ്ധിച്ചോ, മരിച്ചവരുടെ വസ്തുക്കൾ സൂക്ഷിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ശുചിത്വം. മരണസമയത്ത് ധരിക്കുന്ന വസ്ത്രങ്ങൾ, പ്രത്യേകിച്ച് ശരീരത്തിലുള്ളവ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ശ്രദ്ധിച്ച് കേൾക്കുക, അത് ശുചിത്വവുമായി ബന്ധപ്പെട്ടതാണ്. മരിച്ചവരുടെ വസ്തുക്കൾ സൂക്ഷിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ശുചിത്വം. മരണസമയത്ത് ധരിക്കുന്ന വസ്ത്രങ്ങൾ, പ്രത്യേകിച്ച് ശരീരത്തിലുള്ളവ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. മരണസമയത്ത് ഉപയോഗിച്ച കിടക്കകളും തലയണകളും ഉപേക്ഷിക്കുന്നതായിരിക്കും ഉത്തമം. കാരണം അവയിൽ രോഗാണുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉണ്ടോ? വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾക്ക് ഈ കൊറോണ വന്നു പോയതുകൊണ്ട് അക്കാര്യത്തിൽ നമുക്ക് പെട്ടെന്ന് അറിവുണ്ടാവും അല്ലേ. ഇപ്പോൾ കൊറോണ വന്ന് മരിച്ച ഒരാളുടെ ഡ്രസ്സും സാധനങ്ങളൊക്കെ, അല്ലെങ്കിൽ എയ്ഡ്സ് വന്ന് മരിച്ച, HIV വന്ന് മരിച്ച ആളുടെ കണ്ടോ, എല്ലാം കൊണ്ടും നമ്മൾ നശിപ്പിച്ച് കളയും അല്ലേ. അപ്പോൾ അതേപോലെ അപ്പം അങ്ങനെയുള്ള സാക്ഷികൾ നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ പേര് സിസ്റ്റർ ഡാനി. ഞാനിവിടെ അടുത്ത കോൺവെൻറ്റിൽ തന്നെയാണ് താമസം. എനിക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എപ്പോഴും ജലദോഷവും തുമ്മലും വരുന്ന ഒരു അസുഖമുണ്ടായിരുന്നു. ഞാൻ അതിനു വേണ്ടി ഒരുപാട് ഗുളികകൾ ഓരോ ദിവസവും കഴിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ മാസത്തിൽ ഇവിടെ എത്ര വർഷങ്ങളായിട്ടുണ്ടായിരുന്നു? ഒരു 6 വർഷമൊക്കെ. 6 വർഷമായിട്ട് സിസ്റ്റർക്ക് തുമ്മല്, ജലദോഷം, മൂക്കൊലിപ്പ്. ഈ സിസ്റ്ററുടെ സാക്ഷി ഒന്ന് കേട്ടോ, സ്പെഷ്യൽ സാക്ഷിയാണ്, വലിയൊരു സാക്ഷിയാണ് നമ്മൾ കേൾക്കാൻ പോവുക കേട്ടോ. കഴിഞ്ഞ മാസം ഇവിടെ സിസ്റ്റേഴ്സിൻ്റെ ധ്യാനം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ സംബന്ധിച്ചു. ആ ധ്യാനത്തിൽ വ്യാഴാഴ്ച ആരാധനയിൽ അച്ഛനിങ്ങനെ വിളിച്ചു പറഞ്ഞു, മരിച്ചുപോയ അപ്പച്ചൻ്റെ കമ്പിളി ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റർ ഇവിടെയുണ്ട്. ആ വ്യക്തിക്ക് എപ്പോഴും മൂക്കടപ്പും ജലദോഷവും തുമ്മലൊക്കെയാണ്. അപ്പോൾ അത് ഉപേക്ഷിച്ചാൽ ആ വ്യക്തിക്ക് അതിൽ നിന്ന് വിടുതൽ കിട്ടുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം മരിച്ചവരുടെ വസ്തുക്കൾ ഉപയോഗിക്കരുതെന്ന് ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിലൊരു വിശ്വാസവും ബോധ്യമൊന്നും ഉണ്ടായിരുന്നില്ല.
ഞാൻ അപ്പച്ചൻ്റെ കമ്പിളി ഒരു 7 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു. അത് ഉപേക്ഷിക്കാനേ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ധ്യാനം കഴിഞ്ഞു ഇങ്ങനെ അച്ഛനത് വിളിച്ചു പറഞ്ഞപ്പോൾ ശരിക്കും എനിക്കൊരു ബോധ്യമായി, എന്നെക്കുറിച്ച് തന്നെയാണ് പറയുന്നതെന്ന് എനിക്കൊരു ബോധ്യമായി. ഞാൻ ധ്യാനം കഴിഞ്ഞു പോയി അന്ന് തന്നെ അത് കത്തിച്ച് കളഞ്ഞു. മരിച്ചവരുടെ വേറെയും വസ്തുക്കളൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ അന്ന് തന്നെ അത് കത്തിച്ച് കളഞ്ഞു. അതിൽ പിന്നെ എനിക്ക് ഇതുവരെ ജലദോഷമോ മൂക്കടപ്പോ തുമ്മലോ ഒന്നും ഉണ്ടായിട്ടില്ല. നല്ലൊരു കൈയോടി കൊടുത്തപ്പോൾ 1 മാസം കഴിഞ്ഞു കേട്ടോ. എന്തോരം മരുന്ന് കഴിച്ചതല്ലേ? സിട്രിസിനാ? സിട്രിസ്. സിസ്റ്റർ ഇവിടെ കൊച്ചു കുട്ടികളെ പഠിപ്പിക്കുന്ന നമ്മുടെ LP സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അപ്പോൾ സിസ്റ്റർ കരുതുന്നത് കുട്ടികൾക്ക് എപ്പോഴും തുമ്മലും ജലദോഷമൊക്കെ വരുമല്ലോ, അപ്പോൾ അതിൽ നിന്ന് തനിക്ക് വരുന്നതാണെന്നാണ് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് മരുന്ന് കഴിച്ചു ഇതിന് വേണ്ടിയിട്ട്. എൻ്റെ അടുത്ത് വന്നിട്ടും പല പ്രാവശ്യം പറയും, അച്ഛനിക്ക് ഈ തുമ്മൽ ജലദോഷം മൂക്കൊലിപ്പ് മാറുന്നില്ല. ഞാനും പ്രാർത്ഥിച്ചു കൊടുക്കും, മാറുന്നില്ല. ഈ കഴിഞ്ഞ മാസത്തെ ഇവിടുത്തെ സിസ്റ്റേഴ്സിൻ്റെ ധ്യാനത്തിൽ സിസ്റ്റർ പങ്കെടുക്കുമ്പോൾ അവസാനത്തെ ധ്യാനത്തിൻ്റെ അവസാന ദിവസം ഇന്ന് അച്ഛൻ വിളിച്ച് പറയുകയാണ്, ഒരു സിസ്റ്റർ മരിച്ചുപോയ അപ്പൻ്റെ കമ്പിളി പതിപ്പ് ഉപയോഗിക്കുകയാണ്. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, കമ്പിളി പതിപ്പ് ഉപയോഗിക്കുന്നു. ആ സിസ്റ്റർക്ക് വിട്ടുമാറാത്ത തുമ്മലും ജലദോഷവും മൂക്കൊലിപ്പുണ്ട്. അത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് മാറ്റം കിട്ടും. ആൾക്കാർ കയറി സാക്ഷ്യം പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ഓടി വന്ന് സാക്ഷ്യം പറഞ്ഞു എല്ലാവരും സിസ്റ്റേഴ്സിൻ്റെ മുമ്പിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് മാറ്റിയിട്ട് പതിപ്പ് മാറ്റുമ്പോൾ ഇത് മാറിയെന്ന് ഉറപ്പ് വരണമല്ലോ. മാറിയതിന് ശേഷം വരാൻ പറഞ്ഞപ്പോൾ അത് മാറ്റി 2 ദിവസത്തിനുള്ളിൽ തന്നെ പരിപൂർണ്ണ സൗഖ്യം കിട്ടി. ഇത് 1 മാസം കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ 1 മാസം കഴിഞ്ഞു ധ്യാനം കഴിഞ്ഞിട്ട് ഉപദേശം സാക്ഷ്യപ്പെടുത്തുകയാണ്. വലിയ സാക്ഷിയാണ് കേട്ടോ. നല്ലൊരു കൈയ്യടി കൊടുത്തേ കണ്ടോ. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ കാണുന്നില്ലോ, ഇതാണ് പറയുക, ഹൈജീൻ്റെ ഒരു മേഖല കൂടി ഇവിടെ നമുക്കുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ കർത്താവ് ഒരു സന്ദേശം തരികയാണ്. ഇപ്പോൾ ഇവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ശ്രദ്ധിക്കുക, ഇതേപോലെ സമാനമായ സംഭവമുള്ള ഒരാളെ കാണിക്കുക. മരിച്ചുപോയൊരു വ്യക്തി സ്ഥിരം ഉപയോഗിച്ചിരുന്ന കമ്പിളിപ്പുതപ്പ് അല്ലെങ്കിൽ പുതപ്പ്, മരിച്ചുപോയൊരു വ്യക്തി സ്ഥിരം ഉപയോഗിച്ചിരുന്ന കമ്പിളിപ്പുതപ്പ് അല്ലെങ്കിൽ പുതപ്പ് അത് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരാളെ കാണിക്കുകയാണ്. ആ വ്യക്തിക്ക് ശക്തമായ ഉറക്കക്കുറവുണ്ട്, ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കുന്ന അവസ്ഥയുണ്ട്. ഉറക്കം ബ്രേക്കാവുക, ഒരു ഉറക്കം കഴിയുമ്പോൾ ചാടി എഴുന്നേൽക്കുക അല്ലെങ്കിൽ ഞെട്ടി എഴുന്നേൽക്കുക, ഉറക്കക്കുറവ്. ആ വ്യക്തി ഈ സമൂഹത്തിലുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കാമോ? ഈ സമൂഹത്തിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഈ ഇരിക്കുന്നവരിൽ ഈ അച്ഛൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഹാളുണ്ടല്ലോ, ഈ ധ്യാന ഹാളുണ്ടെങ്കിൽ ആ വ്യക്തി ഉണ്ടെങ്കിൽ ഒന്ന് എളിമപ്പെട്ട് ഒന്ന് കൈപൊക്കാമോ? ചേച്ചിയാണോ? ഇങ്ങോട്ട് നോക്കിയേ, ചേച്ചി ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് ഇവിടേക്ക് സ്റ്റേജിലേക്ക് നോക്ക്. ചേച്ചി അങ്ങനെ ചെയ്യുന്നുണ്ടോ? അങ്ങോട്ട് മുന്നിട്ട് വന്നേൻ, കണ്ടോ? മനസ്സിലായോ? അതുപോലെ തെളിവ് സഹിതം നിങ്ങൾക്ക് തെളിവ് തരണ്ടേ? അപ്പം അതുകൊണ്ടാണ് കർത്താവ് ഒരു സന്ദേശം തരിക. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, ഈ മരിച്ചുപോയൊരു വ്യക്തി, ആ വ്യക്തി സ്ഥിരം ഉപയോഗിച്ചിരുന്ന പേഴ്സ്, മരിച്ചുപോയ വ്യക്തി സ്ഥിരം ഉപയോഗിച്ചിരുന്ന പേഴ്സാണ്. ആ പേഴ്സ് ഇപ്പോൾ സൂക്ഷിക്കുന്ന ഒരാളെ കാണിക്കുകയാണ്. ആ വ്യക്തിക്ക് 2 തടസ്സങ്ങളാണുള്ളത്. ഒന്ന്, സാമ്പത്തിക മേഖല തടസ്സമാണ്, അദ്ദേഹത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. 2, അദ്ദേഹത്തിന് ഓവർ ടെൻഷനാണ്. സാമ്പത്തിക മേഖല തടസ്സം, ഒപ്പം തന്നെ ഓവർ ടെൻഷൻ, കടബാധ്യത, ഓവർ ടെൻഷൻ. കാരണം ഈ വ്യക്തി സൂക്ഷിക്കുന്നത് മരിച്ചുപോയ ഒരു വ്യക്തി ഉപയോഗിച്ചിരുന്ന ഒരു പേഴ്സാണ്, പണം സൂക്ഷിക്കുന്ന ഒരു പേഴ്സാണ് സൂക്ഷിക്കുക. ആ വ്യക്തി ഈ ധ്യാന ഹാളുണ്ടെങ്കിൽ ഒന്ന് എളിമപ്പെട്ടൊന്ന് കൈപൊക്കാമോ? ഈ ചേച്ചി കൈപൊക്കിയ പോലെ ഒന്ന് കൈപൊക്കിയോ, ഒന്ന് സാക്ഷ്യപ്പെടുത്താമോ? ഈ ധ്യാന ഹാളുണ്ടെങ്കിൽ. ചേച്ചിയാണോ? അമ്മച്ചി എവിടെയാ? അവിടെ ഉണ്ടോ? അമ്മച്ചീനെ ഒന്ന് വിളിച്ചുകൊണ്ടുവന്നേ ഇങ്ങോട്ടോ. അപ്പോൾ വീട്ടിൽ കടബാധ്യതയുണ്ടോ? ഉണ്ട്, കടബാധ്യതയും ടെൻഷനും ഉണ്ട് അല്ലേ? അമ്മച്ചിയോട് ഒന്ന് വരാൻ പറയും കേട്ടോ. ചേച്ചി ഒന്ന് പറഞ്ഞോ, ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. പേര് പറയുക. എൻ്റെ പേര് ബേബി, ഞാൻ അടുത്തറയിൽ നിന്ന് വരുന്നു. എൻ്റെ അമ്മേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഞാൻ 32 വർഷമായിട്ട് ഞാൻ എൻ്റെ അമ്മേരെ പുതപ്പ് പുതച്ചിട്ടാണ് കിടക്കുന്നത്. ഉറക്കക്കുറവുണ്ടോ? ഉറക്കക്കുറവുണ്ടോ ചേച്ചി? കുറവുണ്ട്. ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കാറുണ്ടോ? ഞെട്ടി എണീക്കും. നല്ലൊരു കൈയടി കൊടുത്തേ കണ്ടോ. മനസ്സിലാവുന്നല്ലോ, തെളിവ് സഹിതം. ഇപ്പോൾ പരിശുദ്ധാത്മാവ് തരുന്നൊരു കൃപയാണ് വിവേചന വരം കേട്ടോ. ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള വരത്തിലൂടെയാണ് ഇത് കിട്ടുക. മനസ്സിലായോ? ഇത് ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള കൃപകളും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളും ഇവിടെ കർത്താവ് വെളിപ്പെടുത്തി തന്നു തുടങ്ങിയത് കേട്ടോ. നന്ദി കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അച്ഛന് കുറേ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്, നമുക്ക് സമയമില്ലാത്ത കാരണം. ആ ചേച്ചി ഇവിടെ വന്നോ? ചേച്ചിയെ കൊണ്ടുവരട്ടെ. ആ സഹോദരി വരുമ്പോൾ നമുക്ക് ആൾക്കാരെ കയറി പറയാം. പ്രൈസ് ദി ലോർഡ്. വരെ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആക്സിഡൻറ്റ് പെട്ടിട്ട് ഒരാൾ മരിച്ചു പോയിരിക്കുകയാണ്. ഒരു വ്യക്തി ആക്സിഡൻറ്റ് പെട്ട് മരിച്ചു. വ്യക്തിയെ മരിച്ചു പോയ വ്യക്തി, ആ വ്യക്തിയുടെ വസ്തുക്കളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്, ഒരു വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഇന്ന് ആ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആൾക്ക് എന്താ പറയുക, ഭയങ്കര അടിക്കടി രോഗങ്ങളാണ്, എപ്പോഴും രോഗങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഭയങ്കര ദുഃഖമാണ്, ഭയങ്കര ദുഃഖം. മനസ്സിലായോ?
ഭയങ്കര സങ്കടം, ഭയങ്കര ദുഃഖം, മനസ്സിലായി, പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അഗാധമായ ദുഃഖവും ഒപ്പം തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ്. ആ വ്യക്തി ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് എളിമപ്പെട്ടൊന്ന് കൈപൊക്കാമോ? ഈ ആക്സിഡൻറ്റ് പെട്ട് മരിച്ച ഒരാൾ, ആ വ്യക്തിയുടെ വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് തുടർച്ചയായിട്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഈ പറഞ്ഞ രീതിയിൽ അഗാധമായ ദുഃഖം അനുഭവപ്പെടുകയാണ്, സങ്കടം അനുഭവപ്പെടുകയാണ്. ഈ ധ്യാന ഹാളുണ്ടെങ്കിൽ ഇവർ കൈപൊക്കിയതുപോലെ ഒന്ന് കൈപൊക്കാമോ? ഇനി ശ്രദ്ധിക്കുക, ഈ ധ്യാന ഹാള്, തൊട്ടപ്പുറത്തൊരു ധ്യാന ഹാള്, അതിൻ്റെ അപ്പുറത്തൊരു ഹാള്, 3 ഹാളിലായിട്ടാണ് ആൾക്കാർ ഇരിക്കുക. ഇവിടെ ആ ധ്യാന ഹാളിലിരുന്ന് ഇത് കൂടുന്നവർ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്രേക്ഷകരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ ആരെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടോ, കൈപ്പൊക്കുന്നുണ്ടോ എന്ന് നോക്കുക. ആ വ്യക്തി ഒന്ന് സംഗീതത്തിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾ ധ്യാനം നടക്കുന്ന സ്ഥലം അറിയാലോ, സംഗീതത്തിലേക്ക് ആ വ്യക്തി അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഈ സംഗീതത്തിലേക്ക് ഇപ്പം തന്നെ വരിക, ഒന്നോടി വരിക. എന്നിട്ട് ആൾത്താരിൽ കയറി അതൊന്ന് സാക്ഷ്യം പറയണം, ദൈവത്തിന് മഹത്വം കൊടുക്കണം. അച്ഛൻ ഈ പറയുന്ന കാര്യങ്ങൾ, സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ സത്യമാണെന്നുള്ള ബോധ്യം ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പെങ്കൊച്ച് അമ്മേനെ വിളിക്കാൻ പോയത് വന്നിട്ടില്ല അല്ലേ? വന്നുമ്പോൾ ഒന്ന് പറയുക, ആൾത്താരിൽ കയറി ഒന്ന് സാക്ഷ്യം പറയിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. ഓക്കെ, ഇനി മറ്റൊരു സാക്ഷ്യം കേൾക്കാം. മൂത്രാശയ സംബന്ധമായ രോഗമോ ശ്വാസമുട്ടോ ഏതെങ്കിലും ഒന്നോട്ടോ ഹൈജീൻ്റെ മേഖല കാണുക. എൻ്റെ പേര് ലാലി സബി, ചാലക്കുടി ചൗക്ക ഇടവകയാണ്. എൻ്റെ അമ്മ മരിച്ചിട്ട് അമ്മേരെ ഡ്രസ്സൊക്കെ എടുത്തു വെച്ച് ഞാൻ ഇടയ്ക്കത് ഞാൻ ഉപയോഗിക്കും. അമ്മയ്ക്ക് എന്തായിരുന്നു രോഗം? അമ്മയ്ക്ക് മൂത്രാശയ. കണ്ടോ, അച്ഛന് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? മൂത്രാശയ സംബന്ധമായ രോഗമായിരുന്നു അമ്മയ്ക്ക്. കണ്ടോ, ഉള്ള കാര്യം ചേച്ചി പറയും. എന്നിട്ട് ഞാനപ്പ അച്ഛനോട് പറഞ്ഞു, അപ്പൊ അച്ഛൻ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അച്ഛൻ എന്താ വിളിച്ചു പറഞ്ഞേ? അച്ഛൻ പറഞ്ഞു അമ്മയുടെ ഇങ്ങനെ ഡ്രസ്സ്, മൂത്രാശയ സംബന്ധമായ രോഗമുള്ള ഒരു അമ്മ മരിച്ചു. അങ്ങനെ ആ അമ്മയുടെ അതേ വസ്ത്രങ്ങള് ഇന്ന് ഒരു മകൾ ഉപയോഗിക്കുകയാണ്. ഇന്ന് ആ മകൾക്ക് ഈ മൂത്രാശയ സംബന്ധമായ രോഗമുണ്ട്. ഇതാണ് വിളിച്ചു പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ തന്നെ അമ്മ മരിച്ചുപോയി. അമ്മയുടെ അടിയുടുപ്പ് അല്ലെ, അടിയുടുപ്പും മറ്റു ഡ്രസ്സുകളും അടിപ്പാവാട അതൊക്കെ ഈ ചേച്ചി ഉപയോഗിക്കുമായിരുന്നു. ദേ ഇപ്പൊ ആ സഹോദരിക്ക് അമ്മയുടെ അതേ അസുഖം ഉണ്ടോ, അതിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങി. അത്രയല്ല, സ്റ്റാർട്ടിങ് കാണുമ്പോ വന്നിരിക്കുക. അമ്മയുടെ അസുഖം എന്തായിരുന്നു? പറഞ്ഞോ. അമ്മക്ക് ഷുഗർ അപ്പൊ മൂത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതായത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അതിനെ നമ്മൾ പിടിച്ചു നിർത്താൻ പറ്റില്ല. അപ്പോഴേക്കും അത് നമ്മുടെ സാരിയിലൂടെ അത് പോവും. അതായിരുന്നു അതിന്റെ സ്റ്റാർട്ടിങ് ഈ ചേച്ചിക്ക് വരാണ്. കണ്ടില്ലേ? അപ്പൊ അങ്ങനെയുള്ള നെഗറ്റീവ് എനർജിയുള്ള വസ്തുക്കൾ നശിപ്പിച്ച് കളയാൻ അച്ഛൻ പറയുന്നത് അതാണ് കേട്ടോ. ഈ അടുത്ത സാക്ഷ്യം ഒന്ന് കേൾപ്പിക്കുക. ഞാൻ സിസ്റ്റർ ഷിൻസി തെരേസ് മാനന്തവാടിയിൽ നിന്ന് വരുന്നു. മരിച്ചവരുടെ ഉടുപ്പ് ഞാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ മഠത്തിൽ നിന്ന് കൃത്യമായിട്ട് പറയും. ആ സിസ്റ്റർ ഇങ്ങനെയാണ് മരിച്ചത്, അതിൻ്റെ ഭംഗിയിൽ പറഞ്ഞാലാണ് ആളുകൾ വിളിച്ചത്. ശ്വാസം മുട്ടിയിട്ടാണ് ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായിരുന്നു, ചുമയുണ്ടായിരുന്നു. അങ്ങനെ മരിച്ചുപോയ ഒരു അമ്മയായിരുന്നു. ആ അമ്മയുടെ ഉടുപ്പ് ഞാൻ ഇടുന്നുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ശ്വാസം മുട്ടലും ചുമയും മുന്നുണ്ടായിരുന്നില്ല. മുന്നേ അതിനു മുമ്പേ ചുമയും പനിയൊക്കെ വരും, പക്ഷെ അത് അത്ര ഇതില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ശ്വാസം മുട്ടൊന്നും ഉണ്ടാവാറില്ല. ഇപ്പൊ ഈ ഉടുപ്പിട്ടതിന് ശേഷം ശ്വാസം മുട്ടും കണ്ടോ, മനസ്സിലായി? ആ സിസ്റ്ററായിട്ട് ഉടുപ്പിട്ടതോടുകൂടി ശ്വാസം മുട്ടായി. അതൊക്കെ അത് നമ്മളിവിടെ വിളിച്ചു പറഞ്ഞു കേട്ടാ, വെറുതെ പറയല്ല, വിളിച്ചു പറഞ്ഞില്ലേ? ഇവിടുന്ന് വിളിച്ചു പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ. ഒരു സിസ്റ്റർ ഇങ്ങനെ ശ്വാസം മുട്ടുള്ള ഈ സിസ്റ്റർക്ക്, ആ സിസ്റ്റർക്ക് ഇന്ന് ആ രോഗമാണ്. കണ്ടില്ലേ? അതാണ് ഇപ്പോൾ ഈ സിസ്റ്ററാണ്. കണ്ടോ, ദൈവത്തിൻ്റെ കരങ്ങൾ വെച്ച് നന്ദി പറഞ്ഞേ. കണ്ടോ, പ്രൈസ് ദി ലോർഡ്. സിസ്റ്റർമാരെ കണ്ടില്ലേ? ഇതുപോലെയാണ് അച്ഛൻ വിളിച്ചു പറയുക. സിസ്റ്റേഴ്സിൻ്റെ ധ്യാനത്തിനെ ഒരു സിസ്റ്റർ ആ ശ്വാസം മുട്ടാണ്, ഭയങ്കര. കാരണം ആ സിസ്റ്റർ ഇട്ടിരിക്കുന്ന ഉടുപ്പ് ശ്വാസം മുട്ട് വന്ന് മരിച്ച ഒരാളുടെ ഉടുപ്പാണ്. അപ്പോൾ അവരുടെ കോൺവെൻറ്റിൽ ഒരു സിസ്റ്റർ ഇങ്ങനെ ഭയങ്കര ശ്വാസം മുട്ട് വന്ന് മരിച്ചു. ആ സിസ്റ്ററുടെ അതേ ഉടുപ്പ് ഈ സിസ്റ്റർ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഉടുപ്പ് ആ ഉടുപ്പാണ്. അത് പ്രത്യേകം പറഞ്ഞു, ആ അതേ ഉടുപ്പാണ് ഇട്ടിരിക്കുന്ന സിസ്റ്റർ. അപ്പോൾ അത് കൃത്യം ഭാഗമാണ്. അപ്പോൾ കണ്ടില്ലേ, ഹൈജീൻ്റെ ഒരു മേഖലയാണ്. അപ്പോൾ ആ രോഗം കണ്ടോ, ഈ സിസ്റ്റർക്ക് അതേപോലെ ഒരു രോഗം ഉണ്ടായിരുന്നില്ലാത്ത ആളായിരുന്നു, ഇപ്പോൾ ശ്വാസം മുട്ടായി. എൻ്റെ പേര് സിജി എന്നാണ്. ഞാൻ ആലപ്പുഴ പറവൂരിൽ നിന്നാണ് ഇപ്പം വരുന്നത്. എൻ്റെ അച്ഛൻ പണ്ട് ചെറുപ്പത്തിലെ കുറച്ച് വർഷങ്ങൾ മുന്നേ പെരയുടെ മേളിൽ വീണ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. ആ ആക്സിഡൻ്റ് ഉണ്ടായാലും അപ്പൻ മരിക്കുമ്പോഴും അപ്പൻ്റെ വാരിയലിന് ഇവിടുത്തെ എല്ലിന് പൊട്ടലുണ്ട്. അത് മാറിയിട്ടില്ല. ലാസ്റ്റ് സ്റ്റേജിലാണ് അപ്പൻ മരിക്കുകയും ചെയ്തു. ഈ അപ്പൻ ഉപയോഗിച്ച വടി എനിക്ക് എൻ്റെ അപ്പനോട് ഒത്തിരി സ്നേഹമുണ്ടായിരുന്നു. അമ്മയോട് അത്രയും സ്നേഹമില്ല, പക്ഷേ അപ്പന് ഒത്തിരി സ്നേഹമുണ്ടായിരുന്നു. ആ വടി ഞാൻ ഇന്ന് ഈ നിമിഷം വരെ ഞാൻ കളഞ്ഞിട്ടില്ല, ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ
അച്ഛൻ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ വടി മുറിച്ച് നശിപ്പിച്ച് കളയാൻ വേണ്ടി ഞാൻ എൻ്റെ മോളെ വിളിച്ച് പറഞ്ഞു, എൻ്റെ മോളോട് വിളിച്ച് പറഞ്ഞു വീട്ടിൽ സന്തോഷമില്ല, സമാധാനമില്ല, എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഒരു സന്തോഷമില്ല, തടസ്സമാണ്. രോഗങ്ങൾ വരുന്നുണ്ടോ അടുപ്പിച്ചടുപ്പിച്ച്? ഇയർ ബാലൻസിൻ്റെ അസുഖം മൂലം 10 മാസം പൂർണ്ണമായിട്ട് കിടന്നുപോയ ഒരു വ്യക്തിയാണ് ഞാൻ. കണ്ടോ ശരിയോ, പൂർണ്ണമായിട്ടും കടന്നുപോയി. നല്ലൊരു കൈയടി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചുരുക്കമാണ് സ്നേഹമുള്ളവരെ. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇതിൽ നിന്ന് മനസ്സിലായത് ഈ ക്ലാസ്സിൽ നിന്ന്. മരിച്ചവരുടെ വസ്തുക്കൾ ഉപയോഗിക്കാമോ അല്ലെങ്കിൽ കളയണോ എന്ത്, ഈ ചോദ്യത്തിന് ഉത്തരം ഇതാണ്. സഭയുടെ പഠനം മനസ്സിലുണ്ടായിരിക്കുക. അത് പൊതുവേ കളയേണ്ട യാതൊരു പ്രശ്നമില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു, സഭയുടെ പഠനം അനുസരിച്ച് മരിച്ചവരുടെ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് പൊതുവേ ഒരു പ്രശ്നമല്ല. എന്നിട്ട് സഭ 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് എടുത്ത് പറഞ്ഞു. ഒന്ന് എന്താണ് പറഞ്ഞത്? തിരുശേഷിപ്പുകളുമായി ബന്ധപ്പെട്ട അശുദ്ധ വസ്തുക്കൾ അത് സൂക്ഷിക്കരുത്, എടുത്ത് കളയരുതെന്ന് പറഞ്ഞു. മറ്റെന്താ പറഞ്ഞ ക്ലിങ്ങിങ് അല്ലേ, ആ മരിച്ച വ്യക്തിയുടെ വസ്തുക്കളുമായിട്ടുള്ള ക്ലിങ്ങിങ്, അങ്ങനെയുള്ള സംഭവങ്ങൾ, ആ രീതിയിലുള്ള നിങ്ങൾ ഓർമ്മയ്ക്കായുള്ള ഉദാഹരണ സഹിതം നമ്മൾ കുറേ കേട്ടു. ആ മേഖലയും സഭ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അതും നശിപ്പിച്ച് കളയാനാണ് പറഞ്ഞത്. ഇനി 3ാമത് നമ്മൾ കേട്ടത് ഇതാണ്, ഹൈജീനിക് ആയിട്ടുള്ള ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള പ്രത്യേക രോഗമായിട്ട് ബാധിച്ച് മരിച്ചവർ അങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അതേ രോഗം തന്നെ വരാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പറഞ്ഞത്. മനസ്സിലായി? ഇപ്പോൾ ഈ മേഖലകളൊക്കെ നന്നായി ശ്രദ്ധിച്ച് ഒരു തീരുമാനം എടുക്കുക. അപ്പോൾ ചുരുക്കത്തിൽ മരിച്ച ആളുടെ വസ്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഓരോ വ്യക്തിയും സ്വയം തീരുമാനിക്കണം. കർശനമായ നിയമങ്ങളോ സാർവത്രിക പരിഹാരമോ ഇല്ല. ശ്രദ്ധിക്കുക കേട്ടോ. ചുരുക്കത്തിൽ മരിച്ച ആളുടെ വസ്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഓരോ വ്യക്തിയും സ്വയം തീരുമാനിക്കണം. കർശനമായ നിയമങ്ങളോ സാർവത്രിക പരിഹാരമോ ഇല്ല. ഓർമ്മകൾ നിലനിർത്താൻ വസ്തുക്കൾക്ക് കഴിയും, പക്ഷേ ആ വസ്തുക്കൾക്ക് മരിച്ചുപോയ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ഓർമ്മ നിലനിർത്താൻ പറ്റും, പക്ഷേ ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. വീട്ടിലെ വൃത്തിയും ക്രമവും നിലനിർത്തുക. കണ്ടോ, വീടും പരിസരമൊക്കെ വൃത്തിയും വെടുപ്പൊക്കെ ആയിട്ട് സൂക്ഷിക്കുക. ആവശ്യമില്ലാത്തതൊക്കെ പഴകിയതും വളരെ വർഷങ്ങളായിട്ടുള്ളതും പല നെഗറ്റീവ് എനർജികളൊക്കെ കളയുക. സൽക്കർമ്മങ്ങൾ ചെയ്യുക, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നിവയാണ് യഥാർത്ഥത്തിൽ പ്രധാനം. ഇന്ന് പല കത്തോലിക്കരും അറിയാതെ തന്നെ പാപകരമായ വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിച്ചുകൊണ്ട് പിശാചിന് വാതിൽ തുറന്നു കൊടുക്കുകയാണ്. കണ്ടോ, നമ്മുടെ പലരുടെയും വീട്ടിൽ അറിയാതെയാണെങ്കിലും, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല, ആ ചേച്ചി എത്ര വർഷമായി, 30-35 വർഷമായി പുതപ്പ് ഉപയോഗിക്കണം. മനസ്സിലായി? ചേച്ചിക്ക് അറിയുന്നില്ല. അറിയാതെയാണെങ്കിലും ആ ചേച്ചി ഇപ്പോൾ ഈ വടി എത്ര കാലമായത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. മനസ്സിലായോ? എൻ്റെ ഈ പ്രശ്നങ്ങളുടെ കാരണം ഈ ഒരു മേഖലയാണെന്ന് അറിയുന്നില്ല. പല കത്തോലിക്കരും അറിയാതെയാണെങ്കിലും പാപകരമായ വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നു എന്ന് പറയുകയാണ്. ജോഷ 24:15 ജോഷ പ്രവാചകൻ പറയാണ്, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. വലുത് ഉയർത്തിപ്പിടിച്ച് ഒന്ന് ജോഷ 24:15 ഏറ്റു പറഞ്ഞേ, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ജോഷയെ പോലെ നമുക്ക് പറയാൻ പറ്റണം, ഞാനും എൻ്റെ ഭവനവും കർത്താവിനെ സേവിക്കും. ഞാൻ മാത്രമല്ല, എൻ്റെ വീട് കർത്താവ് വസിക്കുന്ന, ഈശോ വസിക്കുന്ന, പരിശുദ്ധ കന്യാമറിയം വസിക്കുന്ന, വിശുദ്ധർ വസിക്കുന്ന സ്ഥലമായിരിക്കണം നമ്മുടെ വീട്. അപ്പോൾ ആ വീട്ടിൽ ഈശോ വസിക്കണമെങ്കിൽ, വിശുദ്ധരുടെ സാന്നിധ്യം, മാലാഖമാരുടെ സാന്നിധ്യമൊക്കെ ഉണ്ടാവണമെങ്കിൽ വീട്ടിൽ നിന്ന് അശുദ്ധ വസ്തുക്കളൊക്കെ എടുത്ത്, ഇപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ എടുത്ത് ദൂരെ കളയണം. മനസ്സിലായോ? എന്നിട്ട് വീടിനെ വൃത്തിയിൽ, വെടുപ്പിൽ, ക്രമത്തിൽ സൂക്ഷിക്കണം. നെഗറ്റീവ് എനർജി വരുന്നതൊക്കെ കളയണം. അതൊക്കെ വലിയ സഹനം കൊണ്ടുവരുമെന്ന് പറയുക. യേശു രാജാവായി നമ്മുടെ ഭവനങ്ങളിൽ വാഴണം. കുടുംബവർഷമാണ് അല്ലേ? യേശു രാജാവായിട്ട് നമ്മുടെ ഭവനങ്ങളിൽ വാഴണം. നമ്മുടെ വീട്ടിൽ മാലാഖമാരുടെ ചിത്രങ്ങളൊക്കെ വെക്കണം കേട്ടോ. വിശുദ്ധരുടെ ചിത്രങ്ങൾ, മാലാഖമാരുടെ ചിത്രം, ഈശോയുടെ തിരുവനന്തപുരത്തിൻ്റെ ചിത്രം, ഇങ്ങനെയുള്ള പിന്നെ ഒരു ഭൂതോച്ചാരണ കിറ്റ് നിങ്ങളുടെ വീട്ടിലുണ്ടാവട്ടെ. ഈ വെഞ്ചരിച്ച ഹന്നാവെള്ളം, അല്ലെങ്കിൽ ഹന്നാവെള്ളം, ഒലിവ് ഓയിൽ, ഇങ്ങനെ തേൻ, ഉപ്പ്, ഇതൊക്കെ വെഞ്ചരിച്ചത് വിശുദ്ധമായ വസ്തുക്കളൊക്കെ വീട്ടിൽ സൂക്ഷിക്കുക. പിന്നെ വിശുദ്ധരുടെ ചിത്രങ്ങൾ നമ്മുടെ റൂമുകളിലൊക്കെ തൂക്കിയിടുക. ജപമാല, അനുഗ്രഹീത മെഡലുകൾ, മിറാക്കുലസ് മെഡല്, ബെനഡിക്റ്റിൻ്റെ മെഡല്, ഉത്തിരീയം, ഇതൊക്കെ നമ്മുടെ കഴുത്തിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ ഭവനങ്ങളിലും ഉണ്ടാകട്ടെ എന്നാണ് ഒരു പ്രത്യേകമായിട്ട് പറയുക. ഈ വിശുദ്ധ വസ്തുക്കൾ നമ്മുടെ വീടിനെ വിശുദ്ധീകരിക്കുന്നു. അശുദ്ധ വസ്തുക്കൾ വീടിൽ പിശാചിൻ്റെ സ്വാധീനം കൊണ്ടുവരുന്നു. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധ വസ്തുക്കൾ സൂക്ഷിക്കുമ്പോൾ വീടിനെ, നമ്മുടെ വീട്, നമ്മളായിരിക്കുന്ന സ്ഥലവും വിശുദ്ധീകരിക്കപ്പെടുന്നു. എന്നാൽ അശുദ്ധ വസ്തുക്കളോ പിശാചിന് കടന്നു വരാനുള്ളൊരു വാതിലായിട്ട് അത് തീരുകയാണ് എന്നാണ് പറയുക. പ്രൈസ് ദി ലോർഡ്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളവരെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുക. ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യണം, എല്ലാവർക്കും കൊടുക്കണം കേട്ടോ. എല്ലാവർക്കും അറിയിക്കണം ഈ ഒരു വലിയൊരു സത്യത്തെപ്പറ്റി. ഇതുവരെ ഒരാളും പറയാത്തൊരു വിഷയമാണ്. അച്ഛൻ ഇത് പഠിച്ച് ഇവിടെ അതുപോലെ അത്ഭുതങ്ങൾ. സ്നേഹമുള്ളവരെ, ഈ ഏൽറുഹ ശുശ്രൂഷകൾ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്തൊരു ശുശ്രൂഷയാണെന്ന് അച്ഛനും ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. അത് അച്ഛൻ്റെ കയ്യിലോ ഇവിടെയുള്ള അച്ഛന്മാരുടെ കയ്യിലോ ശുശ്രൂഷ
മനുഷ്യരുടെ കയ്യിലല്ല. ദൈവത്തിൻ്റെ പ്രത്യേകമായൊരു തിരഞ്ഞെടുപ്പോ എന്തൊരു പ്രത്യേക ഇടപെടലോ ഈ സെൻറ്ററിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അതുപോലെയുള്ള അത്ഭുതങ്ങളാണ് ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവനും. അതുപോലെയുള്ള വെളിപ്പെടുത്തൽ നമ്മളവരെ ഇപ്പോൾ നമുക്കറിയാതെ പോകുന്ന വലിയൊരു വെളിപ്പെടുത്തലായിരുന്നല്ലോ ഉത്തിരിയത്തിൻ്റെ പ്രാധാന്യം. ഈ സെൻറ്ററിലൂടെയാണ് ഈ ലോകം മുഴുവനും ഉത്തിരിയത്തിൻ്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ടിരിക്കുക, മനസ്സിലായോ? അതുപോലെ തന്നെയാണ് മൂക്കുത്തി, സെക്കൻഡ് സ്റ്റേഡ്, മിഞ്ചി, ഇത് കൊണ്ടുവരുന്ന തകർച്ചകൾ. ഇങ്ങനെ ഇതുപോലുള്ള വെളിപ്പെടുത്തൽ പറയുന്നത് ആരാണ്? ഇപ്പോൾ അതാണ് കുറേ പേര് കമൻറ്റ് കൊടുത്തിരിക്കുക, അച്ഛാ ഇത് കുറേ കാലമായിട്ടുള്ള ചിന്തയാണ്, മൂക്കുത്തി, സെക്കൻഡ് സ്റ്റേഡ്, മിഞ്ചിയൊക്കെ തടസ്സം കൊണ്ടുവരും ഇല്ലയോ? പാപമാണെന്ന് ഒരിക്കലും നമ്മൾ പറയുന്നില്ല, പക്ഷെ ഒരുപാട് തടസ്സം കൊണ്ടുവരും. അല്ലെങ്കിൽ പോലെ ഹലാൽ ഭക്ഷണം, അതിലൂടെ വരുന്ന തിന്മകൾ, ഭൂതോച്ചാരണ വസ്തുക്കളെ പറ്റി പല സ്ഥലങ്ങളിലൊക്കെ കൊടുക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ ഇത്രമാത്രം അതിനെ ഈ പ്രചാരത്തിലേക്ക് വളർത്തിയതും ഇതുപോലെ അത്ഭുതങ്ങൾ അതിലൂടെ സംഭവിക്കുമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചതൊക്കെ ഈ ഏൽറുഹ ധ്യാന കേന്ദ്രമാണ്, മനസ്സിലായോ? ഈ ഏൽറുഹ ധ്യാന കേന്ദ്രത്തിലൂടെയുള്ള അതുപോലെ തന്നെ ഇത് ഈ മരിച്ചവടി ഈ വസ്തുക്കളെ പറ്റിയുള്ള കാര്യം പെട്ടെന്ന് ആൾക്കാർക്ക് ഒരു അന്താളിത്തമാണ്. പെട്ടെന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആൾക്കും അത്ഭുതമാണ്, കേൾക്കുന്നവർക്കൊരു അന്താളിത്തമാണ്. പക്ഷേ ഇത് തെളിവുകളും സാക്ഷ്യങ്ങളും വരുമ്പോൾ, ഇതുപോലുള്ള സാക്ഷ്യങ്ങൾ വരുമ്പോൾ അത് സ്വീകരിക്കുകയാണ്. അതിലൂടെ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുകയാണ്, മനസ്സിലായോ? അപ്പം നിങ്ങൾ പ്രേക്ഷിതരായി തീരണം, എല്ലാവരും ഈ ദൈവിക സത്യം അറിയിക്കണം. അനേകരുടെ ബന്ധനങ്ങൾ അതുവഴി അഴിഞ്ഞു പോട്ടെ. ചേച്ചിയുടെ സാക്ഷ്യം നമുക്കൊന്ന് കേൾക്കാം. പേര് ഗ്ലാഡീസ്. എൻ്റെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം ഞാൻ എല്ലാ സാധനവും സൂക്ഷിച്ചു വെച്ചിരുന്നു. അതെല്ലാം എൻ്റെ മകൻ ഉടുത്ത് ഷർട്ടും മുണ്ടും എല്ലാം അവൻ ഉടുക്കുമായിരുന്നു. മാല അവൻ ഉടുത്തതിന് ശേഷം 1 വർഷമായപ്പോൾ അവന് കാലയിൽ ഒരു അപ്പച്ചൻ്റെ രോഗം തന്നെ സംഭവിച്ചു. 1 വർഷം അപ്പച്ചൻ തികഞ്ഞ് ആ സമയത്ത് തന്നെ മകൻ ഇങ്ങനത്തെ രോഗം വന്നപ്പോഴത്തേന് ചികിത്സിച്ചു. ആ മുഴ എടുത്ത് കളഞ്ഞു. അപ്പോൾ ആ മാല അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ മാറ്റി വാങ്ങിയതിന് ശേഷം ഇപ്പം ആ രോഗം ഇതുവരെ വന്നിട്ടില്ല. കാര്യങ്ങളടിച്ച് നന്ദി പറഞ്ഞാൽ കണ്ടില്ലേ, ചിലർ ചോദിക്കുന്ന ചോദ്യം സ്വർണ്ണം അപ്പം കത്തിച്ച് കളയണ്ട, ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ ഓരോ കമൻറ്റ് എഴുതുന്നത്. ഒരു അല്പം ബോധത്തോടെ ചിന്തിച്ചാൽ മതി, മനസ്സിലായി? അങ്ങനെ ഒരു വസ്തു ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാവുന്നതോളോ, മനസ്സിലായി? സ്വർണ്ണം പോയി അതുപോലെ മാറ്റിയെടുത്തുകൂടെ നമുക്ക്, മനസ്സിലായോ? ഇപ്പോൾ യോഹന്നാൻ ക്രൂസ് പറഞ്ഞത് അത് സ്വർണ്ണമാണെങ്കിൽ പോലും അതൊരു ചങ്ങലയാണ്, അതൊരു ബന്ധനാണെന്ന് പറയാം, മനസ്സിലായോ? ഇപ്പം ഈ പേഴ്സ് സൂക്ഷിച്ചിരുന്നോ? പേഴ്സ് ഫയലെല്ലാം സൂക്ഷിച്ചിരുന്നു. ആഗസ്റ്റ് 16-ാം തീയതി ഞാനിവിടെ വന്നതിന് ശേഷം ഫയലെല്ലാം കത്തിച്ചു. പേഴ്സ് ഉണ്ടാകുന്ന എനിക്കറിയില്ല. അതിൽ 500 രൂപ ഉണ്ടായിരുന്നു. അത് പള്ളിയിലേക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? സാമ്പത്തിക കടബാധകൾ ധാരാളം ഉണ്ട്. മനസ്സിലായോ? പിന്നെ ഓവർ ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലേ? ഓവർ ടെൻഷൻ ഉണ്ട്, കണ്ടോ? അതാണ് ഭയങ്കര ടെൻഷനായിരുന്നു, കണ്ടോ? മനസ്സിലായോ? കൃത്യം പറഞ്ഞു. പേഴ്സ്, ഓവർ ടെൻഷൻ, കടബാധ്യത. പ്രൈസലോ. കാര്യങ്ങൾ അടിച്ച് നന്ദി പറയാം കേട്ടോ. ഓക്കെ, നമുക്ക് എല്ലാവരും ഒന്ന് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. നമുക്കൊന്ന് സ്തുതിക്കാം. ഇനിയും ബോധ്യം വരാത്ത മക്കളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ബോധ്യങ്ങൾ കിട്ടാനും ഈ വീഡിയോ ആരൊക്കെ കാണുന്നവർക്കൊക്കെ വലിയ തിരിച്ചറിവ് എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി എല്ലാവരും പരിശുദ്ധാത്മാവ്, എല്ലാവരും സത്യം അറിയണം. സത്യം അതങ്ങനെ അവരെ സ്വതന്ത്രമാക്കണം.